ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? ഓഡിബിൾ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സർ. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോ നിങ്ങൾ ഇതുവരെയുള്ള ഇതിന്റെ സൺഡേ ചർച്ചയിലെ കഴിഞ്ഞ വീക്കുകളുടെയൊക്കെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞതൊരു കണ്ടിന്യൂഷൻ ആണ്, ഓരോരോ സീരീസ് പോലത്തെ ഒരു ഇതാണ്. അപ്പോ മുമ്പത്തേല് നമ്മൾ പറഞ്ഞിരുന്നത് ടോപ്പിക്കൽ റെലവൻസിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പൊ ആ ടോപ്പിക്കൽ റെലവൻസ് എന്നുള്ളത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും അതിനകത്ത് അത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടോപ്പിക്കൽ റെലവൻസ് എന്നുള്ളത് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കാം. എന്നിട്ട് അത് പറഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് പോകാം. കാരണം ഇന്ന് പറയാൻ പോകുന്നത് ടോപ്പിക്കൽ അതോറിറ്റിയാണ്. ഈ രണ്ടും ഒരു വെബ്സൈറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് രണ്ടുമാണ്: ഈ ടോപ്പിക്കൽ റെലവൻസും ടോപ്പിക്കൽ അതോറിറ്റിയും. ക്വാളിറ്റി അവിടെ മറുസൈഡിൽ ഒരു കേസുണ്ട്. റെലവെന്റ് ആകുമ്പോൾ തന്നെ ക്വാളിറ്റി വർദ്ധിക്കും, അതൊരു സംഭവം, അതവിടെ മാറ്റി വെക്കാം. ബേസിക്കലി നമ്മളൊന്ന് ഓവറോൾ ഒരു വെബ്സൈറ്റിന്റെ ഒരു SEOന്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഘടകങ്ങൾ ഈ ടോപ്പിക്കൽ അതോറിറ്റി, ടോപ്പിക്കൽ റെലവൻസ്. അപ്പൊ ഇത് രണ്ടും എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിന് രണ്ടിനും വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് ഒരു സൈറ്റിന്റെ കേസിൽ നമ്മുടെ മുമ്പിൽ ഒരു വെബ്സൈറ്റ് വന്നാൽ നമ്മൾ എങ്ങനെയാണ് അതനുസരിച്ച് പ്ലാൻ ചെയ്യേണ്ടത്, അതോടൊപ്പം തന്നെ ഗൂഗിൾ, ChatGPT, അതേപോലത്തെ സെർച്ച് എഞ്ചിൻസ്. നമ്മുടെ ഭാഷയിൽ ഇപ്പൊ സെർച്ച് എഞ്ചിൻസ് എന്ന് പറഞ്ഞാൽ പഴയ പോലെ ഗൂഗിൾ മാത്രം പറഞ്ഞാൽ പോരാ. സെർച്ച് ചെയ്യാനുള്ള ഏതൊരു എഞ്ചിനും നമുക്ക് സെർച്ച് എഞ്ചിനാണ്. SEO എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം സെർച്ച് എഞ്ചിൻസിന് വേണ്ടിയുള്ള ഒപ്റ്റിമൈസേഷൻ ആണ്, അല്ലാതെ ഗൂഗിളിന് വേണ്ടി മാത്രമുള്ള ഒരു ഒപ്റ്റിമൈസേഷൻ അല്ല SEO. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എവിടെയൊക്കെ സെർച്ച് ചെയ്യുന്നോ ആ എല്ലാ എഞ്ചിൻസിനും വേണ്ടിയിട്ടുള്ള എന്ത് ഒപ്റ്റിമൈസേഷനും SEOന്റെ പരിധിയിൽ വരും. അപ്പൊ ഗൂഗിളിന് വേണ്ടി മാത്രമുള്ള ഒപ്റ്റിമൈസേഷൻ അല്ല, ഇനി അങ്ങോട്ട് ChatGPTയിലാണെങ്കിലും ശരി, സോഷ്യൽ മീഡിയ സെർച്ചിലാണെങ്കിലും ശരി, വോയിസ് ബേസ്ഡ് ഡിവൈസുകൾക്കാണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള എന്തൊരു ഒപ്റ്റിമൈസേഷനും SEOന്റെ പരിധിയിൽ വരുന്നതാണ്. ഇവിടെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് ടോപ്പിക്കൽ അതോറിറ്റി, ടോപ്പിക്കൽ റെലവൻസ് എന്നുള്ളത്. ഇനി അങ്ങോട്ടേക്ക് പോകും തോറും ഈ ടോപ്പിക്കൽ അതോറിറ്റിയുടെയും ടോപ്പിക്കൽ റെലവൻസിന്റെയും അതോടൊപ്പം മറ്റൊരു കേസ് ഈറ്റാണ്. ഈറ്റ് പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ വരും. ഇതിന് മൂന്നിന്റെ പ്രസക്തി വളരെ കൂടിക്കൊണ്ടിരിക്കും അങ്ങോട്ടേക്ക് പോകുമ്പോൾ. എസ്പെഷ്യലി എയുടെ കേസിൽ വരുമ്പോഴേക്കും ഇത് മൂന്നിന്റെയും പ്രസക്തി വളരെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോ നമ്മൾ ഈ ടോപ്പിക്കൽ അതോറിറ്റി എന്നുള്ളതിലേക്ക് പോകുന്നതിന് മുമ്പ് ടോപ്പിക്കൽ റെലവൻസ് എന്നുള്ളതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ആർക്കെങ്കിലും? ആർക്കും ഒരു ഡൗട്ടും ഇല്ലേ? ഒരു ഡൗട്ടും ഇല്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒന്ന് എല്ലാവർക്കും എല്ലാം വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതും അതല്ലെങ്കിൽ ആർക്കും ഒന്നും അറിയില്ല എന്നുള്ളതിന്റെയും. ഇല്ല, ഏതാണ് നിങ്ങൾ? ആർക്കും ഒരു ഡൗട്ടും ചോദിക്കാനില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് ടോപ്പിക്കൽ അതോറിറ്റി ടോപ്പിക്കൽ റെലവൻസ് അറിയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, കാരണം ടോപ്പിക്കൽ റെലവൻസ് ഈ ടോപ്പിക്കൽ അതോറിറ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ് ടോപ്പിക്കൽ റെലവൻസ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ. ടോപ്പിക്കൽ അതോറിറ്റി എന്നുള്ളത് നമ്മൾ പറയാൻ പോകുന്നതിന്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺസ് എന്ന് പറയുന്നത് ടോപ്പിക്കൽ റെലവൻസ് ആണ്. ടോപ്പിക്കൽ റെലവൻസ് കൂടിയ ഡോക്യുമെന്റ്സുകൾ ചേർന്നാണ് ടോപ്പിക്കൽ അതോറിറ്റി എന്നുള്ള ഒരു സംഭവം ബിൽഡപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ കൂട്ടത്തില് ടോപ്പിക്കൽ അതോറിറ്റി എന്നുള്ളത് കേട്ടവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? അതും ആരും കേട്ടിട്ടില്ലേ? ആകെ 2, 3, 4 പേരൊക്കെ ഉണ്ട്. 3 പേര്, 5 പേര്, 6, ആകെ 29 പേരില് ആകെ എത്ര പേര് കേട്ടിട്ടുള്ളൂ? ഒരു 7-8 പേര് ആണത് കേട്ടിട്ടുള്ളവര്. ഓക്കെ, ശരി. ഓക്കെ, ടോപ്പിക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു വെബ്സൈറ്റിനെ സംബന്ധിച്ച് നമ്മൾ SEO പ്ലാൻ ചെയ്യുമ്പോൾ, SEO പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു വെബ്സൈറ്റ് കിട്ടുമ്പോൾ
നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ് ഉണ്ട്. പലരും ഈ പ്രോസസ്സിൽ പരാജയപ്പെടുന്നതുകൊണ്ടാണ് പലപ്പോഴും SEO അവർക്ക് ഒരു ബുദ്ധിമുട്ടായി വരുന്നതും റാങ്കിങ്ങിൽ ഭയങ്കര ഷെയ്ക്ക് ഒക്കെ സംഭവിക്കണം എന്ന് പറഞ്ഞത്. അങ്ങോട്ടേക്ക് പോയി കയറുന്ന സൈറ്റ് ഒറ്റയടിക്ക് താഴ്ന്നു താഴെ വീഴുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ക്ലിയർ ആവാത്തതുകൊണ്ടാണ്. പലരും ബാക്ക് ലിങ്കുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സൈറ്റിന്റെ ഒരു പൊസിഷൻ നിലനിർത്തുന്നത്. ബാക്ക് ലിങ്കുകൾ ഇപ്പോഴും ഒരു റാങ്കിങ് ഘടകം തന്നെയാണ്, പക്ഷെ മെയിൻ ആയിട്ടുള്ള റാങ്കിങ് ഘടകമല്ല. അതൊരു നമുക്ക് എവർഗ്രീൻ എന്ന് പറയാവുന്ന ഒരു മെത്തേഡും അല്ല. അതിന്റെ പുറത്ത് നമുക്ക് സൈറ്റിന് എന്നേക്കുമായിട്ട് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നമ്മൾ റാങ്ക് ചെയ്യിക്കുമെന്ന് വിചാരിച്ചാൽ നമ്മൾ തോറ്റു പോവുകയേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവർക്ക് നല്ല അനുഭവം ഉണ്ടാവും. എത്ര ബാക്ക് ലിങ്ക് ചെയ്ത് അതിനാക്കിയാലും സൈറ്റ് കയറി വരുന്നത് കാണാൻ പറ്റും. അതേപോലെ വേറൊരു സമയത്ത് അതേപോലെ സൈറ്റ് താഴേക്ക് പോകുന്നത് കാണാൻ പറ്റും. ഈ ഇത്തരം ബാക്ക് ലിങ്കുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നവരുടെ ഒരു പൊതുവായ രീതി അവരായിരിക്കും എപ്പോഴും ഞാൻ കണ്ടേക്കുന്നത് ഏറ്റവും ടെൻഷൻ അടിക്കുന്ന SEOക്കാർ. കാരണം അവരുടെ സൈറ്റ് കയറും, അതേപോലെ തന്നെ കുറെ സമയം കഴിയുമ്പോൾ ഇറങ്ങിക്കഴിയുമ്പോൾ എന്താണ് അതിന്റെ പിറകെ അവർ ഓട്ടോ പിന്നെയും അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും, കയറ്റും. അതൊരു നല്ല മെത്തേഡ് അല്ല. ബാക്ക് ലിങ്കുകൾ വേണം, അത് ആവശ്യമുള്ളത്, ക്വാളിറ്റി ഉള്ളത്, അത് നമുക്ക് പിന്നീട് പറയാം, അത് ആവശ്യം. പക്ഷെ സൈറ്റ് കോൺക്രീറ്റ് പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു സൈറ്റ് ആണെങ്കിൽ, അതായത് എന്ത് ഗൂഗിളിന്റെ അല്ലെങ്കിൽ ആരുടെയോ എന്ത് അപ്ഡേഷനും അൽഗോരിതം അപ്ഡേഷൻ വന്നു കഴിഞ്ഞാലും എന്ത് വന്നാലും നമ്മുടെ സൈറ്റിൽ കോൺക്രീറ്റ് പോലെ ഉറച്ചു നിൽക്കുന്ന സൈറ്റുകൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി. പതുക്കെയാണെങ്കിൽ പതുക്കെ ഇത്തരം സൈറ്റുകളുടെ നമ്പർ 1 ലക്ഷണം എന്ന് പറയുന്നത് ആ സൈറ്റിന്റെ മൂവ്മെന്റ്, റാങ്കിങ് ഇറ്ററേഷൻസ് ഒക്കെ നടക്കുമ്പോൾ അതിന്റെ പൊസിഷൻസ് ഒക്കെ മൂവ് ചെയ്യുന്നത് അത് ഗ്രാജുവൽ ആയിരിക്കും. ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് അതൊക്കെ ഈ ഇത്തരം ബാക്ക് ലിങ്കുകളുടെ അല്ലെങ്കിൽ അഡീഷണൽ പെട്ടെന്ന് ഫാക്ടർ ഏതോ ഒരു ഫാക്ടറൊക്കെ കുത്തിക്കേറുമ്പോഴാണ് ശരിക്കും ഭയങ്കര ഫ്ലക്ച്വേഷൻസ് സംഭവിക്കുന്നത്. അപ്പോ ഈ കോൺക്രീറ്റ് പോലെ ഉറച്ചിക്കുക എന്ന് പറഞ്ഞിട്ടല്ലോ, അവിടെ നിങ്ങൾക്ക് ഒരു കാര്യം എത്ര പേര് ശ്രദ്ധിച്ചണമെന്ന് അറിയാൻ പറ്റില്ല. 2 ടൈപ്പിൽ ഇറ്ററേഷൻ, റാങ്കിങ് ഇറ്ററേഷൻസ് നെറ്റിൽ സംഭവിക്കും, ഗൂഗിളിൽ സംഭവിക്കും. ഒന്ന് സൈറ്റ് വൈഡ് ഇറ്ററേഷൻ ആണ്. സൈറ്റ് വൈഡ് ഇറ്ററേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗൂഗിളിൽ ഇടക്കിടക്കിടക്ക് പല കീവേഡുകൾക്കും പെട്ടെന്ന് റാങ്കിങ് ഡെലിവറി ചെയ്യണമല്ലോ. അതായത് ഒരാൾ കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ ആ സമയത്ത് ഇരുന്ന് ആ കീവേഡിന് വേണ്ടി സകല അൽഗോരിതങ്ങൾ റൺ ചെയ്തിട്ടല്ല ഗൂഗിൾ കാണിക്കുന്നത്. ഗൂഗിൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു കീവേഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാണിക്കണം എന്നുള്ളത് കുറച്ചുകൂടി ഇന്ത്യൻ്റെ കുറച്ച് വേറെ കസ്റ്റമൈസേഷൻ ഉണ്ട്. എന്നാലും നോർമലി എന്ത് കാണിക്കണം, അതിന് എന്തൊക്കെ സ്കോറുകൾ അസൈൻ ചെയ്ത് വെക്കാം എന്നുള്ളതൊക്കെ കുറെ സ്കോറുകളൊക്കെ അസൈൻ ചെയ്ത് വെച്ചിട്ട് ഓരോ സെർച്ചിനും വേണ്ടിയിട്ടുള്ളത് ഗൂഗിൾ ഇടക്കിടക്ക് പ്രിപ്പയർ ചെയ്യും. അപ്പൊ അത് ഗൂഗിൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഗൂഗിളിന് അറിയാം ഇടക്കിടക്ക് അത് അപ്ഡേറ്റ് ചെയ്യണ്ടേ. അതുകൊണ്ട് തന്നെയാണ് ഇടക്കിടക്ക് ഗൂഗിൾ ആ റിസൾട്ടുകൾ അപ്ഡേറ്റ് ചെയ്യും, ഓരോ കീവേഡിനുള്ള റിസൾട്ടുകൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നിങ്ങൾ ചില സമയത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ഒരു പർട്ടിക്കുലർ കീവേഡിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ കീവേഡ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ സൈറ്റിന്റെ പൊസിഷൻ മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ മുകളിലേക്ക് അല്ല താഴേക്ക് മാറിയിട്ടുണ്ടാവും. രണ്ടാമത് നമ്മൾ ഒരു കാര്യം കൂടി വെച്ചാൽ മനസ്സിലാവും, നമ്മളുടെ സൈറ്റ് മാത്രം ഒരിക്കലും മാറിയിരിക്കണം, വേറെയും പല സൈറ്റുകളുടെയും പൊസിഷൻ ചേഞ്ച് ആയിരിക്കണം കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ആരെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അത് എല്ലാ ദിവസവും സംഭവിക്കുന്നില്ല, ഇടയ്ക്കൊക്കെ എനിക്ക് സംഭവിക്കുന്നത്. ചിലപ്പോൾ മാസത്തിലൊരിക്കലും അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോഴൊക്കെ എനിക്ക് അത് സംഭവിക്കുന്നത്. ആരെങ്കിലും ശ്രദ്ധിച്ചവരുണ്ടോ? ആൻഡ്രൈസ് ചെയ്യുമോ? കുറെ അധികം സൈറ്റുകളുടെ പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും. യെസ്, കുറച്ച് പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളാം. കുറെ പാറ്റേൺസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ ഒരു പർട്ടിക്കുലർ കീവേഡിന് നമ്മുടെ സൈറ്റിൽ ചിലപ്പോൾ ഒറ്റയടിക്ക് നമ്മുടെ കീവേഡ് ആ ഒരു പൊസിഷൻ നമ്മുടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും, വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. വേറെ സൈറ്റുകളുടെ ചിലപ്പോൾ താഴേക്ക് പോയിട്ടുണ്ടാവും, അങ്ങനെ മാറിയിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും നമ്മൾക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും, നമ്മളുടെ സൈറ്റിലെ മറ്റ് കീവേഡുകൾക്ക് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. ഇതൊരു സിനാരിയോ ആണ്. മറ്റ് കീവേഡുകൾക്ക് ഒരു സ്ഥാനമാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഓരോ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഒരു കീവേഡ് വൈസ് ഇറ്ററേഷനാണ് ഗൂഗിൾ അവിടെ നടത്തിയിരിക്കുന്നത്. അതായത് ഗൂഗിളിന്റെ റാങ്കിങ് ഇറ്ററേഷൻ പല വിധത്തിലാണ് നടക്കുന്നത്. അതിനകത്ത് ഒരു ടോപ്പിക്കൽ അല്ലെങ്കിൽ കീവേഡ് വൈസ് ഇറ്ററേഷൻ നടത്തും ഗൂഗിൾ. ഇടയ്ക്ക് റാൻഡമായിട്ട് അത് പോപ്പുലർ ആയിട്ടുള്ളതും വളരെ എന്താ പറഞ്ഞ അർജൻസിയൊക്കെ അനുസരിച്ചാണ് ഗൂഗിൾ തീരുമാനിക്കുക. ഇപ്പൊ നമ്മുടെ കേരള ബേസ്ഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് കുറവായിരിക്കും, അർജൻസി കുറവായിരിക്കും. അപ്പൊ ഗൂഗിൾ വല്ലപ്പോഴും ആയിരിക്കും അത് ഇറ്ററേറ്റ് ചെയ്യുക, മാസത്തിലോ 2 മാസത്തിലോ ഒരിക്കലൊക്കെ ആയിരിക്കും കീവേഡ് വൈസ് ഇറ്ററേഷൻ ചെയ്യുക. പക്ഷെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ SEO ചെയ്യുന്ന വെബ്സൈറ്റുകളിൽ മോസ്റ്റ്ലി വലിയ ടോപ്പിക്കിൽ PRP പോലത്തെ അങ്ങനത്തെ ആണെങ്കിൽ മോസ്റ്റ്ലി വീക്കിലി തന്നെ ഇറ്ററേഷൻ നടക്കും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാട്ടെ നമ്മുടെ അതോട് കിടക്കേണ്ടതില്ല. അപ്പൊ അങ്ങനത്തെ സമയത്ത് നമ്മളുടെ വെബ്സൈറ്റിലെ ഒരു പർട്ടിക്കുലർ കീവേഡിനൊക്കെ നമ്മുടെ പൊസിഷൻ മാറും. മറ്റു കീവേഡുകൾക്ക് നമ്മളുടെ പൊസിഷൻ ഏതാണ്ട് അവിടെ തന്നെയായിരിക്കും, വലിയ മാറ്റം ഉണ്ടാവുന്നത് കാണാൻ പറ്റില്ല. ഇതൊരു ടൈപ്പ് ഇറ്ററേഷൻ. മറ്റൊരു ടൈപ്പ് ഇറ്ററേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വെബ്സൈറ്റിന് എൻഡിയർ ആയിട്ട് ഒരു മാറ്റം കാണാൻ പറ്റും. ഇത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ വെബ്സൈറ്റിന് എൻഡിയർ ആയിട്ട് ഒരു മാറ്റം, നമ്മുടെ വെബ്സൈറ്റിൽ ഒരുമാതിരിപ്പെട്ട എല്ലാം എന്ന് പറയുന്നില്ല, 100% ചിലപ്പോൾ ഒരു 70-80% കീവേഡുകൾ എല്ലാം കൂടി ഒരുമിച്ച് ഒരു ഉയർച്ച അല്ലെങ്കിൽ താഴ്ച, ഇങ്ങനെയും ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
മറ്റു വെബ്സൈറ്റുകൾക്ക് ആ സമയത്ത് വലിയ മാറ്റമൊന്നും കാണാൻ പറ്റില്ല. മറ്റു വെബ്സൈറ്റിലൊക്കെ ഏതാണ്ട് അതേ പൊസിഷനിൽ തന്നെ നിൽക്കുന്ന കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ വെബ്സൈറ്റിന് മൊത്തത്തിൽ ഒരു മാറ്റം കാണാൻ പറ്റും. നമ്മുടെ വെബ്സൈറ്റിലെ കുറെ കീവേഡ്സ് ഒറ്റയടിക്ക് മുകളിലേക്ക് പോകുന്നു, അല്ല കുറെ കീവേഡ്സ് ഒറ്റയടിക്ക് താഴേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് സെറ്റിലെ കുറെ കീവേഡ്സുകൾ മാത്രം മുകളിലേക്ക് പോകുന്നു. വേറെ പർട്ടിക്കുലർ ടൈപ്പ് കീവേഡുകൾക്ക് ചിലപ്പോൾ സ്ഥാനമാറ്റം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ഥാനം കുറഞ്ഞതായിട്ടൊക്കെ ഉണ്ടാവും. ഈ ടൈപ്പ് ഞാൻ ഈ പറഞ്ഞ സെക്കൻഡ് സിനാരിയോ ശ്രദ്ധിച്ചവരാരെങ്കിലും ഉണ്ടോ? നമ്മുടെ വെബ്സൈറ്റിലെ കുറെ കീവേഡുകൾക്ക് കുറെ സാധനങ്ങൾ ഒരേ സമയം ഒറ്റ ദിവസം കൊണ്ട് ഒരു മാറ്റം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് അനുഭവത്തിൽ വന്നിട്ടുണ്ടോ ആരുടെങ്കിലും? ആർക്കുമില്ല. ഉണ്ട്. യെസ്, കുറച്ച് പേർക്കുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഇവിടെ സംഭവിച്ചത് സൈറ്റ് വൈഡ് ഇറ്ററേഷൻ ആണ് നടന്നിരിക്കുന്നത്. അതായത് ഗൂഗിള് കീവേഡും ടോപ്പിക് വൈസും മാത്രമല്ല ചില സൈറ്റുകളുടെ ഇറ്ററേഷൻ നടത്തും. ആ സൈറ്റിന്റെ മാത്രം ആയിരിക്കും അന്ന് നടത്തുന്നത്. ആ സൈറ്റിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്നത്തെ ദിവസം മാറും. ചിലപ്പോ ഒരു സെറ്റ് ഓഫ് കീവേഡ്സിന് മാറും, ചിലപ്പോ ആ സൈറ്റ് വണിഷ്ടായി പോകും. ഇങ്ങനെ പലതും സംഭവിക്കും. സൈറ്റ് വരെ ഇറ്ററേഷൻ നടത്തും. അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന ഏരിയ എവിടെ നിന്ന് സൈറ്റ് വൈഡ് ഇറ്ററേഷൻ ആണ് നമുക്ക് ഇവിടെ ഇതാവുന്നത്. ഈ സൈറ്റ് വൈഡ് ഇറ്ററേഷനിൽ നമ്മളുടെ ഒരു സെറ്റ് ഓഫ് കീവേഡ്സുകൾ കുതിക്കിയാൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ സംബന്ധിച്ച് നമ്മുടെ വെബ്സൈറ്റിൽ ചില കീവേഡുകളും ചില പേജസും കുതിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും ആവട്ടോ. ഞാൻ പറഞ്ഞ മുകളിലേക്കോ താഴേക്കോ എങ്ങോട്ടാണ് ഭയങ്കരമായ സ്ഥാനചലനം സംഭവിക്കുന്ന ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറേയധികം കാര്യങ്ങൾ ഗൂഗിളിന് ട്രിഗർ ചെയ്യുമ്പോഴാണ്. കുറെ സിഗ്നൽസ് ഉണ്ട് അതിന്റെ ബാക്കിൽ വരുന്നത്. അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്കൽ റെലവൻസി നമ്മൾ മുമ്പത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞതാണ്. ടോപ്പിക്കൽ റെലവൻസി ഞാൻ പറഞ്ഞു, അതൊരു ഡോക്യുമെന്റിനാണ്, ഒരൊറ്റ ഡോക്യുമെന്റിന് മാത്രമാണ് ടോപ്പിക്കൽ റെലവൻസി ബാധകമാകുന്നത്. എന്റെ സൈറ്റിനല്ല ടോപ്പിക്കൽ റെലവൻസി കൂട്ടുന്നത് ഡോക്യുമെന്റ് വൈസിനാണ്. എന്റെ സൈറ്റിന് ബാധകമാകുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടോപ്പിക്കൽ അതോറിറ്റിയാണ്. ടോപ്പിക്കൽ അതോറിറ്റിയും ഈറ്റിന്റെ കുറെ ഭാഗങ്ങൾ തന്നെയാണ്. ഈ ടോപ്പിക്കൽ അതോറിറ്റി തന്നെയാണ് വേറൊരു ഭാഗത്ത് ഈറ്റിലേക്ക് എത്തുന്നത്. ഈറ്റ് നമുക്കത് പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും. ഇപ്പൊ അതിനെ വിട്ടേക്കാം, ഈറ്റിനുള്ളത് നമുക്ക് തൽക്കാലം മറക്കാം. അപ്പൊ ടോപ്പിക്കൽ അതോറിറ്റി എന്നുള്ളൊരു സംഭവമാണ് ശരിക്കും ഒരു വെബ്സൈറ്റിന്റെ ഓവറോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ മൊത്തത്തിലുള്ള ഒരു വെയിറ്റേജ്, സെർച്ചിലെ വെയിറ്റേജിനെ തീരുമാനിക്കുന്നത് ഇവനാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചില സമയങ്ങളിൽ സൈറ്റ് വൈഡ് ഇറ്ററേഷൻ നടക്കുമ്പോൾ നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കില് മൊത്തത്തിൽ സ്ഥാനചലനം നമ്മുടെ സൈറ്റിന് ഉണ്ടാവുകയാണെങ്കിൽ അത് ഹിന്റ് ചെയ്യുന്നത് നമ്മുടെ സൈറ്റിന്റെ ടോപ്പിക്കൽ അതോറിറ്റി, ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അതോറിറ്റി സ്കോർ ചേഞ്ച് ചെയ്തു എന്നാണ്. അത് ചിലപ്പോൾ താഴേക്ക് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ മുകളിലേക്ക് കയറിണ്ടാവും. മുകളിലേക്ക് കയറി എന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് നമ്മുടെ സൈറ്റിൽ എഴുതിയിരിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഡോക്യുമെന്റ്സ്, എല്ലാ ഡോക്യുമെന്റ് എന്ന് പറയുന്നില്ല, മോശമായ കണ്ടന്റ് എഴുതിയാൽ അപ്പോൾ അത് റാങ്ക് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ടോപ്പിക്കൽ അതോറിറ്റി നമ്മൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്കിനെ സംബന്ധിച്ച് നമ്മുടെ വെബ്സൈറ്റിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ കീവേഡുകളും ഒറ്റയടിക്ക് ഇംപ്രൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതവിടെ നിൽക്കട്ടെ. നമുക്ക് പിന്നെ എന്താണ് ഈ ടോപ്പിക്കൽ അതോറിറ്റി എന്ന് പറയാം ആദ്യം. അപ്പൊ ടോപ്പിക്കൽ റെലവൻസി നമ്മൾ പറഞ്ഞു, ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനോട് എത്രത്തോളം റെലവെന്റ് ആണ് ഒരു ഡോക്യുമെന്റ് എന്നുള്ളതാണ്. അവിടെ നമ്മുടെ എൻഡിറ്റി വൈസും മറ്റു കാര്യങ്ങളൊക്കെ കുറെ നമ്മൾ പറഞ്ഞതാണ്. അത് അവിടെ നിൽക്കട്ടെ. ടോപ്പിക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്, ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നമ്മളുടെ വെബ്സൈറ്റ് എത്രത്തോളം അതോറിറ്റേറ്റീവ് ആണ്, നമ്മൾ എത്രത്തോളം നമ്മൾ അതിനകത്ത് അതോറിറ്റി ഉണ്ട്, നമ്മൾ എത്രത്തോളം ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾക്കറിയാം, ആ ടോപ്പിക്കിൽ നമ്മൾ എത്രത്തോളം അഗ്രഗണ്യരാണ്, ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എത്രത്തോളം വിശദമായി നമ്മുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നു, ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എത്രത്തോളം ആഴത്തിൽ ഇൻഡെപ്ത് വെൽ റിസർച്ച്ഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നു, ആ ടോപ്പിക്കിനെ കുറിച്ച് പറയാവുന്ന അത്രത്തോളം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, ആ ടോപ്പിക്കിനെ കുറിച്ച് ആളുകൾക്ക് അറിയേണ്ടതായിട്ടുള്ള പല പെയിൻ പോയിന്റ്സുകളും പല കാര്യങ്ങളും ഉണ്ട്, അതിനെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ പരാമർശിച്ചിട്ടുണ്ടോ. ഇതിങ്ങനെയെല്ലാം വരുമ്പോഴാണ് നമ്മുടെ ഒരു വെബ്സൈറ്റ് ആ പർട്ടിക്കുലർ ടോപ്പിക്കിൽ നമ്മൾ അതോറിറ്റീവ് ആകുന്നത്. അപ്പൊ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞു, ഏറ്റവും ആദ്യത്തെ സൺഡേ ക്ലാസ്സിൽ അതായിരുന്നുണ്ടായിരുന്ന ഒരു 2-3 ആഴ്ച മുമ്പത്തേനും തോന്നുന്നു. ഇല്ലാത്തവരത് കണ്ടുവെക്കുക. ടോപ്പിക് എന്താണെന്നുള്ളത്, ടോപ്പിക് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് കീവേഡ്സ് ആണ്. ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് SEO. എന്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ ചോദിക്കുന്നത് SEO ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ആ വെബ്സൈറ്റിന്റെ ബിസിനസ്സിനെ നമ്മൾ മനസ്സിലാക്കണമല്ലോ. ക്ലൈന്റ് ആയിട്ടും മറ്റേ ബിസിനസ്സിനെ മനസ്സിലാക്കിയിട്ട്
എന്താണ് ആ വെബ്സൈറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് ഞാൻ പറയുള്ളൂ. ഇത് എളുപ്പമല്ല. നിങ്ങൾ കേൾക്കുന്ന പോലെ ടോപ്പിക് ഒക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആണെങ്കിലും എന്തിന്റെ ആണെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചിലപ്പോൾ ടോപ്പിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരിക്കും, ചിലപ്പോ അതിനപ്പുറം വേറൊരാൾക്ക് തോന്നുന്ന മാർക്കറ്റിംഗ് ആയിരിക്കും. പക്ഷെ നന്നായിട്ട് ആലോചിക്കുന്നവർ മനസ്സിലാവും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ടോപ്പിക്. ഇത് നമ്മൾ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ, അപ്പൊ ഈ ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് ഞാൻ പറയും. ഓക്കെ, ടോപ്പിക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വെബ്സൈറ്റ് റാങ്ക് ചെയ്യേണ്ടത് ഏത് ടോപ്പിക്കിലാണ്. ടോപ്പിക് എന്ന് ഞാൻ പറഞ്ഞാൽ കളക്ഷൻ ഓഫ് കീവേഡ്സ് ആണ്, സെറ്റ് ഓഫ് കീവേഡ്സ് ആണ്. 10, 100, 500, 1000 കീവേഡ്സ് ഒക്കെ വരാം അതിനകത്ത്. ഇതെല്ലാം ചേർന്നിറങ്ങുന്നതാണ് ഒരു ടോപ്പിക്. അപ്പൊ ആ ടോപ്പിക് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഈ ടോപ്പിക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത സ്റ്റേജ് ആണ് നമ്മൾക്ക് ആ ടോപ്പിക്കിൽ നമ്മൾക്ക് അതോറിറ്റീവ് ആകണം. ബേസിക്കലി ആ ടോപ്പിക്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഒരു അതോറിറ്റി ആയി മാറണം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഇലക്ട്രിക് സ്കൂട്ടർ എന്നുള്ള ഒരു ടോപ്പിക് ആണെങ്കിൽ ആ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന ടോപ്പിക്കിൽ നമ്മുടെ വെബ്സൈറ്റ് അതോറിറ്റി ആകണം. അല്ലെങ്കിൽ ഗൾഫിൽ അല്ലാതെ UAE അല്ല ദുബായിൽ ബിസിനസ് ചെയ്യുക, ദുബായിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളത് ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് വരാവുന്ന ഇഷ്ടംപോലെ സബ് ടോപ്പിക്സുകളുണ്ട്. ഒരു ടോപ്പിക്കിന് കീഴേ ഇഷ്ടംപോലെ സബ് ടോപ്പിക്കുകളുണ്ട്. അതിനകത്ത് വരാവുന്ന സബ് ടോപ്പിക്കുകൾ എന്താണ്? ദുബായിൽ ബിസിനസ് തുടങ്ങാൻ എവിടെയോ ഓഫീസ് സ്പേസ് കിട്ടും. അപ്പോഴും ദുബായിൽ ബിസിനസ് തുടങ്ങിയാണ് ടോപ്പിക്ക്. പക്ഷെ അടിയിലെ ടോപ്പിക് എന്താണ്? ദുബായിൽ ബിസിനസ് തുടങ്ങാൻ എവിടെയാണ് കുറച്ച് വില കുറഞ്ഞ ഓഫീസ് കിട്ടുക, ദുബായിൽ ബിസിനസ് തുടങ്ങാൻ എന്തെല്ലാം ഡോക്യുമെന്റ്സ് വേണം, ഇന്ത്യയിലെ ഒരാൾക്ക് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ദുബായിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുമോ മറ്റൊരാൾക്ക്, ദുബായിൽ ഒരു ബിസിനസ് ചെയ്യാൻ അവിടുത്തെ ടാക്സ് ലാബുകൾ എങ്ങനെയാണ്, അങ്ങനെ ഉള്ള ഓരോ അന്വേഷണവും നമ്മുടെ ഭാഷയിൽ ഓരോ ബ്ലോഗ് പോസ്റ്റുകളാണ്. ഇത് ഓരോ അന്വേഷണത്തിനും ബാക്കിലെ ടോപ്പിക് എന്താ? ദുബായിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. ദുബായ് എന്നുള്ളതല്ല. ദുബായ് എന്ന ടോപ്പിക്ക് അതിന്റെ മുകളിൽ വരുന്നതാണ്. ദുബായ് എന്ന ടോപ്പിക്കിന്റെ ഉള്ളിൽ സബ് ടോപ്പിക്കുകൾ എന്തൊക്കെയാകാം? ഇഷ്ടംപോലെ സബ് ടോപ്പിക്കുകളാണ് ദുബായ് എന്നുള്ള ഇതിനൊക്കെ. അപ്പൊ നമ്മളുടെ ഒറ്റ അടുത്ത് നിൽക്കുന്ന ടോപ്പിക് അവിടെ ദുബായിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വിൽക്കുന്ന ഒരു കമ്പനിക്ക് അവനോട് ഏറ്റവും അടുത്ത ടോപ്പിക് വേറെ സംശയമൊന്നുമില്ല, ഇലക്ട്രിക് ടൂ വീലർ എന്നുള്ളതാണ്. അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി ഇതായിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ടൂ വീലർ എന്നുള്ളത്, പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള ടൂ വീലർ, ഇലക്ട്രിക് ടൂ വീലർ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെയും അതിന്റെ മുകളിൽ നിൽക്കുന്നതാണ് ഇലക്ട്രിക് വെഹിക്കിൾ. ഇതൊക്കെയാണ് അവനോട് അടുത്ത് നിൽക്കുന്ന ടോപ്പിക്. അല്ലാതെ ടൂ വീലർ എന്നുള്ളതോ വെഹിക്കിൾ എന്നുള്ളതോ അല്ല അവന്റെ അടുത്ത് നിൽക്കുന്ന ടോപ്പിക്. അവനോട് അടുത്ത് നിൽക്കുന്ന ടോപ്പിക് ഇതാണ്. അപ്പൊ ഈ ടോപ്പിക് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോ ദുബായിൽ ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ ടോപ്പിക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഈ ടോപ്പിക്കിൽ നമ്മൾ അതോറിറ്റി ആയി തീരണം. അതോറിറ്റി ആയിട്ട് തീരുക എന്ന് പറഞ്ഞതിന് ഉത്തരം നേരെ കിടക്കുന്ന ഉത്തരവാണ്, വേറെ അധികം കാര്യങ്ങളൊന്നുമില്ല. ആ ടോപ്പിക്കിനെ സംബന്ധിച്ച് ലെഫ്റ്റ് റൈറ്റ് കണ്ടന്റ്സ് നമ്മുടെ സൈറ്റിൽ വേണം. ലെഫ്റ്റ് റൈറ്റ് കണ്ടന്റ്സ് എല്ലാം നമ്മൾക്ക് വേണം. എല്ലാം എന്ന് പറഞ്ഞാൽ വെറുതെ ബ്ലാ 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 എന്ന് എഴുതാനല്ല പറയുന്നത്, അതായിട്ട് പറഞ്ഞു തരാം. എന്തായാലും ആ ടോപ്പിക്കിനെ സംബന്ധിച്ച് ആളുകൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നത്, ആളുകൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ആളുകൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ, നിലവിൽ മാർക്കറ്റിലുള്ള പെയിൻ പോയിന്റ്സുകൾ, മറ്റുള്ളവർ അതിനെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഇൻഡെപ്ത് റിസർച്ച് ആർട്ടിക്കിൾ, വരാനിരിക്കുന്ന ഇൻഫോർമേഷൻസ്, അങ്ങനെ തുടങ്ങിയ എല്ലാം നമ്മൾക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ടുവരുമ്പോഴാണ് ഈ വെബ്സൈറ്റ് ആ ഒരു ടോപ്പിക്കിൽ അതോറിറ്റി ആയി എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞത്രയും ക്ലിയർ ആണ്? ഒരു ടോപ്പിക്കിൽ ഒരു വെബ്സൈറ്റ് അതോറിറ്റി ആയി എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ക്ലിയർ ആണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞത്ര കാര്യത്തില്? എന്തായാലും ചോദിച്ച് പറഞ്ഞു പോകട്ടോ. ഞാൻ വേറെ വലിയ സ്ലൈഡുകളൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. കാരണം സ്ലൈഡ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ച് എന്നെ ഗാമ ചതിച്ച്. കാരണം ഒന്നാമത്തെ സമയം കിട്ടിയില്ല. ഇന്ന് 3-4 കോളുകൾ ഉണ്ടായിരുന്നു. 3-5 കോള് കഴിഞ്ഞപ്പോൾ തന്നെ സമയം പോയി. ഞാൻ ഗാമയിലിട്ടൊരു പവർ പോയിന്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഗാമോ വല്ലാതെ ചതിച്ചു കളഞ്ഞു. വേണ്ടാത്ത ഒരു പവർ പോയിന്റ്. അതിന്റെ പറയും. സാർ എനിക്ക് ക്ലിയർ ആയില്ലായിരുന്നു കേട്ടോ, ബ്രേക്ക് ആയി പോകുന്ന ഇടയ്ക്ക് സാറിന്റെ വോയിസേ. അയ്യോ, ആണോ? അല്ല, ബ്രേക്ക് ആവുന്നുണ്ടോ സൗണ്ട്? എനിക്ക് ലാസ്റ്റ് അത് എനിക്ക് മാത്രമാണോ അതോ ലാസ്റ്റത്തെ കുറെ എനിക്ക് എല്ലാവർക്കും ഉണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ടോ? ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ. അപ്പോ ബ്രേക്ക് ആവുന്നില്ല, ക്ലിയർ ആണ്. ഓക്കെ.
ഞാനൊന്ന് മാറിക്കാം സാർ. ലാസ്റ്റ് പോയിന്റ് ഒന്നും കൂടി ഒന്ന് പറയാവോ സാർ? ഏറ്റവും ലാസ്റ്റ് ഞാൻ പറഞ്ഞ എന്താണെന്ന് ഞാൻ തന്നെ ഓർത്തെടുക്കേണ്ടി വരും കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു ഒഴുക്കിന് പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ഏതൊരു വെബ്സൈറ്റ് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ക്ലയന്റ് ആയിട്ട് അതിന്റെ ബിസിനസ് നടത്തുന്ന ആൾക്കാരായിട്ട് സംസാരിക്കുക, ആ ബിസിനസിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മനസ്സിലാക്കി കഴിഞ്ഞാല് അവരുടെ ബിസിനസ്സായിട്ട് അലൈൻഡ് ആയിട്ട് നിൽക്കുന്ന ആ ടോപ്പിക് എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ദുബായില് ഒരു ടാക്സ് കൺസൾട്ടേഷൻ സർവീസ്, ദുബായിൽ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് സർവീസ്, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെയൊക്കെ ടോപ്പിക്ക് എന്താണെന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും പല ടൈപ്പ് ഓരോരുത്തരുടെയും മനോധർമ്മം ഉണ്ടാവും. ഇവിടെ ഞാൻ പറഞ്ഞു എഴുതി വെക്കപ്പെട്ട പ്രത്യേക തിയറികളൊന്നുമില്ല, ഓരോരുത്തരും മനോധർമ്മമാണ്. ചിലപ്പോൾ 10 SEOക്കാർ ഇരുന്നാൽ 10 ടോപ്പിക് ആയിരിക്കും 10 ആൾക്കാർക്ക് തോന്നുന്നത്. ഒരാൾക്ക് തോന്നും ദുബായ്, അതാണ് ടോപ്പിക്. വേറൊരാൾക്ക് തോന്നും ബിസിനസ് ചെയ്യുക, അതാണ് വേറൊരാൾക്ക് തോന്നുന്ന ടോപ്പിക്. വേറൊരാൾക്ക് തോന്നും ദുബായിൽ ബിസിനസ് ചെയ്യുക, അതാണ് ടോപ്പിക്. വേറൊരാൾക്ക് തോന്നും ടാക്സ് കൺസൾട്ടേഷൻ സർവീസ് എന്നുള്ളതാണ് അയാൾക്ക് തോന്നുക. ഇത് ഓരോരുത്തർക്കും തോന്നാം. ചിലവരുടെ കയ്യിൽ നിന്ന് പോകും, ചിലവരുടെ കറക്റ്റ് ആയിട്ട് വരും. അവിടെ നിങ്ങൾ കൂടുതൽ ചിന്തിക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ടാക്സ് കൺസൾട്ടേഷൻ സർവീസ് എന്നുള്ള ടോപ്പിക് ഒരാളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അത് വേറൊരു സർവീസ് ആ കമ്പനിയുടെ കയറി വന്നാൽ ഇതിന്റെ വെളിയിൽ പോയി അവൻ പറഞ്ഞ ടോപ്പിക്കിന്റെ വെളിയിലായിരിക്കും. ഇപ്പൊ ബിസിനസ് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് ഓഫീസ് സൗകര്യം ഒരുക്കുന്ന ഒരു സർവീസ് കൂടി ഈ കമ്പനിക്ക് ഉണ്ടെങ്കിൽ ഇവൻ ഉദ്ദേശിച്ച ടോപ്പിക്കിന് വെളിയിലാണത്, അവിടെ മാച്ച് ആവില്ല. ദുബായ് എന്നുള്ള ഒരു ടോപ്പിക്ക് ഒരുത്തൻ മനസ്സിൽ ധ്യാനിച്ചിട്ട് ദുബായ് എന്നതിൽ അതോറിറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അവന്റെ നല്ലൊരു സമയവും എഫർട്ടും അവൻ വെറുതെ കളയും. കാരണം എന്താ വെച്ചാൽ ദുബായ് എന്നത് എന്ത് വലിയ എൻറ്റിറ്റിയാ. അതിന്റെ കീഴിൽ ദുബായ് ടൂറിസം ഉണ്ട്, ദുബായിലെ ജോബ്സ് ഉണ്ട്, ദുബായിൽ അതുണ്ട്, ദുബായിൽ ഇതുണ്ട്, പല 150 കാര്യങ്ങളുണ്ട്. അവിടെയുള്ള സകല കാര്യത്തെ കുറിച്ച് എഴുതിയാലാണ് ദുബായിന്റെ എൻറ്റിറ്റി അതോറിറ്റി ആകാൻ പറ്റുക. അത് അവനെ സംബന്ധിച്ച് എഫർട്ട് കൂടുതലാണ്. ഇതാണ് ചില കാര്യങ്ങളിൽ നമ്മുടെ അനാവശ്യമായിട്ടുള്ള എഫർട്ട് വരുന്നത്. പക്ഷെ ഇതേ സ്ഥലത്ത് ദുബായിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളത്, ബിസിനസ് എന്നുള്ളത് മാത്രം ആലോചിച്ചാലും ഒരു എൻറ്റിറ്റി വേറൊരുത്തരെ ആലോചിക്കുന്ന ബിസിനസ് എന്ന ടോപ്പിക്കാണെന്ന് വിചാരിക്കുക. അതിനകത്ത് അതോറിറ്റി ആവാൻ ശ്രമിക്കുക. അവൻ ലോകത്തുള്ള സകല കാര്യങ്ങളെ കുറിച്ച് എഴുതണം. ദുബായിലെ ബിസിനസിനെ കുറിച്ച് മാത്രമല്ല, അവൻ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ERP-നെ കുറിച്ച്, MBA-നെ കുറിച്ച്, മാനേജ്മെന്റിനെ കുറിച്ച് എല്ലാം പറയേണ്ടി വരും. പക്ഷെ ദുബായിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ അവന് ക്ലിയർ ആവും. അതാണ് ശരിക്കും ഈ ബിസിനസിനെ അലൈൻഡ് ആയിട്ട്. അപ്പൊ ദുബായിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ടോപ്പിക്. അപ്പൊ നമ്മുടെ SEOക്കാരുടെ ആദ്യത്തെ ജോബ് പലവിധ റിസർച്ചുകളും നടത്തിയ ശേഷം ഈ വെബ്സൈറ്റിലെ ടോപ്പിക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു വെബ്സൈറ്റ് പലപ്പോഴും ഒരു ടോപ്പിക്കിൽ തന്നെ അവിടെ നിന്ന് ഇല്ല കേട്ടോ. ഞാനിപ്പോ എക്സാമ്പിൾ പറയുന്ന ഒരു ടോപ്പിക്കും ചില വെബ്സൈറ്റുകൾ മൾട്ടിപ്പിൾ ടോപ്പിക്സ് വരും, മൾട്ടിപ്പിൾ നീഷേഴ്സിൽ റാങ്ക് ചെയ്യേണ്ട സൈറ്റുകൾ വരും. അപ്പൊ മൾട്ടിപ്പിൾ ടോപ്പിക്സ് ആയിരിക്കും. എന്തായാലും ഒരു വെബ്സൈറ്റിലെ ഒരു മെയിൻ ആയിട്ട് നിൽക്കുന്ന, പ്രൈമറി ആയിട്ട് നിൽക്കുന്ന മെയിൻ ടോപ്പിക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചടങ്ങ്. ഞാൻ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ എടുക്കേണ്ടത് ഈ ഒരു സംഭവത്തിലാണ്. ചിന്തിക്കേണ്ടത് ഇതിന് വേറെ നിങ്ങളുടെ ആരും ഒന്നും ഹെൽപ്പില്ല. നിങ്ങളുടെ മനോധർമ്മം പോലെ ഇരിക്കും, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇരിക്കും. അല്ലാതെ പ്രത്യേകിച്ച് ടൂളൊന്നുമില്ല ഇതിനകത്ത്. എന്ത് ടോപ്പിക്കാണ് നമ്മൾ കണ്ടുപിടിക്കുക, ടോപ്പിക് കണ്ടുപിടിക്കുക, അത്ര തന്നെ. നിതീഷിന് ക്ലിയർ ആണോ? ഈ പറഞ്ഞതുപോലെ ക്ലിയർ ആണോ? ടോപ്പിക് കണ്ടുപിടിക്കുക ക്ലിയർ ആണ് സർ. രണ്ടാമത്തെ സ്റ്റേജ് ആണ് നിങ്ങൾ പലരും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോസ്റ്റ്ലി ഞാൻ ഈ പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ പലരും ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേജ് ആയിരിക്കും ഏതൊരു സൈറ്റ് കിട്ടിയാലും ആദ്യം കയറി ചെയ്യുന്നത്. അവിടെയാണ് പിഴയ്ക്കുന്നത്. ഈ ടോപ്പിക് ഫൈൻഡ് ഔട്ട് ചെയ്യാത്തതാണ് പ്രശ്നം. രണ്ടാമത്തെ സ്റ്റേജ് ആണ് നിങ്ങളുടെ വെബ്സൈറ്റിൽ എന്ത് ബ്ലോഗുകൾ എഴുതണം എന്ന് തീരുമാനിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് കുറെ പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യം ഇതായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. മിക്കവാറും ആൾക്കാരിൽ ഞാൻ കണ്ടിരിക്കുന്നത് ആദ്യമേ ബ്ലോഗുകളുടെ ഒരു ഐഡിയ ഉണ്ടാവും, ബ്ലോഗ് പോസ്റ്റുകൾ ഉണ്ടാക്കും. പക്ഷെ ഈ ബ്ലോഗ് പോസ്റ്റുകൾ ചേർന്നിട്ട് കളക്റ്റീവായിട്ട് ഒരു ടോപ്പിക്കിനെ കവർ ചെയ്യുന്നതാണോ എന്ന് ചിന്തിക്കാറില്ല. അതായത് ആദ്യം ടോപ്പിക്ക് തീരുമാനിക്കുക, ആ ടോപ്പിക്ക് ഒരു ട്രീ പോലെ ആലോചിച്ച് നോക്കുക. ഒരു ടോപ്പിക്ക് തീരുമാനിക്കുക, ആ ടോപ്പിക്കിനെ സംബന്ധിച്ചിട്ട് എന്തെല്ലാം എഴുതണമെന്ന് തീരുമാനിക്കുക. അത് ടോപ്പിക് അനുസരിച്ച് ചിലപ്പോൾ ചില ടോപ്പിക്കിൽ അധികം എഴുതാണ്ടാവില്ല. ഒരു 10-20 ആർട്ടിക്കിൾസ് എഴുതിയാൽ തന്നെ ആ ടോപ്പിക്കിൽ വലിയ സംഭവം എത്തിയിരുന്നു നമ്മൾ. ചില ടോപ്പിക്ക് അങ്ങനെ ആയിരിക്കില്ല. ചില ടോപ്പിക്കിനെ സംബന്ധിച്ച് 100, 500, 1000 ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയാലായിരിക്കും നമ്മൾ അതിനകത്തൊരു എന്തെങ്കിലും ഒരു പൊസിഷനിൽ നമ്മൾ എത്തുക. അത് ഡിപ്പെൻസ് ആ ടോപ്പിക്കിനനുസരിച്ച്, അത് ആളുകളുടെ അതിനകത്തുള്ള സെർച്ചൊക്കെ അനുസരിച്ച് അത് വലുതാവും. അപ്പൊ ബേസിക്കലി ഒരു ടോപ്പിക്കൽ അതോറിറ്റി ആകാനായിട്ട് ഫസ്റ്റ് ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യുക. 2, ആ ടോപ്പിക്കിനെ കുറിച്ച് ബ്രെഡ്ത്തിലും ഡെപ്തിലും, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് പരത്തി പറയുക, ഡെപ്ത് എന്ന് പറഞ്ഞാൽ അതിന് വളരെ ഡീപ്പായിട്ട് പറയുക. ഈ ബ്രെഡ്ത്തിലും ഡെപ്തിലുമുള്ള
ബാക്കി സബ് ടോപ്പിക്സ് നമുക്ക് പറഞ്ഞാൽ സബ് ടോപ്പിക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ബ്ലോഗ് പോസ്റ്റുകൾ എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം. അതെല്ലാം നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. അവിടെയാണ് നമ്മളെ സഹായിക്കാനായിട്ട് പല പല ടൂൾസുകളും ഉള്ളത്. ഈ കീവേഡ് റിസർച്ച്, കീവേഡ് പ്ലാനർ ടൂളർ, കീവേഡ് ട്രെൻഡ്സ് ടൂളർ, SEM റഷ്, കോമ്പറ്റീറ്റർ അനാലിസിസ് തുടങ്ങിയിട്ട് ഇഷ്ടംപോലെ ടൂളുകൾ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. ഇവിടെയൊക്കെയാണ് നമ്മൾക്ക് അറിയണമല്ലോ, കാരണം എല്ലാ ടോപ്പിക്കുകളും നമുക്ക് അറിയാനുണ്ടാവില്ല. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യണം, മറ്റുള്ളവർ എന്താണ് അന്വേഷിക്കുന്നത്, ഈ ടോപ്പിക്കിനെ സംബന്ധിച്ച് ആളുകൾ എന്തെല്ലാം നെറ്റിൽ സെർച്ച് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നമ്മൾക്ക് അറിയണം. ഓക്കെ, ആളുകൾ നെറ്റിൽ എന്തൊക്കെ സെർച്ച് ചെയ്യണമെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ. നമ്മൾ കോമ്പറ്റീറ്റേഴ്സിന്റെ സൈറ്റ് എടുത്തിട്ട് ഇതിനെക്കുറിച്ച് അവരൊക്കെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് നമ്മൾ അറിയണം. ഇതുകൊണ്ട് തീർന്നില്ല, നമ്മൾ കസ്റ്റമറായിട്ട് സംസാരിക്കണം. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അന്വേഷിക്കുന്ന ആൾക്കാർ പൊതുവെ എന്തൊക്കെയാണ് നിങ്ങളുടെ സെയിൽസിന്റെ ടീമായിട്ട് സംസാരിക്കുന്നത്, അത് നമുക്കറിയണം. അയാളുടെ അടുത്ത് ചോദിക്കണം. സെയിൽസിന്റെ ടീമിന്റെ അടുത്ത് നിങ്ങളുടെ ഒരു കസ്റ്റമർ ചോദിക്കാറുള്ള സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു 20 ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ അടുത്ത് പറയും. അപ്പൊ നമുക്ക് അവരുടെ പെയിൻ പോയിന്റ്സ് കിട്ടുക ചെയ്യണം. വേറൊന്ന്, നിങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് എന്ത് ടൈപ്പാണ്, എന്തുകൊണ്ടാണ് മറ്റുള്ള ഒരു കസ്റ്റമറുടെ അടുത്ത് നിന്ന് നിങ്ങളിലേക്ക് വരാറ്, നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റും വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റായിട്ടുള്ള കമ്പാരിസൺ ചോദിക്കാറുണ്ടോ, ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഏതാണ്, നിങ്ങളുടെ കമ്പനി ഏതെല്ലാം കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടാണ് മത്സരിക്കുന്നത്, നിങ്ങൾക്ക് ആ നിലവിലുള്ള സെയിം പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലുള്ള മറ്റ് പ്രൊഡക്റ്റുകളിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തമാക്കുന്ന നിങ്ങളുടെ ഫീച്ചേഴ്സ് എന്താണ്. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ റിസർച്ച് നടത്തിയാണ് നമ്മൾക്ക് ശരിക്കും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എഴുതാനുള്ള ഐഡിയാസ് നമ്മൾക്ക് കിട്ടുക. മനസ്സിലായോ? എഴുതാനുള്ള ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ്. അവിടെ ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കണം എത്ര ആർട്ടിക്കിൾ എഴുതണം ടോപ്പിക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ലോകത്താർക്കും പറയാൻ പറ്റില്ല. ടോപ്പിക്കൽ അതോറിറ്റി വർദ്ധിക്കുകയാണെങ്കിൽ, ടോപ്പിക്കൽ അതോറിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്ര ആർട്ടിക്കിൾ എഴുതണം നമുക്ക് പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻസ്, നീഷ് അനുസരിച്ച് മാറും. ചിലയിടത്ത് ചിലപ്പോൾ 2 ആർട്ടിക്കിൾ എഴുതിയാലും ചിലപ്പോൾ അതിനകത്ത് നമ്മൾ ടോപ്പായി പോകും. ചിലയിടത്ത് നമ്മൾ 10 ആർട്ടിക്കിൾ എഴുതിയാലും ചിലപ്പോൾ ടോപ്പായി പോകും. എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, വെറുതെ എന്റെ വായ തോന്നിയൊരു എക്സാമ്പിൾ ഞാൻ ഇപ്പൊ തോന്നിയ പോലെ പറയുകയാണെങ്കിൽ, മറ്റേ എന്താ പറഞ്ഞ നാരങ്ങിട്ട് പിഴിഞ്ഞ മാങ്ങാച്ചാർ എന്ന് പറയുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, നാരങ്ങിട്ട് വെച്ച മാങ്ങാച്ചാർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ, അതായത് ലെമൺ എന്താ മാംഗോ പിക്കിൾ വിത്ത് ലെമൺ എന്ന് ഞാൻ വെറുതെ പറയുള്ളൂ. ഈ ഒരു ടോപ്പിക്കിനെ എനിക്ക് 3 ആർട്ടിക്കിൾ ചിലപ്പോൾ എഴുതിയാൽ മതിയാവും. കാരണം നെറ്റിൽ അങ്ങനെ ഒന്നും ഉണ്ടാകുന്ന എനിക്കറിയില്ല. ഞാൻ അതിനെ സംബന്ധിച്ച് 3 ആർട്ടിക്കിൾ എഴുതിയാൽ മതിയാവും. ഒന്ന് ഞാൻ എഴുതുകയാണ് മാംഗോ പിക്കിളിൽ ലെമൺ ചേർത്താൽ കിട്ടുന്ന കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ എന്തൊക്കെയാണ് സംഭവം. പിന്നെ ഇത് രണ്ടാമത്തെ ആർട്ടിക്കിൾ ഞാൻ ഇങ്ങനെ ഒരു പിക്കിൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എത്രയൊക്കെയാണ്. മൂന്നാമത്തെ ഇങ്ങനൊരു ഇത് നമ്മൾക്ക് മറ്റേ പഴയ ആയുർവേദ കൺസെപ്റ്റ് അനുസരിച്ച് വിരുദ്ധാഹാരമായിട്ട് വരുമോ, പാലട പായസത്തിനോടൊപ്പം ഇത് കഴിക്കാമോ, ഞാൻ വെറുതെ വായ തോന്നുന്ന എക്സാമ്പിൾസ് പറയാൻ കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ 4-5 ആർട്ടിക്കിൾ എഴുതിയാൽ തന്നെ മാംഗോ പിക്കിൾ വിത്ത് ലെമണിന് ഇവൻ ഭയങ്കര അതോറിറ്റി ആയി കഴിഞ്ഞു. എന്റെ ലാൻഡിംഗ് പേജ്, മെയിൻ സർവീസ് പേജ് എന്റെ മാംഗോ പിക്കിൾ വിത്ത് ലെമൺ വിൽക്കാനുള്ള പേജാണ്. അപ്പൊ ഞാൻ ഈ ആർട്ടിക്കിൾസ് എല്ലാത്തിലും ഞാൻ എന്ത് ചെയ്യും, ടോപ്പ് ഓഫ് ഫണൽ, ബോട്ടം ഓഫ് ഫണൽ എന്നൊക്കെ പറഞ്ഞു ടോപ്പും ബോട്ടും ഒക്കെ ആയിട്ട് തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ടോപ്പിൽ ഞാൻ പറയും മാംഗോ പിക്കിൾ വിത്ത് ലെമണിൽ ഇങ്ങനെയൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഇങ്ങനത്തെ അഡ്വാൻറ്റേജസ് ഉണ്ട് പറഞ്ഞു ഞാൻ താഴേക്ക് എത്തുമ്പോൾ എന്ത് പറയും, ഇനി നിങ്ങൾക്ക് മാംഗോ പിക്കിൾ വിത്ത് ലെമൺ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഒരു ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പട്ടം കൊടുക്കുന്നു, എന്റെ മേടിക്കാനുള്ള പേജിലേക്ക് കൊടുക്കും. അപ്പൊ ഇവിടെ മെയിൻ പേജ് എന്തായി, നമ്മുടെ മെയിൻ പേജ് ആ മാംഗോ പിക്കിൾ വിത്ത് ലെമണിന് വേണ്ടി അത് വിൽക്കാൻ വെച്ചിരിക്കുന്ന ആ പ്രൊഡക്റ്റ് പേജാണ് എന്റെ മെയിൻ പേജ്. ഓക്കെ, സർവീസ് പേജ് അതുകൊണ്ടാവാം, അതൊരു മെയിൻ പേജായി മാറി. ഈ പേജിനാണ് നമ്മൾ പില്ലർ പേജ് എന്ന് വിളിക്കുന്നത്. പില്ലർ പേജ് എന്ന് വിളിക്കുന്നത് ഈ പേജാണ്. കാരണം മാംഗോ പിക്കിൾ വിത്ത് ലെമൺ എന്നുള്ള ആ ഒരു സെർച്ചിന് റാങ്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്ന പേജ് ആ പ്രൊഡക്റ്റിന്റെ പേജാണ്. ഓക്കെ, ആ പേജ് ആരെങ്കിലും സെർച്ച് ചെയ്തു ഓൺലൈൻ ബൈ ചെയ്യാനോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇന്റൻഷനോട് കൂടി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്ന പേജ് അതാണ് മാംഗോ പിക്കിൾ വിത്ത് ലെമൺ എന്നുള്ളതാണ്. അതൊരു പർച്ചേസിങ് ഇന്റൻഷനോട് കൂടി അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ആ പേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആഡ് ടു കാർട്ട് ഉണ്ട്, സ്റ്റോക്കിൽ അവൈലബിൾ ആണോ എന്ന് പറയുന്നുണ്ട്, പ്രൈസ് പറയുന്നുണ്ട്, റിവ്യൂസ് പറയുന്നുണ്ട്, EMI അവൈലബിൾ ആണോ എന്ന് പറയുന്നുണ്ട്, റീഫണ്ട് പോളിസിനെ കുറിച്ച് പറയുന്നുണ്ട്, മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അതിന്റെ റിവ്യൂസ് പറയുന്നുണ്ട്, ഇൻഗ്രീഡിയൻസിനെ എല്ലാത്തിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് ആ പേജ്. അപ്പൊ ആ പേജ് എന്റെ പില്ലർ പേജാണ്. ആ ഒരു മാംഗോ പിക്കിൾ വിത്ത് ലെമൺ എന്നതിലെ ടോപ്പിക്കില് എന്റെ പില്ലർ പേജ്, ആ പേജും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആ ടോപ്പിക്കിനെ അതോറിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യും. ഇവിടെയാണ് ടോപ്പിക്കൽ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഈ അതോറിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിന് അടുത്ത വാക്കും കൂടി കൊണ്ടുവന്ന് ഞാൻ യോജിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, ഒരു ടോപ്പിക്കിൽ നമ്മൾ അതോറിറ്റി ആകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ആദ്യം ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യും, പിന്നെ ആ ടോപ്പിക്കിനെ കുറിച്ച് ചുറ്റും എഴുതാവുന്ന അത്രയും മറ്റ് കണ്ടന്റ്സുകളുടെ ഒരു, അതായത് നമ്മുടെ ഭാഷ പറഞ്ഞ ബ്ലോഗ് പോസ്റ്റുകളുടെ ഒരു ഐഡിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. 5, 10, 100, 200 എത്ര ബ്ലോഗ് പോസ്റ്റുകളുടെ ഐഡിയ ക്രിയേറ്റ് ചെയ്യും.
ഈ ടോപ്പിക്കും അതിന് ചുറ്റും നമ്മൾ എഴുതാൻ പോകുന്ന നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഈ ബ്ലോഗ് പോസ്റ്റുകളും ചേരുന്നതിനാണ് ടോപ്പിക് ക്ലസ്റ്റർ, ടോപ്പിക്കൽ ക്ലസ്റ്റർ എന്ന് വിളിക്കുന്നത്. നമ്മൾ ക്ലസ്റ്റർ എന്ന് വിളിക്കുന്നത് ഇതാണ്. ഒരു ടോപ്പിക്ക്, പ്രൈമറി ടോപ്പിക്ക്, അതിന് ചുറ്റുമുള്ള അതിനെ സംബന്ധിച്ചിട്ടുള്ള മറ്റ് കണ്ടന്റ്സുകൾ, ആർട്ടിക്കിൾസ്, ഇത് ചേരുന്നതാണ് ഒരു ക്ലസ്റ്റർ. അപ്പൊ ഈ ഒരു ക്ലസ്റ്റർ ആണ് നമ്മൾ വെബ്സൈറ്റിൽ നമ്മുടെ ഏറ്റവും വലിയൊരു ജോബ് എന്ന് പറഞ്ഞാൽ ഈ ക്ലസ്റ്റർ പ്ലാൻ ചെയ്യലാണ്. മനസ്സിലായോ? അതായത് മെയിൻ ടോപ്പിക്കിനെ ഐഡന്റിഫൈ ചെയ്യണം, അതിന് ചുറ്റും എഴുതേണ്ട കാര്യങ്ങളെ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ അതൊരു ക്ലസ്റ്ററാണ്. ഞാൻ ഈ പറഞ്ഞത്രയും ക്ലിയർ ആണോ? ഇപ്പൊ ഇവിടെ ഈ മാംഗോ പിക്കിൾ വിത്ത് ലെമൺ എന്നുള്ളതിന് ക്ലസ്റ്റർ പേജ് അല്ല, പില്ലർ പേജ് എന്ന് പറയുന്നത് ആ മെയിൻ പ്രൊഡക്റ്റ് പേജ്, വിൽക്കാനുള്ള പേജ്. പക്ഷെ ഇതിനെക്കുറിച്ച് ഇതിന്റെ അഡ്വാൻറ്റേജസ് എഴുതിയ ഒരു ബ്ലോഗ് പോസ്റ്റ് ഉണ്ട്, ഇത് പാലടയോടൊപ്പം കഴിക്കാമോ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബ്ലോഗ് പോസ്റ്റ് ഉണ്ട്, ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 28 കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ബ്ലോഗ് പോസ്റ്റ് ഉണ്ട്, ഇതിനെ കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുമോ എന്ന് എഴുതിയിരിക്കുന്ന മറ്റൊരു ബ്ലോഗ് പോസ്റ്റ് ഉണ്ട്, ഈ പിക്കിൾ ആദ്യമായി 1880 ഉണ്ടാക്കിയ അമ്മൂമ്മനെ കുറിച്ച് പറയുന്ന ഒരു ആർട്ടിക്കിളുണ്ട്. ഇത് 5-8 ആർട്ടിക്കിൾസ് ചേരുന്ന ഇതാണ് അതിന്റെ എന്താ പറഞ്ഞ ഈ ക്ലസ്റ്റേഴ്സ്. ബാക്കി ഈ 5-6 പേജുകളും ഈ പില്ലർ പേജും ചേരുന്നതാണ് ആ ഒരു ടോപ്പിക് ക്ലസ്റ്റർ. ആ ടോപ്പിക് ക്ലസ്റ്റർ ചേർന്ന് മെയിൻ പേജ്, ടോപ്പിക്കിന്റെ പില്ലർ പേജും ഈ ക്ലസ്റ്റർ പേജസും കൂടി ചേർന്ന് കഴിയുമ്പോൾ ആ ഒരു ടോപ്പിക്കിൽ ഈ വെബ്സൈറ്റ് അതോറിറ്റി ആകാൻ കാരണം ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക് കുറേയധികം ഡോക്യുമെന്റ്സിൽ പരാമർശിച്ചിരിക്കുന്നു. വെറുതെ പരാമർശിച്ചിരിക്കുന്നല്ല, ഓരോ പേജും ഞാൻ മുമ്പ് പറഞ്ഞ സാധനം ഇവിടെ കയറി വരും. ഓരോ പേജും റെലവെന്റ് കൂടി ആയിരിക്കണം. ക്വാളിറ്റി ഉള്ള പേജസേ ഗൂഗിള് ടോപ്പിക്കിൽ അതോറിറ്റിക്ക് കൺസിഡർ ചെയ്യുള്ളൂ. അല്ല ചുമ്മാ ഒരു ടോപ്പിക്കിനെ കുറിച്ച് 500 പേജ് എഴുതിയോളൊന്നും കാര്യമൊന്നുമില്ല. ഈ 500 പേജും ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അപ്പൊ 500 പേജ് ചുമ്മാ എഴുതി ടോപ്പിക്കിൽ അതോറിറ്റി ആവുന്നതിനേക്കാളും നല്ലത് 10 പേജ് ഹൈലി റിലവന്റ് ആയിട്ട് ഹൈലി ക്വാളിറ്റി എഴുതി കഴിഞ്ഞാൽ അതിനെ കൂടുതൽ അതോറിറ്റി ആകാം. അപ്പൊ ടോപ്പിക്കൽ അതോറിറ്റിക്ക് ഗൂഗിൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേജ് ടോപ്പിക്കൽ റെലവെന്റ് ആയിരിക്കണം. അപ്പൊ നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള പേജസ് എഴുതി ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് എഴുതുന്നതോറും ആ ഒരു ടോപ്പിക്കിലെ അതോറിറ്റി ആ വെബ്സൈറ്റിന് വർദ്ധിച്ചു വരും. ഈ പറഞ്ഞത്ര ക്ലിയർ ആണോ? ടോപ്പിക്കൽ അതോറിറ്റി, ടോപ്പിക്കൽ ക്ലസ്റ്റേഴ്സ്. ആനന്ദ് എന്തോ ഡൗട്ട് ഉണ്ടല്ലോ? താഹിറ? സർ ഫണലിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? നമ്മള് ബ്ലോഗിൽ നിന്ന് നമ്മുടെ മെയിൻ പില്ലർ പേജിലോട്ടുള്ളത്. അത് നമ്മള് സാറിനെ സംബന്ധിച്ച് അതൊരു ബട്ടൺ ആയിട്ട് കൊടുക്കുന്നതാണോ ബെറ്റർ, ടെക്സ്റ്റ് ലൈക്ക് ടെക്സ്റ്റ് ലിങ്ക് ആയിട്ട് കൊടുക്കുന്നതാണോ? ഏതാണ് കൂടുതൽ ക്വാളിറ്റി ഉള്ളത്? നമ്മളുടെ ഒരു മനോധർമ്മം പോലെയാണ്. അങ്ങനെ ടെക്സ്റ്റ് ലിങ്ക് ഈ നമ്മളുടെ ഒരു പേജിൽ നിന്ന് ഏറ്റവും ഗൂഗിൾ ഇഷ്ടപ്പെടുന്നതുണ്ടല്ലോ, നമ്മള് ഓരോന്നിനും ഓരോ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, നമ്മളൊരു ഇന്റേണൽ ലിങ്കിങ് ആൻഡ് ടോപ്പിക്കൽ റെലവൻസി. ഞാൻ മുമ്പ് പറഞ്ഞു ടോപ്പിക്കൽ റെലവൻസി വർദ്ധിപ്പിക്കുന്നത് ബാക്ക് ലിങ്കുകളുടെ ആങ്കർ ടെക്സ്റ്റ് ആണ്. ബാക്ക് ലിങ്കുകളുടെ ടെക്സ്റ്റ്, അതിനകത്ത് ലിങ്കിങ് ടെക്സ്റ്റ്, അത് ടോപ്പിക്കൽ റെലവൻസി വർദ്ധിപ്പിക്കുമ്പോൾ നമുക്കതിനകത്ത് ആ കീവേഡ് ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആ ഒരു ആംഗിളിൽ ചിന്തിച്ചാൽ നമ്മൾക്ക് പലപ്പോഴും ഇത് റിട്ടൺ ടെക്സ്റ്റില് നമ്മളൊരു ഓർഗാനിക് ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്ന ടെക്സ്റ്റിന്റെ ഇടയിൽ കിടക്കുന്ന മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു ടെക്സ്റ്റ് പോർഷൻ ലിങ്ക് ചെയ്യുക എന്നുള്ളത് SEO പരമായിട്ട് അഡ്വാൻറ്റേജ് ആണ്. ആ മറ്റേ പേജിന്റെ റാങ്കിങ് വർദ്ധിപ്പിക്കാനും റെലവൻസി വർദ്ധിപ്പിക്കാനും ഓക്കെയാണ്. അത് ഓക്കെ അല്ലേ? ഇനി ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ അറിയാവുന്ന പോലെ ഭംഗിയുള്ള ഒരു ബട്ടൺ ഇട്ടിട്ട് ഷോപ്പ് നൗ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന മറ്റൊരു കേസാണ്. ആ യൂസർക്ക് മേടിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ മറ്റേനേക്കാളും എനിക്ക് തോന്നുന്നത്, അത് ഓരോരുത്തരും ഡിപ്പെൻസ്. എന്നാലും ഒരു ടെക്സ്റ്റ് ലിങ്കിനെക്കാളും ചിലപ്പോൾ ഒരു ബട്ടൺ ലിങ്ക് കാണുമ്പോൾ ചിലപ്പോൾ അവന് അത് ക്ലിക്ക് ചെയ്ത് മേടിക്കാനുള്ള ടെൻഡൻസി ഒരു പക്ഷെ കൂടുതലായിരിക്കും മേ ബി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് നമ്മുടെ ഒരു ഇതിനകത്ത് നമുക്ക് ആ കണ്ടന്റിൽ 2 പ്രാവശ്യം കൊണ്ടുവരാം. ഇപ്പൊ എക്സാമ്പിള് ഏറ്റവും ആദ്യത്തെ നമ്മൾ എപ്പോഴും ഒരു കാര്യം ഓർക്കണം, ഒരു പേജിൽ നിന്ന്, ഒരു പർട്ടിക്കുലർ പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് ഒന്നിലധികം ലിങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ലെമൺ സാറായിരുന്നു പറഞ്ഞത്, മാംഗോ പിക്കിൾ വിത്ത് ലെമൺ, എന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞിരിക്കുന്ന ഒരു പേജാണെന്ന് വിചാരിക്കുക. ആ പേജില് 2 പ്രാവശ്യം ഞാൻ ഈ മാംഗോ പിക്കിളിന്റെ പേജിലേക്ക് ഞാൻ ലിങ്ക് ചെയ്തിട്ടെന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങളുടെ ഗൂഗിൾ SEOന്റെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഗൂഗിൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുക എപ്പോഴും ആദ്യത്തെ ലിങ്കിന്റെ ടെക്സ്റ്റ് ആയിരിക്കും. പലരും ആദ്യത്തെ ലിങ്കിന്റെ ടെക്സ്റ്റ് മാത്രമേ ഗൂഗിൾ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ ആദ്യത്തെ ലിങ്കിന്റെ ടെക്സ്റ്റ് നിങ്ങൾ എപ്പോഴും എന്താ പറയണേ ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതുക. അത് ബെറ്റർ
നല്ല ആങ്കർ ടെക്സ്റ്റോട് കൂടി തന്നെ കൊടുക്കുക. നേരെ മറിച്ചായി കഴിഞ്ഞില്ല, ആദ്യത്തെ ലിങ്കിന്റെ ടെക്സ്റ്റ് ഷോപ്പിനാവും, രണ്ടാമത്തെ ലിങ്കിന്റെ ടെക്സ്റ്റ് ശരിക്കും മാംഗോ കിടന്ന് കൊടുത്തിരുന്നത് കണ്ടതാണ്, നമുക്ക് ആ വെയിറ്റേജ് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കേസുകളിൽ എപ്പോഴും നല്ലത് നമ്മുടെ ആദ്യം വളരെ ഓർഗാനിക്കലി സ്ട്രാറ്റജിക്കലി നമ്മളുടെ ഈ പേജിൽ നിന്ന് മാംഗോ പിക്കിൾ വിത്ത് ലെമൺ എന്നുള്ള ആ പ്രൊഡക്റ്റ് പേജിലേക്ക് അങ്ങനത്തെ ടെക്സ്റ്റ് കൊണ്ട് തന്നെ മാംഗോ പിക്കിൾ വിത്ത് ലെമൺ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് ആ പ്രൊഡക്റ്റിലേക്ക് ടെക്സ്റ്റ് നല്ലൊരു ടെക്സ്റ്റ് കണ്ടന്റോട് കൂടി തന്നെ ലിങ്ക് ചെയ്യിച്ചുകൊണ്ട് ആങ്കർ ടെക്സ്റ്റ് കൊണ്ട് ലിങ്ക് ചെയ്യിച്ചുകൊണ്ട് ഈ ആർട്ടിക്കിൾ എല്ലാം കഴിഞ്ഞ ശേഷമോ അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിപരമായിട്ട് ഈ ആർട്ടിക്കിളിനൊന്ന് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ, അല്ല അനാലിറ്റിക്സ് പോലത്തെ സാധനങ്ങളിൽ ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ ക്ലാരിറ്റി പോലത്തെ സാധനങ്ങൾ ഇട്ടുകൊണ്ടോ ഈ ആർട്ടിക്കിളിൽ എവിടെ വെച്ചിട്ടാണ് യൂസേഴ്സ് കൂടുതലായിട്ട് പിരിഞ്ഞു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ആൾക്കാർ കൂടുതൽ ക്വിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടോ ഈ പേജ് സ്ക്രോളിങ്ങിന്റെ, ആ ഏരിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ ഏരിയ കൊണ്ടുവന്നിട്ട് ഒരു ബട്ടൺ കൂടി ഇട്ടോ, 2 ലിങ്ക് ഇട്ടാലൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. അതായത് അപ്പൊ നമുക്ക് ഒരു ടെക്സ്റ്റ്, ഞാൻ പറഞ്ഞ ടെക്സ്റ്റിന് അതിൻ്റെതായ പർപ്പസ്, ബട്ടണിന് യൂസർ എൻഗേജ്മെന്റ് വർദ്ധിപ്പിക്കാനുള്ള ശക്തി, ഈ രണ്ടുമാണുള്ളത്. പരമായിട്ട് ബട്ടണിന് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നുമില്ല. വേറെ മുഹമ്മദിന് എന്തോ ഡൗട്ട് ഉണ്ടല്ലോ? ഹലോ ഹലോ കേൾക്കാം മുഹമ്മദ്. പറഞ്ഞോളൂ. ഞാൻ കുറച്ച് ലേറ്റായി ജോയിൻ ചെയ്തത്, അപ്പോൾ എനിക്ക് ഇതിന്റെ കോണ്ടാക്ട് വലുതായിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ സാറ് ഫണലെന്ന് പറഞ്ഞത് നമുക്കിപ്പോ ഞാനൊരു തുടക്കക്കാരനാണ്. ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ കൊച്ചിയിൽ സാറിന്റെ പരിപാടിക്ക് വന്നിരുന്നു, കുറച്ച് ദിവസം മുമ്പ് വന്ന പരിപാടിക്ക്. അപ്പോ ഞാൻ ചോദിക്കാൻ പറഞ്ഞാൽ ഈ ഫണലും സാർ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സിംഗിൾ പേജ് വെബ്സൈറ്റിൽ നമ്മളിപ്പോ ഒരു എക്സാം പറഞ്ഞാൽ ആപ്പിളിന്റെ നമ്മൾ ഒരു വെബ്സൈറ്റിൽ കയറണം എന്ന് വിചാരിക്കും. അപ്പൊ ആപ്പിളിന്റെ ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിനെ പറ്റി ഇങ്ങനെ വിവരിച്ച് വന്നിട്ട് അതിന്റെ ഏറ്റവും താഴെ ആയിരിക്കും അതിന്റെ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ കുറച്ച് മുകളിലും കാണാൻ ഒരു ബൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ എന്റെ ഓരോ ഫീച്ചർ പറഞ്ഞ് ആ സിംഗിൾ പേജിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അതിന്റെ താഴെ ആയിരിക്കും ബൈ ചെയ്യാൻ ഓപ്ഷൻ വരുന്നത്. അതാണോ സാർ ഉദ്ദേശിച്ച ഈ ഫണലെന്ന് ഉദ്ദേശിച്ചത്? ഫണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു ടോപ്പിക്കാണ്. എന്നാലും ഞാൻ ഏകദേശം ഒരു ഇത് പറഞ്ഞുതരാം. നമ്മൾ ഈ ഫണൽ എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ബ്രോഡ് കൺസെപ്റ്റ് ആണ്. ഈ ഫണൽ എന്നുള്ളത് മാർക്കറ്റിംഗിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ബ്രോഡ് കൺസെപ്റ്റ് ആണ് ഫണൽ. ഫണൽ എന്ന് ഉദ്ദേശിക്കുന്നതിന്റെ വളരെ സിമ്പിൾ ഇതെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അറിയുന്ന സ്റ്റേജ്, നമ്മൾ എന്ത് വേണമെങ്കിലും ആവട്ടെ, ഈ ഒരു പേജിൽ ലാൻഡ് ചെയ്യുന്ന കാര്യം വിട്ടേര്, പൊതുവെ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അറിയുന്ന അല്ലെങ്കിൽ അവെയർ ആകുന്ന സമയം തുടങ്ങിയിട്ട്, അല്ല അതിനെ കേൾക്കുന്ന സമയം തുടങ്ങിയിട്ട് അവസാനം നമ്മൾ ആ പ്രൊഡക്റ്റിനെ മേടിക്കുന്ന, അതിനെ നമ്മൾ കൺവേർട്ട് ആകുന്ന ആ ഒരു സ്റ്റേജ് വരെയുള്ള അതിനെയാണ് ഫണൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും ടോപ്പിൽ, അതായത് ഇങ്ങനെ ഇരിക്കും ഫണൽ. ഓക്കെ, ഏറ്റവും ടോപ്പിലെ ഏരിയയാണ് ടോപ്പ് ഓഫ് ഫണൽ എന്ന് പറഞ്ഞാൽ, ഏറ്റവും താഴത്തെ ഏരിയയാണ് ബോട്ടം ഓഫ് ഫണൽ എന്ന് പറയും, മിഡിൽ ഓഫ് ഫണൽ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ സാധാരണ അഡ്വർടൈസ്മെന്റ് ആഡൊക്കെ ചെയ്യുമ്പോൾ പോലും നമ്മൾ പറയുന്ന ഏറ്റവും ആദ്യം നമ്മൾ ഒരാളെ അറിയിക്കുമ്പോൾ അത് ടോപ്പ് ഓഫ് ഫണലാണ്. മനസ്സിലായോ? പതുക്കെ പലതും കാണിച്ചല്ലേ. ഇപ്പൊ നമ്മൾ സാധാരണ ബിസിനസ്സിന് എങ്ങനെയാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കേസ് എടുക്കുക, അവർ ആദ്യം പരസ്യം കാണിക്കും, ടോപ്പ് ഓഫ് ഫണൽ. ചിലപ്പോൾ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചൊന്ന് കാണിക്കും. രണ്ടാമത് ആ ഫണലിലേക്ക് കുറെ പേര് കയറും. രണ്ടാമത് എന്ത് ചെയ്യും, ആ കയറിയ ആൾക്കാരെ നമ്മൾ കുറച്ചും കൂടി വേറെ എന്തൊരു ഓഫറൊക്കെ കൊടുത്ത് എന്തൊക്കെ അവിടെ പല രീതികൾ കാണിച്ച് ഇവരെ അവസാനം ടെലക്കോളൊക്കെ ചെയ്ത് സംസാരിപ്പിച്ച് പലതും ചെയ്ത് അവസാനം ഇവർ കൺവേർട്ട് ആവും. ബോട്ടം ഓഫ് ഫണൽ, കുറച്ച് ആൾക്കാരെ താഴേക്ക് വരും. അപ്പൊ ഈ മാർക്കറ്റിംഗ് സ്റ്റേജിലെ ഈ ഫണൽ എന്ന് പറയുന്നത് ആ ഓവറോൾ മാർക്കറ്റിംഗ് പ്രോസസ്സിനെ മൊത്തത്തിലൊരു ഫണലായിട്ടാണ് നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യുക, എപ്പോഴും ഒരു ഫണലായിട്ട്. കാരണം നമുക്ക് ഓരോ ഏരിയയിലും വരുന്ന ഓഡിയൻസിനെയൊക്കെ എങ്ങനെ നമുക്ക് നർച്ചറിയണമെന്നൊക്കെ നല്ല വ്യക്തമായ ധാരണ ഉണ്ടാവും. അപ്പൊ അതൊരു ഓവറോൾ മാർക്കറ്റിംഗിൽ അതൊരു ഫണല്. അതേപോലെ നമ്മൾ വളരെ മൈന്യൂട്ട് ആയിട്ട് ആലോചിക്കുമ്പോൾ നമ്മൾക്കൊരു പേജിനും നമുക്കൊരു ഫണല് സെറ്റ് ചെയ്യാം, ഒരു സിംഗിൾ വെബ് പേജിനും ഒരു ഫണല് സെറ്റ് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ലെമൺ അച്ചാർ മാംഗോ അച്ചാറിനെ കുറിച്ച് സെർച്ച് ചെയ്ത ഒരാള് ഈ പേജിൽ ലാൻഡ് ചെയ്യുന്നു, ടോപ്പിൽ നിന്ന് വായിക്കാൻ തുടങ്ങുമ്പോൾ അവൻ ടോപ്പ് ഓഫ് ഫണലാണ്. അവൻ പതുക്കെ നമ്മുടെ മാംഗോ അച്ചാറിനെ കുറിച്ച് അവൻ വായിക്കുന്നു, അതിന്റെ അഡ്വാൻറ്റേജസ് മനസ്സിലാക്കുന്നു, അവനൊക്കെ അവെയറായി. പതുക്കെ നമ്മൾ ഇതിന്റെയൊക്കെ അഡ്വാൻറ്റേജസ് പറഞ്ഞ് അവൻ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ ലോകത്തുള്ള സകല അസുഖങ്ങളും മാറും നടക്കുക. അവൻ വളരെയധികം ഹോട്ടായി വന്ന് അവൻ അവസാനം എത്തിക്കഴിയുമ്പോൾ നമ്മളത് മേടിക്കാൻ പ്രേരിപ്പിക്കുകയാണ് നമ്മുടെ ബോട്ടം ഓഫ് ഫണൽ. അപ്പോ മേടിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ നേരത്തെ താങ്കൾ ചോദിച്ച പോലെ നമുക്ക് അവിടെ ടെക്സ്റ്റ് ആയിട്ടോ ലിങ്ക് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫർ കൊടുക്കുക, ബട്ടൺ കൊടുക്കുക, എന്ത് വേണം ചെയ്യാം. നമുക്ക് അവനെ കൺവേർട്ട് ചെയ്യണം. അവിടെ നമ്മളുടെ ബിസിനസ്, നമ്മളുടെ മനോധർമ്മം പോലെ എങ്ങനെയാണ് നമ്മുടെ ഈ ആർട്ടിക്കിൾ വായിച്ച ഒരാളെ നമ്മൾ അവസാനം അച്ചാർ മേടിപ്പിക്കണം.
അതാണ് ബോട്ടം ഓഫ് ഫണൽ. അപ്പൊ ഓരോ പേജിനും ആലോചിച്ച് കഴിഞ്ഞാലും ഇങ്ങനെ ഒരു ഫണൽ പ്ലാൻ ചെയ്യാം. എന്റെ വെബ്സൈറ്റിന് മറ്റൊരു ഫണൽ ഉണ്ടാവും. എന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആ ഒരു സൈറ്റിന്റെ എന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതായത് അഡ്വർടൈസ്മെന്റ്, മെസ്സിയോ ഒക്കെ ആലോചിച്ചാൽ മറ്റൊരു ഫണൽസ് ഉണ്ടാവും. ഓരോ ഘട്ടത്തിലും ഡിഫറെന്റ് ഫണൽസ് ഉണ്ടാവും നമ്മൾ ആലോചിക്കും. ഫണൽ എന്താന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയ, കാരണം അതിന് വലിയൊരു ടോപ്പിക്കാണ് നമ്മളെ ഈ ഫണൽ എന്ന് പറഞ്ഞാൽ. മനസ്സിലായി സാർ, സാർ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നപ്പോ കാര്യം. അതെ, അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. നമ്മളൊരു പേജില് നമ്മളൊരു സാധാരണ ബിസിനസ്സുകൾക്ക് വേണ്ടിയാണല്ലോ ഒരു വെബ്സൈറ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അത് സർവീസ് ആവാം, പ്രൊഡക്റ്റ് ആവാം. അപ്പൊ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഈ നമ്മുടെ ഈ മെയിൻ പേജ് ഉണ്ടല്ലോ, എല്ലാവരും സർവീസിനും പ്രൊഡക്റ്റിനും കയറി വെച്ചിരിക്കുന്ന ആ പേജിൽ വന്നവർ മാത്രമല്ല നമുക്ക് കസ്റ്റമേഴ്സ് ആകാൻ സാധ്യത. അതിനെക്കുറിച്ച് തെക്കും വടക്കും അന്വേഷിക്കുന്ന ആൾക്കാരും നമുക്ക് കച്ചവടമാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ തൃശ്ശൂരുള്ള ഒരു ഫോട്ടോഗ്രാഫി സർവീസ്, തൃശ്ശൂരുള്ള കല്യാണത്തിന്റെയും മറ്റേ കോർപ്പറേറ്റ് ഇവന്റുകളുടെയും മറ്റേ എല്ലാത്തിന്റെയും ഫോട്ടോഗ്രാഫി സർവീസ് ചെയ്യുന്ന ഒരു കമ്പനി. അവന് വേണമെങ്കിൽ അവന്റെ വെബ്സൈറ്റിൽ അവന് പേജ് സെറ്റ് ചെയ്ത് വെക്കാം. പ്രൊഫഷണൽ വെഡിങ് ഫോട്ടോഗ്രാഫി സർവീസ് ഇൻ തൃശ്ശൂർ ഒരു പേജ്, പ്രൊഫഷണൽ കോർപ്പറേറ്റ് ഫോട്ടോഗ്രാഫി സർവീസ് ഇൻ തൃശ്ശൂർ, പ്രൊഫഷണൽ കാൻഡിഡ് ഫോട്ടോഗ്രാഫി സർവീസ് ഇൻ തൃശ്ശൂർ, വേറെ സർവീസ് പേജുകൾ ഉണ്ടാക്കാം. എന്നിട്ട് അവൻ ഇതിനകത്ത് സെർച്ച് ചെയ്യുന്ന ഈ കീവേഡുകൾ സെർച്ച് ചെയ്യുന്നവർ മാത്രമല്ല അവന് ബിസിനസ് ആകാൻ നിൽക്കുക. ഇത് ഒരു പ്രൈമറി കീവേഡ്സ് നമ്മൾ പറയും. നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ക്ലസ്റ്റർ രൂപീകരിക്കണം. ഇവിടെ ഒരു ക്ലസ്റ്റർ രൂപീകരിക്കുകയാണെങ്കിൽ എന്താണ്, വെഡിങ് ഒരു ക്ലസ്റ്റർ, ഒരു ടോപ്പിക്കാണ് വെഡിങ്. അതായത് കല്യാണം നടന്നു കഴിഞ്ഞവരുടെ കാര്യമില്ലല്ലോ നമുക്ക് വേണ്ടത്. വെഡിങ് കഴിഞ്ഞ ശേഷം ഹണിമൂൺ നമ്മുടെ ടോപ്പിക് അല്ല. നമുക്ക് വെഡിങ് നടക്കുന്ന ദിവസമാണ് നമ്മളുടെ ഇതിനകത്ത് വരുന്നത്, നമ്മുടെ കച്ചവടത്തിൽ വരുന്നത്. ഹണിമൂൺ കോട്ടേജ് അന്വേഷിക്കുന്നത് നമുക്ക് അത് ഒരു ഇതിനായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, വെഡിങ് എന്നുള്ളത് വെഡിങ് പ്ലാനിങ് അല്ലെ, ഒരു വെഡിങ് പ്ലാനിങ് ആണ് അവിടെ നടക്കുന്നത്. അതാണ് ടോപ്പിക്. അപ്പൊ നമുക്ക് വെഡിങ് പ്ലാനിങ് സർവീസ് എന്നുള്ളത്, അത് വേറെ സർവീസ് ഉണ്ട് കേട്ടോ. വെഡിങ് പ്ലാനിങ് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക് ആയിട്ട് എടുക്കുക. അപ്പൊ നമ്മളവിടെ ആലോചിക്കണം, നമ്മുടെ വെഡിങ് ഫോട്ടോഗ്രാഫി എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പില്ലർ പേജ് അവിടെ. പക്ഷെ ടോപ്പിക്ക് ഞാനൊന്ന് ഫിൽറ്റർ ചെയ്യുന്നു. നിങ്ങൾക്ക് വേണം വെഡിങ് ഫോട്ടോഗ്രാഫി എന്നുള്ളത് തന്നെ വേണമെങ്കിൽ ഒരു ടോപ്പിക് ആയിട്ട് എടുക്കാം. പക്ഷെ ഞാനാണെങ്കിൽ ഞാൻ ടിൽറ്റ് ചെയ്യും. വെഡിങ് ഫോട്ടോഗ്രാഫി എന്നുള്ള അതോറിറ്റിനെക്കാളും എനിക്ക് എല്ലാവരും വെഡിങ് ഫോട്ടോഗ്രാഫി തന്നെ സെർച്ച് ചെയ്യണമെന്നില്ല. അപ്പൊ ഞാൻ വെഡിങ് നടക്കാൻ ഇരിക്കുന്ന ആളുകൾ അന്വേഷിക്കാൻ സാധ്യതയുള്ള ആളുകളെല്ലാം എന്റെ കസ്റ്റമേഴ്സ് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, വെഡിങ്ങിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതാണ് എന്റെ ടോപ്പിക് എന്ന് ഞാൻ പ്ലാൻ ചെയ്യും. അപ്പൊ എനിക്ക് ടോപ്പിക് കിട്ടി. ഇനി ഞാൻ പില്ലർ ക്ലസ്റ്റേഴ്സ് രൂപീകരിക്കണം ഈ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, വെഡിങ് നടക്കാനിരിക്കുന്ന ആളുകൾ അന്വേഷിക്കാൻ സാധ്യതയുള്ള ഓരോ കാര്യങ്ങൾ. അപ്പൊ ഞാൻ തൃശ്ശൂരാണ്, അപ്പൊ ഞാൻ ആലോചിക്കണം തൃശ്ശൂര് നല്ല വെഡിങ് നടത്താൻ പറ്റുന്ന നല്ല മികച്ച ഓഡിറ്റോറിയങ്ങൾ എവിടെയൊക്കെയാണ് ഒരു ആർട്ടിക്കിൾ. തൃശ്ശൂര് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് കല്യാണം നടത്താൻ പറ്റിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ ഏതൊക്കെയാണ് മറ്റൊരു ആർട്ടിക്കിൾ. പിന്നെ അതല്ലാതെ കല്യാണം നടക്കാനുള്ള ആൾക്കാർ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള വേറെ കാര്യങ്ങളുണ്ട്. ഈ വെഡിങ് റിങ്, ഇപ്പൊ ഈ 2025 ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കേരള മോഡൽ വെഡിങ് റിങ്ങുകളുടെ ഒരു 10 മോഡൽ, അല്ലെങ്കിൽ താലിയുടെ 10 മോഡൽ, ഡ്രസ് കോഡ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വെറൈറ്റി ആയിട്ട് ഫുഡ് എങ്ങനെയൊക്കെയാണ്. അങ്ങനത്തെ കല്യാണം നടക്കാനിരിക്കുന്ന ആൾക്കാർ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള 10-50-100 കണക്കിന് ടോപ്പിക്കുകൾ ഞാൻ എഴുതിയെന്ന് വിചാരിക്കാം. ഈ ആർട്ടിക്കിൾ വായിക്കണം. അപ്പൊ അവൻ സെർച്ച് ചെയ്ത് വന്നതായിരിക്കും, അവൻ വെഡിങ്ങിന്റെ റിങ്ങിന്റെ മോഡലായിരിക്കും സെർച്ച് ചെയ്തിട്ട് ഈ വെബ്സൈറ്റിൽ ലാൻഡ് ചെയ്തത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ടോപ്പില് അവന് ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. കേരളത്തിലെ വെഡിങ് റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇതിന്റെ ട്രെൻഡ് ഒക്കെ ഇങ്ങനെയാണ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ടൈപ്പ് മോഡൽസ് ആണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഞാൻ പല മോഡലുകൾ ഞാൻ പറയാൻ തുടങ്ങും. മോഡൽ 1 അതിന്റെ ഒരു പ്രത്യേകത ഇതാണ്, ഇത് ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദീർഘായുസും മറ്റേ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. രണ്ടാമത്തെ, ഇത് ധരിച്ചവർക്ക് അവര് ഭയങ്കരമായ സാമ്പത്തിക അഭിവൃദ്ധി നേടുമെന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പല വെഡിങ് റിങ്ങുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിനുശേഷം പതുക്കെ ബുദ്ധിപരമായിട്ട് ഇതൊക്കെ നന്നായിട്ട് ChatGPT പോലത്തെ സാധനത്തിൽ ഈസി ആയിട്ട് ചെയ്യാട്ടോ. പതുക്കെ ബുദ്ധിപരമായിട്ട്, അതായത് അവന് വേണ്ട കാര്യങ്ങൾ ഞാൻ കൊടുക്കാൻ തുടങ്ങി. വെഡിങ് റിങ്ങിന്റെ മോഡൽസ് ആണ് അവൻ അന്വേഷിച്ചത്. പതുക്കെ എന്റെ ഫോട്ടോഗ്രാഫിയിലേക്ക് ഇവനെ കൊണ്ടുവരണം. അതാണ് എന്റെ ഒരു ലക്ഷ്യം. ഇതാണ് ശരിക്കും ഒരു നല്ല ബിസിനസ് വെബ്സൈറ്റുകൾ ചെയ്യുമ്പോൾ നല്ലൊരു കണ്ടന്റ് പ്ലാനിങ്ങിൽ, കണ്ടന്റിന്റെ അറേഞ്ച്മെന്റിൽ വേണ്ടത്. ഒരേ സമയം തന്നെ റാങ്ക് ചെയ്യും വേണം, മറുസൈഡിൽ വന്നവൻ കൺവേർട്ട് ആവുകയും വേണം.
അപ്പൊ ഇവിടെ നമ്മുടെ ഗെയിം പതുക്കെ അങ്ങനെ എഴുതും, അതായത് നല്ല നല്ല വെഡിങ് റിങ്സുകൾ എഴുതുക എന്നുള്ളത് ഇതാണ്. അതോടൊപ്പം തന്നെ ഈ വെഡിങ്ങുകളൊക്കെ ധരിക്കുക, വെഡിങ് അല്ല, ഈ റിംഗ് ഒക്കെ ധരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നല്ലൊരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫി സർവീസിനൊക്കെ തന്നെ ചെയ്യിച്ചു കഴിഞ്ഞാൽ ഇത് ലൈഫിൽ എന്നേക്കുമായിട്ടുള്ള നമ്മൾ കഥ മാറി തുടങ്ങി നമ്മുടെ എഴുത്തിൽ എന്നേക്കുമായിട്ട് നമ്മൾ ഓർത്തു വെക്കാനുള്ള മുഹൂർത്തങ്ങളൊക്കെയാണ്. അതൊക്കെ ചെയ്യാനായിട്ട് തൃശ്ശൂർ അട്ടർ പ്രൊഫഷണൽസിന്റെ സർവീസുകൾ അവൈലബിൾ ആണ്. ഞങ്ങളും അതേപോലത്തെ സർവീസ് കഴിഞ്ഞ ഇത്ര വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തേക്കുന്ന വെഡിങ്ങിന്റെ ഒരു സാമ്പിൾ ഒരു 5-6 ഫോട്ടോസ് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊന്ന് കുതിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഫ്രീ കൺസൾട്ടേഷൻ ഞങ്ങളുടെ സർവീസിനെ കുറിച്ച് അതിന്റെ എന്തെങ്കിലും കാര്യങ്ങളും മറ്റൊന്നും അറിയണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടൊരു കൺസൾട്ടേഷൻ ഉണ്ട്. താഴെ ഇതിനകത്ത് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ മറ്റേ പേജിലേക്ക് വേണമെങ്കിൽ വിടാം, അല്ലെങ്കിൽ നമ്മൾ കോൺടാക്റ്റിലേക്ക് വിടാം. അപ്പൊ ഒന്ന് ആലോചിക്കുക, നമ്മൾ അവന് കൊടുത്തത് ഒരു വെഡിങ് നടക്കാനിരിക്കുന്ന ഒരാളുടെ ഒരു സെർച്ചിനെയാണ് നമ്മൾ അവിടെ സംബോധന ചെയ്തത്. പക്ഷെ നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്തു. ഇത് ഇങ്ങനെ ആലോചിച്ചില്ലെങ്കിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യും? പ്രൊഫഷണൽ വെഡിങ് സർവീസ് ഇൻ കേരള, പ്രൊഫഷണൽ വെഡിങ് സർവീസ് ഇൻ തൃശ്ശൂർ, പ്രൊഫഷണൽ വെഡിങ് പ്രൊഫഷണൽ വെഡിങ്, ഇങ്ങനെ ഈ വെഡിങ് എന്നുള്ള എന്റെ ഈ ഫോട്ടോഗ്രാഫിയും വെഡിങ്ങും ചേർന്നപ്പോൾ കീവേഡിനെ കുറിച്ച് മാത്രം നമ്മുടെ സൈറ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയല്ല, വെഡിങ്ങിന്റെ റിലേറ്റഡ്, ആ ടോപ്പിക് റിലേറ്റഡ് വെഡിങ് പ്ലാൻ എന്നുള്ളത് ഞാൻ ചിന്തിക്കുമ്പോൾ എന്റെ മുമ്പിൽ വേറെ ഐഡിയാസ് വരും. പക്ഷെ വെഡിങ് ഫോട്ടോഗ്രാഫി എന്ന് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നതെങ്കിൽ എൻ്റെ കുറച്ച് ലിമിറ്റഡ് ഐഡിയാസ് മാത്രമേ. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കേസ്. ആ ടോപ്പിക് ഒന്ന് തീരുമാനിക്കുന്നതിനില്ലേ, അതിന് പ്രത്യേകിച്ച് റൂൾസോ പ്രത്യേകിച്ച് ഫോർമുലകളോ ഒന്നുമില്ല. ചിന്തിക്കുക, കോമൺ സെൻസ്, അത്ര മാത്രം. അപ്പൊ ആ ഒരു ടോപ്പിക്കിൽ എഴുതുന്നതോറും നമ്മുടെ ആ ടോപ്പിക്കിൽ അതോറിറ്റി വർദ്ധിക്കുകയും ചെയ്യും. അതോറിറ്റി വർദ്ധിക്കുക മാത്രമല്ല, നമുക്ക് ആ ടോപ്പിക്കിൽ ലാൻഡ് ചെയ്യുന്നവരെ കുറെ പേരൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ മെയിൻ പേജിൽ മെയിൻ കീവേഡ് അടിച്ച് വന്നവരെക്കാളും കൂടുതൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇതിനകത്ത് വന്നവരായിരിക്കും നമുക്ക് കൺവേർഷൻസ് കൂടുതൽ കിട്ടുക. അപ്പൊ ആ രീതിയിലായിരിക്കും ഏതൊരു ബിസിനസ് പ്ലാൻ ചെയ്യണം. ഒരേ സമയം തന്നെ അവർക്ക് ബിസിനസ് ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഏതൊരു സൈറ്റ് ചെയ്യണമെങ്കിലേ അവർക്ക് ബിസിനസ് കിട്ടണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആലോചിച്ചാൽ ആ വെബ്സൈറ്റ് ശരിക്കും SEO ആവും. നിങ്ങൾ നേരെ ഉൾട്ടയാണ് ആലോചിക്കുന്നത്, ഗൂഗിളിനെയാണ് ആലോചിക്കുന്നത് എങ്ങനെയാണ് SEO ചെയ്ത് ഇതാവുന്നത് വിചാരിക്കുന്നത്. നേരെ അവർക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിനകത്ത് കണ്ടന്റ് പ്ലാൻ ചെയ്താൽ ഈ ടോപ്പിക്കിൽ അതോറിറ്റിക്ക് ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ എന്തായാലും ഈ ടോപ്പിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനകത്ത് മെയിൻ പില്ലർ പേജ് സെറ്റ് ചെയ്യുക, ആ ടോപ്പിക്കിനെ ചുറ്റിപ്പറ്റിയുള്ള ക്ലസ്റ്റേഴ്സ് രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ പറഞ്ഞത്രയും ക്ലിയർ അല്ലേ ടോപ്പിക്കിൽ അതോറിറ്റി? സിമ്പിൾ ടോപ്പിക്കാണ്, എല്ലാവരും ഇത്തിരി പാടുന്ന എഴുതണം. ഇനി രണ്ടാമത്, ഒരു ടോപ്പിക്കൽ ക്ലസ്റ്റർ രൂപപ്പെടുത്തി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട, കയ്യിൽ നിന്ന് പോകുന്ന ഒരു കേസ് പറയാം. നമ്മളെപ്പോഴും ഞാൻ മുമ്പ് ആ എൻറ്റിറ്റിയുടെ കണക്ഷൻസ് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ടോപ്പിക്കൽ ക്ലസ്റ്ററിൽ ഒരു ടോപ്പിക്കിന്റെ ഉള്ളിൽ കാര്യം പറഞ്ഞു പോകുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക, മുകളിലേക്ക് കയറരുത്. താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ടോപ്പിക്കൽ അതോറിറ്റി, അതായത് ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ താഴേക്കുള്ള നമ്മുടെ ട്രീ പോലെ ഇല്ലേ, സബ് താഴേക്ക് പറഞ്ഞു പോവാം. മുകളിലേക്ക് അതിന്റെ മുകളിലുള്ള ടോപ്പിക്കിനെ കുറിച്ചല്ല പറയേണ്ടത്, ഒരു ടോപ്പിക്കിന്റെ ഉള്ളിൽ നിൽക്കുന്ന സബ് ടോപ്പിക്കുകളെ കുറിച്ചാണ് പറയേണ്ടത്. മനസ്സിലായി? പുറമേ ഉള്ള ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞെന്ന് വിചാരിച്ച് തെറ്റൊന്നുമില്ല കേട്ടോ, അതിനെക്കുറിച്ച് പറഞ്ഞെന്ന് വിചാരിച്ച് തെറ്റില്ല. പക്ഷെ ഏറ്റവും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് കണക്ഷൻ കിട്ടുക അതിന്റെ ഉള്ളിലേക്ക് പറഞ്ഞു പോകാന്നുള്ള കൺഫ്യൂഷൻ. അതായത് ഇതൊക്കെ തമ്മിലൊരു ട്രീ പോലെ നിങ്ങൾ വരയ്ക്കാൻ ശ്രമിച്ചെന്ന് വിചാരിക്കും, ഒരു ട്രീ പോലെ വരയ്ക്കാൻ ശ്രമിക്കും. അതായത് ഇപ്പൊ ബന്ധത്തെ കുറിച്ച് പറയണമെന്ന് വിചാരിക്കുക. എന്റെ സ്ഥിരം എക്സാമ്പിൾ ഞാൻ പറയുന്നു, എന്റെ പടം ഞാൻ വരച്ചു, എന്റെ അച്ഛൻ, അമ്മ, പിള്ളേർ, ഇങ്ങനെ ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ അഗെയിൻ അച്ഛൻ്റെ അങ്ങനെ ഇത് പറഞ്ഞു, ഇങ്ങനെ പോകുന്നു. ഈ ഒരു ക്രമത്തിൽ പോവുകയാണെങ്കിൽ ഇതെല്ലാം ഓരോന്നിനും ഉള്ളിൽ വരുന്നതാണ്. ഇതിന്റെ ഇടയിൽ പെട്ടെന്ന് ഞാൻ ഈ കവർ ചെയ്ത് പോയതിലൊന്നും പെടാത്ത വേറൊരു ടോപ്പിക്ക് എന്നായിട്ട് ബന്ധപ്പെട്ട വേറൊരു ഇതായിട്ട് ഞാൻ പറയണമെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഈ ഒരു ഫ്ലോയിന് വെളിയിലേക്ക് പോകുന്ന ഒരു സംഭവം വിചാരിക്കും. നമ്മൾ വരയ്ക്കാൻ ശ്രമിച്ചാൽ, ഒരു പേപ്പർ വരയ്ക്കാൻ ശ്രമിച്ചാൽ പോലും നമുക്ക് ഇക്ഷണ വരയ്ക്കും. കാരണം അത് ഇതിനകത്ത് ഈ ഒരു ഫ്ലോയിൽ നമുക്കത് ഒപ്പിക്കാൻ പറ്റില്ല. ഇതേപോലെ NLP പ്രോസസ് ചെയ്യുന്ന സിമാൻറ്റിക്കൽ കണക്ഷൻസ് എന്ന് പറയുന്നത്, സിമാൻറ്റിക്കൽ കണ്ടന്റ് നെറ്റ്വർക്ക്, അത് എപ്പോഴും ഓരോ ഡോക്യുമെന്റുകൾ തമ്മിലൊരു റിലേഷൻ വെച്ചിട്ടാണ് ശരിക്കും ഇത് പ്രോസസ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് പ്രാവശ്യം പറഞ്ഞ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ഡോക്യുമെന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണക്കൂട്ടുന്നുണ്ട് എപ്പോഴും നമ്മുടെ വെബ്സൈറ്റിലെ ഡോക്യുമെന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും. അപ്പൊ ഈ കാൽക്കുലേഷനിലുണ്ടല്ലോ നമ്മൾ പെട്ടെന്ന് ഇതിൽ നിന്നൊക്കെ ഔട്ട് ഓഫ് ടോപ്പിക്ക് നമ്മൾ ആയിട്ടുള്ള വേറൊരു കാര്യത്തെ കുറിച്ച് നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് വലിയ ഗുണം ഉണ്ടാവില്ല, നമ്മുടെ സൈറ്റിൽ വലിയ ഗുണം ഉണ്ടാവില്ല. ഒരു ആർട്ടിക്കിളിന് വേണ്ടി ഒരു ആർട്ടിക്കിൾ നിറയ്ക്കാന്നേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം ആരോ, എനിക്ക് തോന്നുന്നു അഭിനവാണെന്ന് തോന്നുന്നു, ഒരു ഇത് ഷെയർ ചെയ്ത് കണ്ടായിരുന്നു ലിങ്ക്ഡിനിൽ. അഭിനവ് ഉണ്ട് അതിനകത്ത്? എന്താ
ഒരു ലിങ്ക്ഡിനിലെ ഒരു പോസ്റ്റ് ഇട്ട് കണ്ടായിരുന്നു. അതിനകത്ത് വാക്കുകൾ ഇതിൽ കടുകട്ടിയാണ്, എൻറ്റിറ്റിയുടെ ഒരു എന്തോ രണ്ട് ഇത് പറഞ്ഞിട്ട്. പക്ഷെ ഇതാണ് അത് ഉദ്ദേശിക്കുന്നത്, ടോപ്പിക് സബ് ടോപ്പിക്. എൻറ്റിറ്റി ഒരു എൻറ്റിറ്റിയുടെ ഉള്ളിൽ വരുന്നത്, അതിന് പറയുന്ന ഒരു കടുകട്ടി വാക്കുകളായിരുന്നു അതിനകത്ത് രണ്ടെണ്ണം. ആ വാക്കുകൾ അങ്ങനെ പഠിക്കണമെന്നില്ല, ടോപ്പിക് സബ് ടോപ്പിക്കുകൾ. അപ്പൊ അതിനകത്ത് എക്സാമ്പിൾ ഞാൻ പറയാം, നല്ലൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അതായത് ഒരു കാറിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഉള്ളിലെ ഭാഗമാണ് എൻജിൻ, മറ്റേ ടയറ്, സീറ്റ്, അങ്ങനെ സ്റ്റിയറിങ്, അതെല്ലാം അതിന്റെ ഉള്ളിലെ ഭാഗമാണ്, നമ്മുടെ സബ് ടോപ്പിക്കുകളാണ്. മനസ്സിലായോ? കാർ എന്നുള്ളത് ബിബിനിട്ട പോസ്റ്റ് അല്ലേ? അതെ ഞാൻ അഭിനവന്റെ എവിടെയോ ഞാൻ കണ്ടു, അഭിനവന്റെയിലാണ് ഞാൻ കണ്ടത്, അതിന്റെ ഒരു ഓർമ്മ. അതിനകത്തൊരു കടുകട്ടി വാക്കുകളായിരുന്നു കേട്ടോ. ആ വാക്കുകൾ ഞാൻ ആദ്യം ഉപയോഗിക്കാണ് കേട്ടെ. ടോപ്പിക് സബ് ടോപ്പിക്കുടെ എൻറ്റിറ്റി സബ് എൻറ്റിറ്റീസ് നമ്മൾ പറയും. പക്ഷെ അതിനകത്ത് എന്തോ കടുകട്ടി രണ്ട് വാക്കുണ്ടായിരുന്നു അഭിനവട്ടയില്. സെയിം തന്നെ അല്ലെ? സെയിം തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്, സെയിം തന്നെയാണ്. ടോപ്പിക് സബ് ടോപ്പിക്. അപ്പൊ അതിനകത്ത് നമ്മളൊരു കാർ എന്നുള്ള ടോപ്പിക് ആയിട്ട് എടുത്താൽ അതിന്റെ ഉള്ളിൽ വരുന്ന സബ് ടോപ്പിക്കാണ് കാറിന്റെ ടയറ്, കാറിന്റെ സീറ്റ്, കാറിന്റെ സ്റ്റിയറിങ്, അതെല്ലാം തന്നെ. അത് ഇതിന്റെ സബുകളില്ലേ, നമ്മളൊന്ന് ആലോചിക്കുക. ഇതിന്റെ സബുകളെ കുറിച്ച് കൂടുതൽ പറയും തോറും കാർ എന്നുള്ളതിന് ഓവറോൾ വെയിറ്റേജ് കിട്ടും അല്ലെ? കാറിന്റെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഞാൻ ഈ ടോപ്പിക്ക് കാറായിട്ട് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ആർട്ടിക്കിൾസ് എഴുതാൻ തുടങ്ങി. കാറിന്റെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുന്നു, കാറിന്റെ ടയറുകളെ കുറിച്ച് പറയുന്നു, കാറിന്റെ എഞ്ചിനുകളെ കുറിച്ച് പറയുന്നു. ഈ കാറിന്റെ മുകളിലുള്ള ടോപ്പിക് ഇല്ലേ, അതെന്തായിരിക്കും? ആയിരിക്കും പറയാമോ? കാറിന്റെ മുകളിലുള്ള ടോപ്പിക്, കാറിന്റെ സബ് ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞു. കാറിന്റെ ടയർ, കാറിന്റെ മുകളിൽ എന്താണ്? കാർ കമ്പനി. അങ്ങനെയോ? കാർ കമ്പനീസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അതിന്റെ മുകളിൽ വെഹിക്കിൾ അല്ലെ, ഓട്ടോമൊബൈൽസ്. അതിന്റെ മുകളിൽ പിന്നെയും കാണും, ഓട്ടോമൊബൈൽസിന്റെ മുകളിൽ പിന്നെയും കാണും. മനസ്സിലായോ? അപ്പൊ ഞാൻ ഈ കാറിന്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നു, കാറിന്റെ ടയറിനെ കുറിച്ച്, കാറിന്റെ എഞ്ചിനെ കുറിച്ച്, കാറിന്റെ ഇതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന്റെ ഇടയിൽ ഞാൻ വളരെ പെട്ടെന്ന് ഇതിന്റെ മുകളിലത്തെ എന്തോ ഒരു സാധനത്തെ കുറിച്ച് പറഞ്ഞാലത്തെ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കുക. അത്രയ്ക്ക് അങ്ങോട്ട് യോജിക്കില്ല. കാരണം ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്ന ആ ടോപ്പിക്കിന്റെ മുകളിലെ ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അവിടെ പറയുന്നതുകൊണ്ട് ഒരു തെറ്റൂല കേട്ടോ. മുകളിലെ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നു അതിനെ കുറിച്ച് പറഞ്ഞാൽ നല്ലതില്ല, ആൾക്കാരെ അറിഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞ SEO പരമായിട്ട് ടോപ്പിക്കൽ അതോറിറ്റിയിലേക്ക് ഇവ കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ ആർട്ടിക്കിൾ നിങ്ങളുടെ സൈറ്റിൽ ഇടണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ഇടണമെങ്കിൽ ഇട്ടോ, ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടണം. പക്ഷേ ടോപ്പിക്കൽ അതോറിറ്റി എന്ന ഇതിനെ കുറിച്ച് ഞാൻ എന്ന് പറയുന്ന ടോപ്പിക്കൽ അതോറിറ്റിയിലേക്ക് ഈ ഡോക്യുമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. കാരണം നമ്മുടെ ടോപ്പിക്ക് കാർ എന്നുള്ളതാണ്. കാറിന്റെ കീഴേക്ക് വരുന്നതിനെ കുറിച്ച് മാക്സിമം കാര്യങ്ങൾ പറയുമ്പോൾ കാർ എന്നുള്ളതിലേക്ക് ആണ് അതിന്റെ അതോറിറ്റി വരിക. കാറിന്റെ മുകളിലുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തോട്ടാണ്, ഏതാണോ ഹയറിന്റെ നിൽക്കുന്ന ടോപ്പിക്ക് അതിനാണ് അതോറിറ്റി കിട്ടുക. അപ്പൊ ഞാൻ കാർ കമ്പനിയെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ കമ്പനി എന്ന ടോപ്പിക്കിലേക്കാണ് അതോറിറ്റി പോവുക, കാർ എന്നുള്ളതിലേക്കല്ല. മനസ്സിലായോ? ഏതാണോ ഒരു ആർട്ടിക്കിളിൽ എന്റെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്ക്, ആ ടോപ്പിക്കിലേക്കാണ് എന്റെ അതോറിറ്റി പോവുക. അപ്പൊ ഞാൻ കാർ കമ്പനിയെ കുറിച്ച് എഴുതിയാൽ കാർ കമ്പനി എന്ന ടോപ്പിക്കിലേക്ക് പോയി, കാറിലേക്ക് വരില്ല. അത് മനസ്സിലായി? കാർ എന്നുള്ള ഇതിനെക്കിടയ്ക്ക് അത് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ എപ്പോഴും നിങ്ങൾ ടോപ്പിക്കൽ അതോറിറ്റി വെച്ചിട്ട് നിങ്ങൾ കണ്ടന്റുകൾ പ്ലാൻ ചെയ്യുമ്പോൾ വിശദമായ അന്വേഷണം നടത്തുക. അതിന് നെറ്റിലുള്ള സകല ടൂളുകളും നിങ്ങളുടെ അന്വേഷണങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത് ഇവിടെയാണ്. അവിടെ നമ്മൾ കണ്ടന്റുകളുടെ ഒരു പ്ലാനിങ് നടത്തുക, അതോറിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ചെയ്യുക. ഈ പ്ലാനിങ് നടത്തുമ്പോൾ ടോപ്പിക്കൽ അതോറിറ്റി എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്, ഈ പ്ലാനിങ് നടത്തുമ്പോൾ ടോപ്പിക്കൽ റെലവൻസി, അതായത് സിമാൻറ്റിക്കൽ ഫ്ലോ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഈ ടോപ്പിക്കുകളുടെ ഫ്ലോ കൂടി, ടോപ്പിക് മീൻസ് ഓരോ ബ്ലോഗുകളുടെയും അറേഞ്ച്മെന്റ് കൂടി ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾ അടുത്ത സ്ട്രാറ്റജി ഉണ്ടോ ഞാൻ പറയുന്നത്. ഈ ബ്ലോഗ് പോസ്റ്റുകളുടെ ഓർഡർ വരെ ഇമ്പോർട്ടന്റ് ആണ്. ഓർഡർ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം, നമ്മളിപ്പോ ഒരു പേജിലെ കണ്ടന്റ്, നമ്മൾ ടോപ്പിക്കൽ റെലവൻസി പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പേജിലെ കണ്ടന്റ് തന്നെ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, അതിനോട് ഹൈ ഇന്റന്റ്, വളരെ ചേർന്ന് നിൽക്കുന്ന രീതിയിലേക്ക് താഴേക്ക് പറഞ്ഞ് പതുക്കെയാണ് നമ്മൾ അതിന് അകന്നു പോകുന്നത്, തുടങ്ങിയോർത്ത് നിന്ന് എന്നതുപോലെ തന്നെയായിരിക്കണം നമ്മൾ എൻ്റെ ഒരു ടോപ്പിക് ക്ലസ്റ്ററിലെ ഇത് പറഞ്ഞു പോകുമ്പോഴും നമ്മൾ അതിനോട് വളരെ അലൈൻഡായിട്ട് നിൽക്കുന്ന ടോപ്പിക്കുകളായിരിക്കണം ആദ്യം പറഞ്ഞു പോകേണ്ടത്. ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ബ്ലോഗുകളായിരിക്കണം നമ്മൾ ആദ്യം പറഞ്ഞു പോകേണ്ടത്. പതുക്കെ നമ്മുടെ ടോപ്പിക്കുകൾ നമ്മുടെ കയ്യിലുള്ള ശേഖരം കുറഞ്ഞു വരുമ്പോൾ പതുക്കെ നമ്മൾ വൈഡായിട്ട് വെറുതെ വേറെ എന്തെങ്കിലും കുറിച്ചൊക്കെ എഴുതാനൊക്കെ തുടങ്ങും. പക്ഷെ ഏറ്റവും വളരെ ക്ലോസ് ആയി നിൽക്കുന്നതും ഗൂഗിൾ അടക്കം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ എന്തായാലും ഇന്നതിനെ കുറിച്ചൊക്കെ എഴുതി കാണും.
അത്രക്കും ഏതൊരാൾ പോലും പ്രതീക്ഷിക്കുന്ന, ഒരാളും ഗൂഗിളും ഒക്കെ പ്രതീക്ഷിക്കുന്ന ആ ടോപ്പിക്കുകളായിരിക്കണം നിങ്ങൾ ആദ്യം എഴുതി പോകേണ്ടത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഇന്റേണൽ ലിങ്കിങ്ങും മാക്സിമം ഇതാക്കുക. പറ്റാവുന്ന ഈ പേജുകളിൽ നിന്നെല്ലാം തന്നെ നമ്മുടെ മെയിൻ പേജിലേക്ക് പറ്റാവുന്നല്ല, ഒരുമാതിരി എല്ലാ പേജുകളിൽ നിന്നും നമ്മുടെ മെയിൻ പേജിലേക്ക് ലിങ്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പേജുകളൊക്കെ തമ്മിൽ മാക്സിമം ഇന്റേണൽ ലിങ്കിങ് ചെയ്യിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോ ഇത് പിന്നെ അതോടൊപ്പം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള വേഡ് പ്രസ് ആണെങ്കിലും ഷോപ്പിഫൈ ആണെങ്കിലും എവിടെയാണെങ്കിലും ഈ കൊമേഴ്സിലാണെങ്കിലും എല്ലായിടത്തും ഇതൊക്കെ സെയിം തന്നെ ഉണ്ടാവും. പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചറിങ് സൈറ്റിൽ കാറ്റഗറൈസേഷൻ തുടങ്ങിയത് കൊണ്ടുവരിക. ഈ കാറ്റഗറൈസേഷൻ ലൂടെ ട്രാവൽ ചെയ്യാനായിട്ട് യൂസർക്ക് നല്ല ഈസി ആയിട്ടുള്ള മെനു പാത്തിൽ നേവിഗേഷൻ ബാറിലൂടെയോ ബ്രെഡ് ക്രംബിലൂടെയോ അവന് ഈസി ആയിട്ടുള്ള നാവിഗേഷൻ അവന് പ്രൊവൈഡ് ചെയ്യുക. ഈ സ്ട്രക്ചറിനെ ബ്രെഡ് ക്രംബ് സ്കീമ മാർക്കപ്പിലൂടെ ഗൂഗിളിനും കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പൊ ഗൂഗിളിന് കറക്റ്റ് ആയിട്ട് ആ സ്ട്രക്ചർ കിട്ടി, ആ ഒരു കൂട്ടത്തിനെ ഒരുമിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ഈ കൂട്ടങ്ങൾ തമ്മിലുള്ള പരസ്പരം ഇന്റേണൽ ലിങ്ക് കിട്ടിയ ക്ലസ്റ്ററിനെ ഗൂഗിളിനും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇങ്ങനെയൊന്നും കൊടുത്തില്ലെങ്കിൽ ഗൂഗിളിന് അത് മനസ്സിലാവും, പക്ഷെ കുറച്ചും കൂടി ഈസി ആയിട്ട് ഗൂഗിളിന് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ഗൂഗിളിന് മനസ്സിലാക്കുമ്പോൾ തന്നെ അതോറിറ്റി വളരെ പെട്ടെന്ന് വർദ്ധിക്കും. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ അതോറിറ്റി വർദ്ധിക്കുമ്പോഴത്തെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പിക്കിൽ കിടക്കുന്ന നമ്മുടെ മാക്സിമം കീവേഡ്സുകൾ, മാക്സിമം പേജസ് ഒരുമിച്ചായിരിക്കും. നമ്മുടെ സൈറ്റ് വൈഡ് ഇറ്ററേഷൻ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സൈറ്റ് വൈഡ് ഇറ്ററേഷൻ നടത്തുമ്പോൾ ഒരുമിച്ചായിരിക്കും റാങ്കിങ്ങിനൊക്കെ പോകുന്നത്. ഇത് രസകരമാണ്. നിങ്ങൾ ഇങ്ങനെ SEO ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ രസമുള്ള ഇൻട്രസ്റ്റിംഗ് ആണ്, ഹരം പിടിപ്പിക്കുന്ന സാധനമാണ്. ഈ ടോപ്പിക്കിൽ അതോറിറ്റി നോക്കി SEO ചെയ്യാന്നുള്ളത് പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞ ബാക്ക് ലിങ്ക് പമ്പ് ചെയ്ത് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒന്നും പറ്റില്ല. പക്ഷെ പതുക്കെ സൈറ്റ് കയറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പതുക്കെ ഇഞ്ച് ബൈ ഇഞ്ച് ആയിരിക്കും. അത് കോൺക്രീറ്റ് പോലെ നിൽക്കും, പൊളിയില്ല, എന്തുണ്ടായാലും പൊളിയില്ല. അത് പതുക്കെ കയറി ഒരു സമയം എത്തിക്കഴിയുമ്പോൾ അവനങ്ങ് പിടിയും. ഈ സ്നോബോൾ എഫക്റ്റ് എന്ന് പറയും. മുകളിൽ നിന്ന് തുടങ്ങുമ്പോൾ ചെറിയ ബോളായിരിക്കും, ഉരുണ്ടിരുന്ന് മഞ്ഞ് പൊതിഞ്ഞ് വലിയ ബോളായിട്ടിരിക്കും സ്നോബോൾ. താഴെത്തുമ്പോഴേക്കും ഇമ്പാക്ട് വളരെ കിട്ടും. അതേപോലെ ഒരു ടോപ്പിക്കിൽ അതോറിറ്റി ആ ക്ലസ്റ്റർ രൂപീകരിക്കുക. ആ ക്ലസ്റ്ററിലുള്ള ബ്ലോഗുകൾ ഇങ്ങനെ എഴുതി ബാറ്ററിംഗ് ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ പരീക്ഷ നോക്കിയോ, ചെയ്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് അറിയണം ഓരോന്നും. അത് നിങ്ങൾ എഴുതി പ്രോപ്പറായിട്ട് ഇന്റേണൽ ലിങ്കിങ് ഇട്ടിട്ട് ചെയ്ത് നോക്കി സൈറ്റ് പതുക്കെ കയറാൻ നോക്കും. പിന്നെ ഒരു ഘട്ടത്തിൽ പിടിച്ചാൽ കിട്ടില്ല സൈറ്റ്. ടോപ്പിക്കൽ അതോറിറ്റി പവർഫുൾ ആയിട്ടാണ്. ഈ ടോപ്പിക്കൽ അതോറിറ്റി തന്നെയാണ് നമ്മുടെ ഈറ്റിനെയും സ്വാധീനിക്കുന്നുണ്ട്. അത് പിന്നീട് പറഞ്ഞില്ല. ഞാൻ ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആരെങ്കിലും? നമ്മളിപ്പോ ഈ കാറ്റഗറൈസേഷന്റെ കാര്യം പറഞ്ഞല്ലോ, URL സ്ട്രക്ചർ വെച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോ ഞാനിപ്പോ വേർഡ്പ്രസ്സില് ഇപ്പൊ എന്റെ വെബ്സൈറ്റ് ഞാൻ ചെയ്യുമ്പോഴേക്കും കാറ്റഗറീസ് ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ അകത്ത് സ്ട്രക്ചറും പ്രോപ്പർ ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ബ്ലോഗ് വെബ് ഡിസൈനിലാണ് വരണമെങ്കിൽ website.com/blog/ പിന്നെ വെബ് ഡിസൈൻ പിന്നെ ബ്ലോഗ് നെയിം അങ്ങനെയായിരിക്കും പോകുന്നത്. പക്ഷെ അത് സ്ക്രീമിംഗ് ഫ്രോഗ് വെച്ച് ചെക്ക് ചെയ്യുമ്പോഴേക്കും ഈ പറയുന്ന URL സ്ട്രക്ചർ അതിൻ്റെ അകത്ത് പ്രോപ്പർ ആയിട്ട് കാണിക്കുന്നില്ല. അതിപ്പോ നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നത് ശരിയാവാത്തത് കൊണ്ടാണോ അതോ സ്ക്രീമിംഗ് ഫ്രോഗിന്റെ അതിൻ്റെ അകത്ത് പ്രോപ്പർ ആയിട്ട് നമുക്ക് കിട്ടത്തില്ലേ? അതിനകത്ത് കാണിക്കേണ്ടതാണല്ലോ. അതിനകത്ത് എന്താണ് സ്ട്രക്ചർ, അതെന്താണെന്ന് മനസ്സിലായില്ല. സ്ട്രക്ചർ പ്രോപ്പർ അല്ല എന്ന് സ്ക്രീമിംഗ് ഫ്രോഗ് കാണിച്ചതിന്റെ വെറുതെ കാറ്റഗറി ഇപ്പൊ ബേസിൽ പറഞ്ഞ പ്രകാരം വേർഡ്പ്രസ്സിൽ ഇപ്പൊ പെർമാലിങ്ക് എന്ന് പറഞ്ഞ കാറ്റഗറി/പോസ്റ്റിന് അല്ലേ, അത്രയല്ലേ ഉള്ളൂ. അതിനെന്താ ഒരു പ്രോബ്ലം കാണിക്കേണ്ടത്? പിന്നെ യാതൊരുവിധ പ്രോബ്ലം ഞാൻ കാണുന്നില്ല അതിനകത്ത്. പൊതുവെ നല്ല ശതമാനം ആൾക്കാർ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പെർമാലിങ്ക് സ്ട്രക്ചറാണ് കാറ്റഗറി/പോസ്റ്റിന് എന്നുള്ളത്. പൊതുവെ അല്ല, ഒരു 60-70% സൈറ്റുകൾ അങ്ങനെ തന്നെയാണ് അത് ഉപയോഗിക്കുക. അങ്ങനത്തെ യാതൊരുവിധ പ്രോബ്ലം ഇല്ല. അല്ല പക്ഷെ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇഷ്യൂസ് മീൻസ് നമ്മൾ ആ സ്ട്രക്ചർ എടുത്ത് നോക്കുമല്ലോ, ക്രോൾ ട്രീ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോഴേക്കും അതിൻ്റെ അകത്ത് പലതുമായിട്ട് അത് ഇന്റേണൽ ലിങ്ക് കൊടുക്കുന്നതുകൊണ്ടാണോ എന്നുള്ളതും മറ്റേ ഈ സ്ട്രക്ചർ ഈ പഴയ സ്ക്രീമിംഗ് ഫ്രോഗിനൊക്കെ കുറച്ചല്ല മുഴുവനായിട്ട് ഇതാക്കണ്ട. അതായത് പഴയ സൈലോ സ്ട്രക്ചർ എന്ന് അതിന്റെ ഒരു കൺസെപ്റ്റിൽ നിന്ന് പറയുന്നതായിരിക്കും. അതായത് ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് മറ്റൊരു സ്ട്രക്ചറിലേക്ക്, അതായത് മൾട്ടിപ്പിൾ ടോപ്പിക്സ് ഒരു വെബ്സൈറ്റിലാണെങ്കിൽ അതൊരു പഴയകാല കൺസെപ്റ്റാണ്. ട്രീ ഗ്രാഫ് എടുത്ത് വരുന്നതായിരിക്കും. ഡയറക്ടറി ഗ്രാഫ് എടുത്ത് നോക്കി ഡയറക്ടറി ഞാൻ ക്രോൾ ട്രീ ഗ്രാഫാണ് ചെയ്തതെന്ന് തോന്നുന്നു. ഇന്നലെ അത് ക്രൗൾ ചെയ്യുന്നത് ഇന്റേണൽ ലിങ്കിങ്
ഇന്റേണൽ ലിങ്കിങ്ങിന്റെ കേസാണ് ഈ പേജിൽ പറയുന്നത്. ക്രോൾ ട്രീ അതായത് വേറെ ട്രീയിലേക്കൊക്കെ, അതായത് മൾട്ടിപ്പിൾ ടോപ്പിക്സുകളൊക്കെ ഉണ്ടാകുമ്പോഴേ വേറെ ഒരു ഇതിലേക്കൊക്കെ പഴയ കാല കൺസെപ്റ്റ് ആണ് അത്. അതായത് ഇങ്ങനെ പറയും, നമ്മളൊരു പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ക്ലസ്റ്റർ രൂപീകരിക്കുമല്ലോ. ആ ഒരു ക്ലസ്റ്റർ ഇപ്പൊ ഒരു വെബ്സൈറ്റിന് ചിലപ്പോൾ മൾട്ടിപ്പിൾ ടോപ്പിക്സുകളുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടോപ്പിക് 1 ടോപ്പിക് 2 അങ്ങനെ എടുത്ത് വിചാരിക്കുക. അപ്പൊ ടോപ്പിക് 1ന്റെ ഒരു ക്ലസ്റ്റർ നമ്മൾ രൂപീകരിക്കുന്നു. ടോപ്പിക് 1ന്റെ ഒരു പില്ലർ പേജും അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു 100 ആർട്ടിക്കിൾസ് എന്ന് വിചാരിക്കും. ടോപ്പിക് 2ന്റെയും നമ്മളൊരു ക്ലസ്റ്റർ രൂപീകരിക്കുന്നു. ടോപ്പിക് 2 അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു 40 ആർട്ടിക്കിൾസ് എന്ന് വിചാരിക്കും. പഴയകാല കൺസെപ്റ്റ് ഇങ്ങനെയൊക്കെ പറയും. ഈ സെക്കൻഡ് ക്ലസ്റ്ററിൽ നിന്ന് ഒരിക്കലും ആദ്യത്തെ ക്ലസ്റ്ററിലേക്ക് ഒരു ലിങ്ക് ഉണ്ടാവരുതെന്ന് പറയും. അതേപോലെ ഫസ്റ്റിൽ നിന്ന് ഇതിനകത്തോട്ടും ഒരു ഇന്റേണൽ ലിങ്കിങ് ഉണ്ടാവരുതെന്ന് പറയും. വെറുതെ ഉണ്ട്, ലിങ്ക് ഒക്കെ ചെയ്തോ, ഒരു കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടുണ്ട് നമുക്ക് ഉറപ്പായിട്ടും കൊടുക്കണം. യൂസർ ആലോചിക്കുക. നമ്മൾ എന്തിനാ ഗൂഗിളിനെ ആലോചിക്കുന്നല്ല ഇത് പ്രശ്നം. ഗൂഗിളിന് അത് ഇഷ്ടമല്ല. ഞങ്ങളെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ചെയ്യല്ലേ എന്നാണ് ഗൂഗിളും പറയുന്നത്. ആളുകൾ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിങ്ക് ചെയ്യണം. അത് നമ്മുടെ സൈറ്റിൽ ഇല്ലെങ്കിൽ എക്സ്റ്റേണൽ ലിങ്കിൽ കൊടുക്കണം. വിക്കിപീഡിയയിലേക്ക് തന്നെ ഒരു പേജിൽ നിന്ന് 30 40 കൊടുത്തോ, ഒരു കുഴപ്പമില്ല, ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. പക്ഷെ കൊടുക്കാൻ വേണ്ടി കൊടുക്കരുത്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കോൾ ടു ആക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മള് കോൾ ടു ആക്ഷനിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ടെക്സ്റ്റ് കൊടുക്കുകയാണെന്ന് കരുതുക. ഒരു ബട്ടണില് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ടെക്സ്റ്റ് വെച്ചിട്ട്, ഇപ്പൊ ഇൻഫർമേഷൻ കണ്ടന്റ് ആയിരിക്കുമല്ലോ ബ്ലോഗിൽ വരുന്നത്. കൊമേഴ്ഷ്യൽ ഇന്റന്റ് ആയിരിക്കും, ഇൻഫർമേഷണൽ ഇന്റന്റ് ഉള്ള കണ്ടന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ അകത്ത് നമ്മളിപ്പോ നമ്മളുടെ സർവീസ് പേജിലോട്ട് അല്ലെങ്കിൽ മണി പേജിലോട്ട് നമ്മളൊരു കോൾ ടു ആക്ഷൻ വിത്ത് ബട്ടൺ മീൻസ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ടെക്സ്റ്റ് വെച്ചിട്ട് ഒരു ബട്ടൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പേജിലോട്ട് കൊണ്ടുപോകുന്നതാണോ നല്ലത്, അതോ ആ പേജ് ലൈക്ക് ഒരു പോപ്പപ്പ് കൊണ്ടുവന്നിട്ട് ആ പേജിൽ നിന്ന് തന്നെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്? ഇതല്ലേ ഉദ്ദേശിച്ചത്, ഒരു കോൺടാക്ട് ഫോം ഫില്ല് ചെയ്യിക്കാനല്ലേ ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങളുടെ മനോധർമ്മം പോലെ. അതായത് ഇപ്പൊ എക്സാമ്പിള് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇപ്പൊ ഈ പേജ് വായിക്കുന്ന ഒരാൾക്ക് അഡീഷണൽ, അതായത് നമ്മളുടെ ഒരു യൂസർ ജേണി ഉണ്ടല്ലോ, നമ്മൾക്കറിയാം ഈ പേജ് വായിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ ഫോം ഫില്ല് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ബട്ടൺ നേരെ കൊടുത്തോ, ഫോം ഫില്ല് ചെയ്യട്ടെ. പക്ഷെ നിങ്ങളുടെ മനസ്സ് അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് പറയുകയാണ്, ഇല്ല ഇവിടെ നിന്ന് ഇവൻ ഒരിക്കലും ഇങ്ങനെ ഒരു ബട്ടൺ കാണിച്ചാൽ ഫോം ഫില്ല് ചെയ്യില്ല. അവന് കുറച്ചും കൂടി, ഇപ്പൊ കോഴ്സ് ആണല്ലോ, കുറച്ചും കൂടി അതിന്റെ ഡീറ്റെയിൽ ഒക്കെ അവൻ അറിയണം, സിലബസിന്റെ കാര്യങ്ങൾ മറ്റൊക്കെ അറിയണം എന്നുണ്ട്. ആ പേജിൽ വന്ന് അതൊക്കെ വായിച്ചിട്ടേ ഇവൻ ഫോം ഫില്ല് ചെയ്യുള്ളൂ എന്ന് തോന്നിയാൽ ആ പേജിലേക്ക് വിടണം. അത് നിങ്ങളുടെ മനോധർമ്മമാണ്. ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോ ഈ ഫോം ഇവിടെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ചിലപ്പോൾ ആരും ഫില്ല് ചെയ്യാത്ത അവസരം വരും. ഒന്നാമത്തെ സിനാരിയോ അതാണ്. ചിലപ്പോൾ ആരും ഫില്ല് ചെയ്യാത്ത അവസരം. നേരെ മറിച്ച് മറ്റേ പേജിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് കുറെ പേര് ഫില്ല് ചെയ്താണ് ഒരു സിനാരിയോ. വേറൊരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ തന്നെ ഫോം കൊടുത്തു കഴിഞ്ഞാൽ 10 പേരുണ്ടെങ്കിൽ 10 പേര് ചിലപ്പോൾ ഫില്ല് ചെയ്യും. മറ്റേ പേജിലേക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 10 പേര് അപ്പുറം പോയി പിന്നെ അത് വായിച്ചിട്ട് ചിലപ്പോൾ 8 പേരെ ഫോം ഫില്ല് ചെയ്യുള്ളൂ. അപ്പൊ ഇത് രണ്ട് സിനാരിയോ ആണ്. ചിലപ്പോൾ അപ്പുറത്തേക്ക് വിടുന്നത് നമുക്ക് ലീഡ് കുറയ്ക്കാൻ ഇടയാക്കും, ചിലപ്പോൾ അപ്പുറത്തേക്ക് വിടുന്നത് നമുക്ക് ലീഡ് കൂട്ടാനും ഇടയാക്കും. അപ്പൊ അത് ഡിപ്പെൻസ് എന്ന് പറയുള്ളൂ. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ ഈ മാംഗോ പിക്കിൾ വിത്ത് ലെമൺ ഒരു എക്സാമ്പിൾ അത് തന്നെ പറയുന്നു. അതിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നു. ഈ മാംഗോ പിക്കിൾ വിത്ത് ലെമണിന്റെ ഒരു കോട്ടിന്റെ വില 50 ലക്ഷം രൂപയാണ് എന്ന് വിചാരിക്കുക. 50 ലക്ഷം രൂപയാണ്. ഇതിന്റെ അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നേരെ കയറി ഓർഡർ ചെയ്യൂ. അവിടെ ഒരു ബൈ ബട്ടൺ ഞാൻ കൊടുത്താലും ഇല്ല. ഈ ബ്ലോഗ് പോസ്റ്റ് വെച്ചാൽ അവൻ 50 ലക്ഷത്തിന്റെ സാധനം, അവന്റെ ഡിസിഷൻ മേക്കിംഗ് ടൈം ഉണ്ട്. അവന് എല്ലായിടത്തും ഒരു ഡിസിഷൻ മേക്കിംഗ് ടൈം ഉണ്ട്. ഇൻസ്റ്റന്റ് ആയിരിക്കില്ല എല്ലായിടത്തും. ചില കാര്യങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട്, ചില കാര്യങ്ങളിൽ അവന് സമയം വേണം, ചില കാര്യങ്ങളിൽ അവന് കൂടുതൽ റിസർച്ച് നടത്തണം. അപ്പൊ അതെല്ലാം ആലോചിച്ചിട്ട് വേണം നമ്മൾ ഏത് ടൈപ്പ് കോൾ ടു ആക്ഷൻ കൊടുക്കണം തീരുമാനിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ ഈ 50 ലക്ഷത്തിന്റെ കേസിൽ ഉറപ്പായിട്ടും അവന് ഒന്നാമത്തെ കൂടുതൽ സമയം വേണം, പൈസയുടെ കാര്യത്തിലാണെങ്കിലും. രണ്ടാമത്തെ അവന് കൂടുതൽ റിസർച്ച് ആവശ്യമുണ്ട്. ഈ അഡ്വാൻറ്റേജസ് അവൻ വായിച്ചു, പക്ഷെ ഈ കമ്പനി ആരാണ്, ഇവരെന്താണ് സംഭവം, തട്ടിപ്പാണോ വെട്ടിപ്പാണെന്നൊക്കെ അറിയണ്ടേ. അവന് ഉറപ്പായിട്ടും അബൌട്ട് പേജിൽ കോൺടാക്റ്റിൽ പോയി നമ്മളെ കുറിച്ച് കുറെ കാര്യങ്ങൾ അന്വേഷിച്ച് കുറെ റിവ്യൂസും അന്വേഷിച്ച ശേഷം അവൻ മേടിക്കുള്ളൂ. അപ്പൊ ഉറപ്പായിട്ടും അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ നേരെ അവനെ മേടിപ്പിക്കുന്നതിനേക്കാളും പകരം എന്നെ ആ ടോപ്പ് ഓഫ് ഫണൽ പോലെ ഞാൻ ആലോചിക്കുക, എന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ അവനെ ഡൈവേർട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്, അല്ലെ? ഈ നമ്മൾ സാധാരണ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പക്ക മാർക്കറ്റിംഗ് തന്നെയാണ്. SEOയിലും ആ മാർക്കറ്റിംഗ് ബുദ്ധി നമ്മൾ വെക്കണം. നമ്മൾ ഓരോ കണ്ടന്റിലും ആ മാർക്കറ്റിംഗ് ബുദ്ധി ഉണ്ടാവും. നമ്മൾ നോക്കുമ്പോൾ എല്ലാ സൈറ്റുകളിലും കുറെ പേജും കുറെ കണ്ടന്റും കുറെ ബ്ലോഗ് പോസ്റ്റുകളാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് കുറച്ച് ഇന്റർനാഷണൽ സൈറ്റുകൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ആ സൈറ്റുകളിലെല്ലാം നല്ല അസല ബുദ്ധി ഒളിഞ്ഞെടുക്കണം. അവരൊക്കെ വെറുതെ ബ്ലോഗിന് വേണ്ടി ബ്ലോഗ് എഴുതുകയോ ഇതൊന്നുമല്ല. ഓരോ പേജും കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ല കൺവേർട്ട് ചെയ്യിക്കേണ്ട സ്ഥലത്തേക്ക് അവർ വിടുന്ന കാണാൻ പറ്റും. അതിനകത്ത് ബേസിക്കലി പറഞ്ഞ പോലെ അതിനകത്ത് ബട്ടൺ വേണ്ട സ്ഥലങ്ങൾ, ഇൻസ്റ്റന്റ് റിസൾട്ട് എടുക്കേണ്ടവർക്ക് ഇൻസ്റ്റന്റ് റിസൾട്ട്, ചാറ്റിനാവും
എന്ന് പറഞ്ഞിട്ടൊക്കെ ചിലയിടത്ത് കാണാൻ പറ്റും. ഇപ്പൊ സംസാരിക്കൂ ഞങ്ങളുടെ അടുത്ത് എന്ന് പറഞ്ഞ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്ത് അതുണ്ടാക്കാം. അതല്ലെങ്കിൽ ഗൂഗിൾ അടക്കമുള്ള പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലയിടത്ത് ഗൂഗിൾ പറയും ചാറ്റ് നൗ അല്ല ഓർഡർ നൗ എന്ന് പറയുന്നിടത്ത് ഗൂഗിൾ ചിലയിടത്ത് കൂടുതൽ അറിയാനായിട്ട് വേറെ പേജിലേക്ക് ആയിരിക്കും വിടുക. എല്ലായിടത്തും ഒരേ രീതിയിലല്ല കോൾ ടു ആക്ഷൻ വരിക. ഡിപ്പെൻഡ്സ്. അവിടുത്തെ യൂസറുടെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പൊ തന്നെ ചെയ്യാൻ ത്വരയുള്ളൊരു സംഭവമാണെങ്കിൽ നേരെ ഇട്ട് കൊടുക്കും ബട്ടൺ. അതല്ല, അവന് ടൈം കൂടുതൽ എടുക്കും, അവൻ വിട്ടുപോകാൻ സാധ്യതയുണ്ടെങ്കിൽ അവനെ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വിടുക. അവൻ നമ്മളെ കുറിച്ച് കൂടുതൽ അറിയാനും നമ്മളുടെ ഒരു ക്രെഡിബിലിറ്റി പ്രൂവ് ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ചാണെങ്കിൽ അവൻ അങ്ങനത്തെ ഒരു പേജിലേക്ക് വിടുക. മോസ്റ്റ്ലി അബൌട്ട്സോ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ അല്ല നമ്മുടെ എക്സ്പെർട്ടൈസേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കാണിക്കുന്ന സ്ഥലത്തേക്ക് വിടാം. അങ്ങനെയാണ്. ഇതിനൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊന്നും ഒരു പ്രത്യേക ഒരു സിംഗിൾ ഫോർമുലയോ മറ്റൊന്നുമില്ല. ഓക്കെ ആണോ ബേസിലെ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും എന്തെങ്കിലും ടോപ്പിക്കൽ അതോറിറ്റി എന്തുള്ളത് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഹാൻഡ് റൈസ് ചെയ്യാമോ? ആർക്കെങ്കിലും ഇപ്പോഴും എന്താണ് ഈ ടോപ്പിക്കൽ അതോറിറ്റി എന്ന് പറയുന്ന സാധനം എന്താണ്? വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്, നമ്മളെല്ലാം ചെയ്യുന്നതാണ്. പക്ഷെ അതിന് ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക. ടോപ്പിക്കിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ നിങ്ങൾ പകുതി വിജയിച്ചു, ടോപ്പിക്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ. പിന്നെ ഈ ടോപ്പിക്കിനെ സംബന്ധിച്ച് എന്താണ് സെർച്ച് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ അതിന് നമ്മൾക്കിപ്പോ വെഡിങ് പറഞ്ഞുകൊണ്ടും ലെമണച്ചാറൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ എല്ലാ ടോപ്പിക്കൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ പുറത്തുള്ള പല ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം കേൾക്കുകയായിരിക്കും. ആ ഫസ്റ്റ് ടൈം കേൾക്കുന്ന ആ ബിസിനസ് എന്താന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അതിനെക്കുറിച്ച് നമ്മൾ വെൽ റിസർച്ച് തന്നെ നടത്തേണ്ടി വരും. നമ്മൾ കോമ്പറ്റീറ്റേഴ്സിന്റെ സൈറ്റ് എടുത്ത് പഠിക്കേണ്ടി വരും, കുറെ ടൂളുകൾ ഉപയോഗിക്കേണ്ടി വരും, ഈ കസ്റ്റമറുടെ അടുത്ത് മാക്സിമം ഫീഡ്ബാക്ക് കളക്ട് ചെയ്യേണ്ടി വരും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ടോപ്പിക്കിനെ ചുറ്റിപ്പറ്റി എന്ത് എഴുതണം എന്ന് തീരുമാനിക്കുന്നത്. അതാണ് ക്ലസ്റ്റർ. മുഹമ്മദ് സാർ റിസർച്ചിനെ പറ്റി പറഞ്ഞല്ലോ, സാറിന് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ടൂൾസ് പറയാനുണ്ടോ റിസർച്ചിന്? ഇപ്പൊ ഗൂഗിളോ അങ്ങനെ ChatGPT ഒന്നും അല്ലാതെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ടൂൾസ് സാറിന് സജസ്റ്റ് ചെയ്യാനുണ്ടോ? ടൂളാണോ ഉദ്ദേശിച്ചത്? ടൂള് ഞാൻ ഏറ്റവും കൂടുതൽ ബേസിക്കലി അവരുടെ ഇൻപുട്ട് മേടിക്കും. ബേസിക്കലി അതായത് നമ്മളൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ചിലത് നമുക്ക് മനസ്സിലാവുന്ന പ്രൊഡക്റ്റുകളാണോ ഓക്കെ, അല്ല മനസ്സിലാവാത്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന്റെ ബ്രോഷറൊക്കെ തരാൻ പറയും. അവരുടെ പ്രൊഡക്റ്റിന്റെ ഒരു ബ്രോഷർ ഉണ്ടാവുമല്ലോ, അതിനകത്ത് ആ പ്രൊഡക്റ്റ് എന്താണെന്നും അതിന്റെ ഫീച്ചർ എന്താണെന്നും ഏത് ടീമിനാണ് ഉപയോഗിക്കേണ്ടതെന്നും മറ്റേ കാര്യങ്ങൾ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ മാക്സിമം കാര്യങ്ങൾ അവരുടെ നിന്ന് കളക്ട് ചെയ്യും. രണ്ടാമത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കലുള്ള ടൂൾ എന്ന് പറഞ്ഞാൽ കീവേഡ് പ്ലാനർ തന്നെയാണ്. കാരണം അത്ര മൾട്ടിമേറ്റ് വേറൊരു ടൂളും ഇല്ല, സൽക്കാരമില്ല. ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ അവരുടെ സംഭവം നമ്മൾക്ക് വേർഡ്പ്രസ്സിൽ തേർഡ് പാർട്ടി ഡാറ്റ ആയിട്ട് എടുത്തിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രോസസ് ചെയ്യും. ഗൂഗിളിൽ എന്താണ് സെർച്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഗൂഗിളിന്റെ പോലെ വേറെ ആൾക്കാർ അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കീവേഡ് പ്ലാനർ നന്നായിട്ട് നന്നായിട്ട് യൂസ് ചെയ്യും. SEMrush പോലത്തെ സാധനങ്ങൾ ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നു. SEMrush ആണ്. അത് ബേസിക്കലി ഈ ഒപ്പോണൻസിന് കോമ്പറ്റീറ്റേഴ്സിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക ഗൂഗിൾ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സിന്റെ സൈറ്റ് ഞാൻ കാണിച്ചുതരാം എങ്ങനെ ചെയ്യുന്നുള്ള കാണിച്ചുതരാം. കോമ്പറ്റീറ്റേഴ്സിന്റെ സൈറ്റ് എടുത്തിട്ട് അവരുടെ ഒരു രീതിയിൽ ഞാൻ കുറെ ടൂളുകൾ ഉണ്ട്, എന്നാലും ഞാൻ എന്റെ മാനുവൽ ആയിട്ടുള്ള രീതിയിലാണ് കൂടുതൽ ചെയ്യുക. ഞാൻ ചെയ്യുന്ന രീതിയിൽ കാണിച്ചു തരാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇതിന്റെ അടുത്ത ഏരിയയിലേക്ക് കിടക്കട്ടെ, ടോപ്പിക്കിൽ അതോറിറ്റി ഇടാം. ഞാൻ ഇനി ജസ്റ്റ് ഇതിന്റെ പേറ്റന്റ് ഒന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേ. ഇനി ഇതെങ്ങനെയാണ് ഗൂഗിൾ കണക്കൂട്ടുന്നത് എന്നുള്ളതാണ് ഈ പേറ്റന്റ്. ഓക്കെ, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് ഗൂഗിൾ ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. ഈ ടോപ്പിക്കിൽ അതോറിറ്റി നമ്മളാണ് ഇതിനെ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. അപ്പൊ നിങ്ങള് ചിലവർക്ക് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളൊന്ന് മാറ്റാൻ വേണ്ടി പറയണം. ഈറ്റിന്റെ കേസൊക്കെ വരുമ്പോ പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരാൾക്ക് ഒരു ടോപ്പിക്കിലെ അതോറിറ്റി ആവുന്നു. ഗൂഗിളിന്റെ മുമ്പിൽ അങ്ങനെയല്ല, ഒരാൾക്ക് മൾട്ടിപ്പിൾ ടോപ്പിക്സിൽ അതോറിറ്റി ആവാം. ഓക്കെ, ഒരാൾക്ക് എത്ര ടോപ്പിക്കിനാണല്ലോ അതോറിറ്റി ആവുന്ന ഇഷ്യൂ. ഇനി ഒരു സർജന് അയാളുടെ മെഡിക്കൽ ഫീൽഡിൽ മാത്രമല്ല, അയാൾ ചിലപ്പോൾ നല്ലൊരു കുക്കായിരിക്കും, അയാൾക്ക് അതിനകത്ത് അതോറിറ്റി ആകാം. അയാൾ അതുപോലെ നല്ലൊരു ജിം ബോഡി ബിൽഡർ ആയിരിക്കാം, അതിനകത്ത് അതോറിറ്റി ആവാം. അത് അയാൾ നല്ലൊരു ട്രാവലർ ആയിരിക്കാം, അതിനകത്ത് അതോറിറ്റി ആവാം. മനസ്സിലായി? അപ്പൊ ഒരാൾക്ക് മൾട്ടിപ്പിൾ ഇതിനകത്ത് ഇപ്പൊ എലോൺ മസ്ക് ഒരു കാര്യത്തിൽ മാത്രമാണ് അതോറിറ്റി അല്ല. അയാൾ നല്ലൊരു ബിസിനസ് മാനാണ്. അയാള് മറ്റേ സ്പേസിന്റെ കാര്യം അതിനകത്തോട് ഇതാണ്. ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന്റെ കാര്യത്തിൽ അയാളുണ്ട്. അത് ക്രിപ്റ്റോ കറൻസിയുടെ കാര്യത്തിൽ അയാൾ നല്ലൊരു അതോറിറ്റിയാണ്. ക്രിപ്റ്റോന്റെ ഫീൽഡിലൊക്കെ എലോൺ മസ്ക് വളരെ ഇതായിട്ടുള്ള അതോറിറ്റിയാണ്. അപ്പൊ മൾട്ടിപ്പിൾ ഈ ക്രിപ്റ്റോയും സ്പേസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ടോപ്പിക്കിൽ എൻ്റെ ഡിഫറെന്റ് ടോപ്പിക്കാണ്. അപ്പോ ഒരാൾക്ക് മൾട്ടിപ്പിൾ ടോപ്പിക്സിൽ അതോറിറ്റി ആകാൻ പറ്റും. അതേപോലെ തന്നെ ഒരു വെബ്സൈറ്റിന് മൾട്ടിപ്പിൾ ടോപ്പിക്കിൽ അതോറിറ്റി ആകാൻ പറ്റും. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് ഞാൻ പറയാം. മൾട്ടിപ്പിൾ ടോപ്പിക്കിൽ അതോറിറ്റി ആകാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു, പണി കൂടും. ആലോചിക്കുക, നമ്മൾ ഒരു ടോപ്പിക്കിൽ അതോറിറ്റി ആകാൻ പോകുന്ന പോലെ അല്ല മൾട്ടിപ്പിൾ ടോപ്പിക്കിൽ അതോറിറ്റി ആവാൻ നോക്കും. കാരണം നമ്മുടെ എഫർട്ട് കൂടും.
എഫർട്ട് കൂടുന്നതിന്റെ ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഒരു വെബ്സൈറ്റിൽ നമുക്കറിയാം, ഒരു വെബ്സൈറ്റിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ അതോറിറ്റി ആവാൻ നമ്മൾ ചിലപ്പോൾ ആ ഒരു ടോപ്പിക്കും ആ ടോപ്പിക്കിനെ ചുറ്റിക്കിടക്കുന്ന ക്ലസ്റ്റർ രൂപീകരിക്കുമ്പോഴത്തെ ഒരു 100 200 ബ്ലോഗോ നമ്മൾ എഴുതിയാൽ മതിയാവും. കൂടാതെ ഇതിന്റെ റെലവൻസ് എല്ലാം കൂട്ടാനും മറ്റു കാര്യങ്ങളും നമ്മൾ ബാക്ക് ലിങ്കുകൾ ബിൽഡ് ചെയ്യുമ്പോഴും ഈ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ വെളിയിൽ വേണം. അവിടെ നിന്നൊക്കെ നമുക്ക് ബാക്ക് ലിങ്ക് ബിൽഡ് ചെയ്യണം. പക്ഷെ വേറൊരു ടോപ്പിക് കൂടി ആവുമെന്ന് ആലോചിച്ച് നോക്കി, നമ്മളുടെ ജോബ് ഡബിൾ ആവുകയാണ്. കാരണം അവിടെ പ്ലാൻ ചെയ്യേണ്ടത് എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടന്റ്, ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്ക് ലിങ്ക്, ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മുടെ ജോബ് ഡബിൾ ആവുകയാണ്. അതായത് ഡിഫറെന്റ് ടോപ്പിക്കുകളിൽ നമ്മൾ അതോറിറ്റി കൂട്ടണം എന്ന് വിചാരിക്കുന്നിടത്തോളം നമ്മുടെ ജോലി ഭാരം വളരെ വളരെ കൂടും. അപ്പൊ ഇത് നിങ്ങളുടെ മനോധർമ്മം പോലെ പ്ലാൻ ചെയ്യേണ്ട ഒരു കേസാണ് ഞാൻ പറഞ്ഞത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസുമാണ്. അപ്പൊ അതേപോലെ ചില സൈറ്റുകൾ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അവർ ഒരേ സമയം 4, 5, 8, 10 ടോപ്പിക്കുകളിലുണ്ടാവും. ഇവിടെയാണ് പലരും കുടുങ്ങാൻ പോകുന്ന ഒരു സമയം. 4, 5, 8, 10 ടോപ്പിക്കുകളിലുണ്ടാവും ഈ സൈറ്റ്. ക്ലയന്റിനാണ് ഒറ്റയടിക്ക് എല്ലാത്തിനും റാങ്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ പലരും സ്റ്റക്കായി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 8, 10 ടോപ്പിക്കുകളിൽ ഒരുമിച്ച് അതോറിറ്റി ആകണോ 1 by 1 ആയിട്ട് പോകണം? ആലോചിച്ച് നോക്കിയാണ് ഏത് പോകണം എന്നുള്ളതിന് ഇതിന് പ്രത്യേകിച്ച് ഒരു ഉത്തരവില്ല, മനസ്സിലായോ? പക്ഷേ ഡിപ്പെൻസ്. നിങ്ങൾക്ക് ക്ലയന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ഒരു ടോപ്പിക്കിൽ നമുക്ക് അതോറിറ്റി ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ബിസിനസ് കിട്ടും. എന്നിട്ട് പിന്നെ പതുക്കെ വേണമെങ്കിൽ അടുത്ത ടോപ്പിക്കും കൂടി കൂടുതലായിട്ട് നമ്മൾ കണ്ടന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. മുമ്പത്തെ ടോപ്പിക്ക് മൈൽഡ് ആയിട്ട് പോകുന്നു. എന്നിട്ട് പതുക്കെ അതിന്റെ പൊക്കിക്കൊണ്ടുവരാം. അങ്ങനെ പതുക്കെ 1 by 1 ആയിട്ട് ചെയ്യാം. ഇതൊരു സ്ട്രാറ്റജി. വേറൊരു സ്ട്രാറ്റജി, ക്ലയന്റ് വിചാരിക്കണം നല്ല പൈസ ഇറക്കണം. അതായത് നമ്മൾ അയാളുടെ 8 ടോപ്പിക്ക് ഐഡന്റിഫൈ ചെയ്തു, 8 ടോപ്പിക്കിനെ ചുറ്റിപ്പറ്റി ഓരോ ടോപ്പിക്കിലും ഒരു 40 ആർട്ടിക്കിൾ വെച്ച് പ്ലാൻ ചെയ്തു. അപ്പൊ 320ഓളം ആർട്ടിക്കിൾസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 320 ആർട്ടിക്കിൾസ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരുമിച്ച് ഏതാണ്ട് വിതിൻ 3-4 അല്ലെങ്കിൽ ഒരു 5 മാസം കൊണ്ട് കിട്ടണം. അതിന്റെ എത്ര കാശ് ഇറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് അതോറിറ്റി വർദ്ധിപ്പിക്കുന്നതാണ്. ഇങ്ങനെ ഒരുമിച്ച് അതോറിറ്റി വർദ്ധിപ്പിക്കുന്നതാണ് ബുദ്ധി. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയുമോ? പല സൈറ്റുകൾക്കും പറ്റുന്ന ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതും. നിങ്ങളുടെ പലർക്കും ഇതേ മിസ്റ്റേക്ക് പറ്റിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പല ടോപ്പിക്കിലുണ്ടാവും. ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതും. ആ ക്ലയന്റ് ഇങ്ങനെ ആയിരിക്കും, 4 ആർട്ടിക്കിൾ ഒരു മാസം. ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ, ഈ ടോപ്പിക്കിനെ കുറിച്ച് ആർട്ടിക്കിൾ, മറ്റു ടോപ്പിക്കിനെ കുറിച്ച് ആർട്ടിക്കിൾ. മാസം 4 ആർട്ടിക്കിൾ. മാസം 4 ആർട്ടിക്കിൾ എടുത്തു. 4 ടോപ്പിക്കിലും നമ്മൾ അതോറിറ്റി അല്ല. 2ാമത്തെ മാസത്തൊന്നും 4 ടോപ്പിക്കിലും നമ്മൾ അതോറിറ്റി അല്ല. 3ാമത്തെ മാസം നമ്മളൊരു കുറെ സമയം എടുത്തു എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് കിട്ടി തുടങ്ങാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പ്രത്യേകിച്ച് റൂളില്ല, എഴുതി വെക്കപ്പെട്ട നിയമങ്ങളില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കിയാൽ ഇതിനകത്ത് ഏത് ഭാഗത്തിൽ വേണം, റൂട്ട് ഏതാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. വേണമെങ്കിൽ ആ മാസത്തിൽ ഡിഫറെന്റ് ടോപ്പിക്കിൽ എഴുതി വേണമെങ്കിൽ 1-2 വർഷം കൊണ്ട് പതുക്കെ അയച്ചില്ല. അതല്ല വേണം അടിച്ചു കയറി എല്ലാ ടോപ്പിക്കിനും കൂടി അത്ര കണ്ടത് ക്ലയന്റ് വിചാരിക്കണം അത്ര എമൗണ്ട് വേണം. പിന്നെ നിങ്ങളുടെ ജോലി കാരണം ക്വാളിറ്റിയായിട്ടുള്ള കണ്ടന്റ് കിട്ടണം. പക്ഷെ ഒരേ സമയത്ത് അടിച്ച് കയറ്റി പമ്പ് ചെയ്ത ശേഷം അതായത് എല്ലാ ടോപ്പിക്കിലും സെറ്റ് ചെയ്തു. ഏറ്റവും നല്ല സ്ട്രാറ്റജി ഇതാണ് കേട്ടോ. പക്ഷെ എളുപ്പമല്ല ക്ലയന്റ് ഫണ്ടിങ്ങിന്റെ പ്രശ്നം കൊണ്ടിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 4-5 ടോപ്പിക്കിന്റെ 4-5 ടോപ്പിക്കിനുള്ള ഇനീഷ്യൽ കണ്ടന്റ് എല്ലാം കൂടി നന്നായി പമ്പ് ചെയ്ത് എല്ലാ 500-600 ആർട്ടിക്കിൾസ് ക്വാളിറ്റി ഉള്ളത് 600 ആർട്ടിക്കിൾസ് ഉള്ള സൈറ്റ് ആക്കി ചെയ്ത ശേഷം സ്ലോ ആയിട്ടുള്ള പേസ് പിടിക്കുക. എല്ലാ ടോപ്പിക്കിലും മാസം ഇത്ര ആർട്ടിക്കിൾസ് ഇട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഏറ്റവും നല്ല സ്ട്രാറ്റജി ഇതാണ്. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഡിപ്പെൻസ് ക്ലയന്റിന്റെ സിറ്റുവേഷൻ മറ്റനുസരിച്ചിട്ട് ഇരിക്കും. അപ്പോ ഇവിടെ നിങ്ങളുടെ മനോധർമ്മമാണോ ഒരുമിച്ച് എല്ലാം ചെയ്യണം, അത് ടോപ്പിക് ബൈ ടോപ്പിക്ക് പോകണോ, അതല്ലെങ്കിൽ ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് എല്ലാ ടോപ്പിക്കുകളും ചെയ്തു പോകണോ എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആയോ? എന്താണ് ഇതിന് പ്രത്യേകിച്ച് സൊല്യൂഷൻ ഇല്ല. ഇന്നതാണ് ചെയ്യേണ്ടത് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. അതാണ് ഞാൻ പറഞ്ഞ ടോപ്പിക്കൽ അതോറിറ്റി എന്നുള്ളത് കൂടുമ്പോഴാണ് അതിന്റെ ഒരു റാങ്കിങ് വരിക. പതുക്കെ കിട്ടും. ഓരോന്നോരോന്ന് എഴുതുമ്പോൾ പതുക്കെ കിട്ടും. എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പൊ ഞാൻ ഇനി ജസ്റ്റ് അതിന്റെ പേറ്റന്റ് കാണിച്ചുതരാം. പേറ്റന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തിട്ടാണ് ഞാനിതിന്റെ PPT ഒന്ന് പ്രസന്റ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചതാണ്. ഞാൻ പറഞ്ഞില്ല, ടൈം കിട്ടിയില്ല. പിന്നെ എന്റെ കുറച്ച് ഇൻപുട്സ് കൊടുത്തിട്ട് ഒറ്റയടിക്ക് ഗ്രാമീനെ കൊണ്ട് ഉണ്ടാക്കിക്കാൻ നോക്കി. ഭംഗിയുള്ള ഒരു സാധനം ഉണ്ടാക്കി തന്നു, പക്ഷെ കംപ്ലീറ്റ് തെറ്റായിരുന്നു. ഞാൻ അത് കളഞ്ഞത്. ഞാൻ അതിനകത്ത് ആദ്യം നമുക്ക് ഈ ടോപ്പിക്കൽ അതോറിറ്റിയുടെ ഒരു പവർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് വലിയ വെബ്സൈറ്റുകൾ വരെ ബീറ്റ് ചെയ്യാം. കാരണം നമ്മളൊരു പർട്ടിക്കുലർ നീഷയില് നമ്മളുടെ വെബ്സൈറ്റ് ഭയങ്കര അതോറിറ്റി ആണെങ്കിൽ നമുക്ക് ഏതൊരു വലിയ വെബ്സൈറ്റിനെയും നമുക്ക് തോപ്പിക്കാൻ സാധിക്കും. അതാണ് ടോപ്പിക്കൽ അതോറിറ്റിയുടെ ഒരു ബ്യൂട്ടി. അതാണ്. അതിനൊരു എക്സാമ്പിൾ ഞാനിവിടെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇത് ഇപ്പൊ നമ്മുടെ മൗണ്ടൻ ബൈക്ക് ഇങ്ങനെ ഒരു കീവേഡാണ് ഞാൻ വിളിക്കുന്നത്. മൗണ്ടൻ ബൈക്ക് എന്റെ ഒരു കുറച്ച് ഇതായിട്ടുള്ള കീവേഡാണ്, അത്ര നല്ല ഇതായിട്ടുള്ളതെന്ന് വിചാരിക്കണ്ട. എന്നാലും നമ്മളത് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ, മൗണ്ടൻ ബൈക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്നത് ഈ നമ്മുടെ ആമസോൺ ആമസോൺ കണ്ടോ, ബൈ ഗിഫ്റ്റ് ഓർ മൗണ്ടൻ ബൈക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ആമസോണിന്റെ ഉണ്ട്. അത്രക്കും റെലവെന്റ് ആണെന്ന് ഞാൻ പറയില്ല. എന്നാൽ പോലെ ആമസോൺ അവിടെ കിടന്നിട്ട് പോലും അവിടെ അവര് ബീറ്റ് ചെയ്ത സൈറ്റുകളുണ്ട്. മൗണ്ടൻ ബൈക്ക് ഗിഫ്റ്റ് ചെയ്ത് ഗിഫ്റ്റ് മൗണ്ടൻ ബൈക്കേഴ്സ് കണ്ടത്. ഈ സൈറ്റ് നോക്കിയേ, ബൈക്ക് മാഗ്. ഈ സൈറ്റിനെ ഞാൻ അത്ര വടിപ്പായിട്ടുള്ളൊരു സൈറ്റ് ആയിട്ടല്ല കണക്കാക്കുന്നത്. എന്നാലും ഈ സൈറ്റിനെ നോക്കി കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും സ്ക്രീൻ അല്ലെ? കാണാലോ അല്ലെ? ഇതിനെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അത്ര ഇതല്ലാത്ത സൈറ്റുകളാണ് ഇതൊക്കെ. അത്ര ഇതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവരുടെ ഒരു പർട്ടിക്കുലർ നീഷില് ആ ടോപ്പിക്കിൽ ഇവർ അതോറിറ്റി ചെയ്യണം. മനസ്സിലായോ? അവര് ആമസോണിനെ ബീറ്റ് ചെയ്തിരിക്കുന്നു. ഇത് അത്ര വലിയ കോമ്പറ്റേറ്റീവ് ആയിട്ടൊന്നും ഇല്ല. എന്നാലും ഞാൻ കാണിച്ചു തരികയാണ്. അവർ ഈസിയായിട്ട് ആമസോണിനെ അവർ ബീറ്റ് ചെയ്തിരിക്കുന്നു. ഈ സൈറ്റുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോ ഈ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ബൈക്ക് മാഗ്, ബൈക്ക് എന്നുള്ള ഒരു ടോപ്പിക്കിൽ അതിനെ ചുറ്റിപ്പിച്ചാണ് ഇവര് പോകുന്നത്. ഈ ഇത് കഴിഞ്ഞാൽ റേസിംഗ്. ഞാനിത് ഓപ്പൺ ചെയ്യണമെങ്കിൽ, ഈ സൈറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു ബ്രാൻഡാണ് അറിയപ്പെടുന്നത്. അതെ അതെ, അതിനകത്ത് ഇത് നോക്കുക. അവർ ആ ഒരു ഒരു എന്താ പറയണേ, ഒരു നീഷില് അവർ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, ആ ഒരു ഇതിനകത്ത് അവര് എത്രത്തോളം അതോറിറ്റി ആണെന്ന് നോക്കിയാൽ മൗണ്ടൻ ബൈക്ക് ക്ലോസ് കണ്ട. അവര് കണ്ട ആ ഒരു ടോപ്പിക്കിന്റെ സബ് ടോപ്പിക്സ് മൗണ്ടൻ ബൈക്ക് എന്നുള്ളതിന്റെ അതിനകത്ത് അവരുടെ പ്രൊഡക്റ്റ് ലിസ്റ്റുകൾ അതിന്റെ ഉള്ളിൽ അണിനിരന്നിരിക്കുകയാണ് അവര്. മനസ്സിലായോ? അത് ചിലപ്പോ ആമസോണിന് ആ മൗണ്ടൻ ബൈക്ക് എന്നുള്ള ഒരു ടോപ്പിക്കിന് അവർക്ക് ഉണ്ടാവുന്ന അതോറിറ്റിനെ ബീറ്റ് ചെയ്യാൻ കടം വളരെ നല്ല ഒരു രീതിയിൽ തന്നെ ഇവരുടെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ഈ സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഇവരുടെ ഇതല്ല വേറെ ഒന്നും നോക്കട്ടെ. ഇതൊന്ന് നോക്കിയാട്ടോ. ഈ ഈ ഈ ഒരു നോക്കിയേ, ഇത് ശരിക്കും പറഞ്ഞാല് ഒരു എന്താ പറഞ്ഞ ആമസോണിന്റെ ഒക്കെ പോലെ ഒരു ട്രാൻസാക്ഷണൽ ഇന്റന്റ് കണ്ടന്റ് അല്ല. ഇത് ശരിക്കും ഒരു കൊമേഴ്സ്യൽ ഇന്റന്റിലുള്ള ഒരു പേജാണ്. അത്രത്തോളം നിങ്ങൾക്ക് നോക്കിയാൽ ഈ പേജ് ബീറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. കാരണം ഒരു കൊമേഴ്സ്യൽ ഇന്റന്റ് ഉള്ളതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഒരു ഇന്റന്റില് മൗണ്ടൻ ബൈക്ക് ഗിഫ്റ്റ്സ് എന്നുള്ളതില് ഗൂഗിളിനെ പുതുക്കിയ ഒരു കൺഫ്യൂഷൻ വരാം ചിലയിടത്ത്. ഈ കൺഫ്യൂഷനെ നമുക്ക് മുതലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതായത് ചില കാര്യങ്ങൾ വരുമ്പോൾ ഗൂഗിളിന് ഒരു കൺഫ്യൂഷൻ വരും. ഇതൊരു ട്രാൻസാക്ഷണൽ ഇന്റന്റ് ആണോ, കൊമേഴ്സ്യൽ ഇന്റന്റ് ആണോ, ചില സമയത്ത് ഇൻഫോർമേഷണൽ ഇന്റന്റ് ആണോ എന്ന് വരെ സംശയം വരും ഗൂഗിളിന്. പലപ്പോഴും ആ സംശയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോട്ടോ, സെർച്ച് ചെയ്യുമ്പോൾ സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ള കീവേഡുകൾ നിങ്ങൾ സെർച്ച് ചെയ്യുക. അതായത് അത് ചിലപ്പോ ഒരു പ്രൊഡക്റ്റ് മേടിക്കാനായിരിക്കും, അല്ല ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാനായിരിക്കും. അങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഞാനിപ്പോ ഈ കാണിച്ച പോലത്തെ ടൈപ്പ് റിസൾട്ട് കയറി വരും. അതായത് ഒരേ സമയത്ത് തന്നെ ഗൂഗിള് ട്രാൻസാക്ഷണൽ ഇന്റന്റ് ഉള്ള കുറച്ച് കീവേഡ്സുകൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ചുതരും, കൊമേഴ്ഷ്യൽ ഇന്റന്റ് ഉള്ള പേജസ് നമ്മുടെ മുമ്പിലേക്ക് വെച്ചുതരും, ചിലപ്പോ ഇൻഫോർമേഷണൽ ഇന്റന്റ് ഉള്ള പേജസും നമ്മുടെ മുമ്പിലേക്ക് ഷഫിൾഡ് ആയിട്ട് വെക്കും. ഇനി ഇവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കാണിച്ച മറ്റൊരു കേസ് എന്ന് പറഞ്ഞാല് അവിടെ ഹൈലി അതോറിറ്റി ഉള്ള ഒരു വെബ്സൈറ്റുകൾ വരെ ഒരു പർട്ടിക്കുലർ നീഷിലുള്ള വെബ്സൈറ്റുകൾ നമ്മൾക്ക് ബ്രേക്ക് ചെയ്യണതും കാണാൻ പറ്റും. ഇതൊക്കെ നോക്കുക. ഈ സൈറ്റ് ഒക്കെ കണ്ടില്ലേ, നിങ്ങൾക്ക് പറയാൻ പറ്റും ആമസോണിന്റെ അത്രയും ഇതുള്ള ഒരു സൈറ്റ് ആണെന്നൊക്കെ തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇവര് ആ ഒരു നീഷില് അവരെ ബ്രേക്ക് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരുന്നത്. അതുപോലെ മറ്റൊരു സൈറ്റ് ഞാൻ കാണിച്ചുതരാം. ഇത് മൺഡേ സൈറ്റ് എടുത്തിട്ടില്ലേ, ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, monday.com. ഇവര് അത്യാവശ്യം പ്രൊഡക്ട്സ് ഒക്കെ വെക്കുന്ന ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് അതിനകത്തൊക്കെ ഇത് വെക്കുന്ന ഒരു സൈറ്റാണ്. അപ്പൊ ഈ സൈറ്റ് എല്ലാ കണ്ടന്റുകള് നേരത്തെ ആരോ ചോദിച്ചു ഞാൻ എങ്ങനെയാണ് സൈറ്റുകളുടെ കണ്ടന്റ് അനലൈസ് ചെയ്യുന്നത്. ഞാൻ പൊതുവെ ഇങ്ങനെ തന്നെയാണ് എടുക്കാറ്. സൈറ്റ് കോളെന്ന് അടിച്ച് ഈ സൈറ്റിനെ അടിക്കുമ്പോഴേക്കും എനിക്ക് ആ പേജില കംപ്ലീറ്റ് കിട്ടും. ഈ കംപ്ലീറ്റ് കിട്ടിയോണ്ട് കാര്യമില്ല, എനിക്കൊരു പർട്ടിക്കുലർ ടോപ്പിക് ഏരിയയെ സംബന്ധിച്ച് ഇവര് എത്രത്തോളം എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയണം. അപ്പൊ എനിക്കറിയേണ്ടത് പ്രൊജക്ട്
മാനേജ്മെന്റ്. പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഇവർ എത്രത്തോളം എഴുതിയിട്ടുണ്ടെന്നാണ് എനിക്കറിയേണ്ടത്. അപ്പൊ ഞാൻ അവിടെ അതിനകത്ത് തന്നെ ആ സൈറ്റിന്റെ ഉള്ളിൽ എനിക്ക് കാണാൻ കഴിയുന്നു അവരെന്തെല്ലാം എഴുതിയിരിക്കുന്നു. വാട്ട് ഈസ് പ്രൊജക്ട് മാനേജ്മെന്റ്, കംപ്ലീറ്റ് ഗൈഡ് 2025, പബ്ലിഷ് ചെയ്തത് 2024. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഈ അടുത്ത്. ഓക്കെ, PMO വർക്ക് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. PMO എന്ന് പറഞ്ഞ പ്രൊജക്ട് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അതിന്റെ 12 പ്രൊജക്ട് മാനേജ്മെന്റ് ചലഞ്ചസ്, 19 ബെസ്റ്റ് കാണിക്കുന്നുണ്ടല്ലോ, അത് ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത്? ടൈറ്റിൽ ചേഞ്ച്. അത് ഞാൻ ഒരു എന്റെ ഒരു ക്രോം എക്സ്റ്റൻഷൻ കിടപ്പുണ്ട്, ഈ കീവേഡ് സർഫർ, അതായത് ഈ കാണുന്ന സാധനം കീവേഡ് സർഫർ വെച്ചിട്ടാണ്. സർഫർ ഞാൻ അങ്ങനെ ഇടയ്ക്ക് യൂസ് ചെയ്യുള്ളൂ. ഇപ്പൊ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ ഞാൻ കളയാൻ മറന്നിരിക്കുന്നതാണ്. ഇത് ശരിക്കും ഭയങ്കര ശല്യവും സത്യം പറഞ്ഞത്. ഇങ്ങനെയൊക്കെ വന്ന് ഇവിടെയൊക്കെ ആകെ അലമ്പായി കിടക്കും. ചില ആവശ്യമുള്ള സമയത്ത് ഞാനിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്നിട്ട് കളയുകയും ചെയ്തത്. ഇതിപ്പോ കളയാൻ വിട്ടുപോയി, കുറച്ച് ദിവസമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് സംഭവം. ഗുണമുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറയുന്ന, ചില സമയത്തൊക്കെ ഗുണമുണ്ട്. എക്സ്റ്റൻഷൻ ആണോ അത്? എക്സ്റ്റൻഷൻ, ക്രോം എക്സ്റ്റൻഷൻ. ഞാൻ ഉപയോഗിക്കുന്നത് ഈ എക്സ്റ്റൻഷൻസ് ഒക്കെയാണ്. നോക്കിയാൽ കാണാൻ പറ്റും, യൂസ് ചെയ്യും. ഈ ഹെഡിങ് മാപ്പ് ഉപയോഗിക്കാറുണ്ട് ആരെങ്കിലും? നല്ല ടൂളാണ്, എക്സ്റ്റൻഷൻ ആണോ ഇത് യൂസ് ചെയ്യാറുണ്ട് ഞാൻ. ഹെഡിങ് മാപ്പ് എന്ന് പറഞ്ഞാൽ സൈറ്റ് ഏതെങ്കിലും എടുക്കട്ടെ, നല്ല കാണിച്ചാൽ. ഹെഡിങ് മാപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. ഈ ഹെഡിങ് മാപ്പ് എന്ന് എടുത്തു കഴിഞ്ഞാലേ ലെഫ്റ്റ് സൈഡിൽ H1, H2, H3 ആ ഒരു സ്ട്രക്ചറില്ലേ. ഇതിപ്പോ ഹെഡിങ് 1 H1 എന്ന് പറഞ്ഞാൽ H1 ആണ്. ഇത് H3, ഇവർ H2 ഒന്നും യൂസ് ചെയ്യുന്നില്ല. അവിടെ ആ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടും. ഒരു സൈറ്റ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് കിട്ടും. നല്ല, ഞാൻ വളരെ കൂടുതൽ റെഫർ ചെയ്യുന്നതാണ്. സ്ട്രക്ചർ ഞാൻ നോക്കാറുണ്ട് സൈറ്റിന്റെ. ഓക്കെ, അപ്പോ നമ്മൾ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതേ കണ്ട പ്രൊജക്ട് മാനേജ്മെന്റിനെ കുറിച്ച് ഇവരെ എഴുതിയിരിക്കാൻ കണ്ടോ, ഇവർ എത്രത്തോളം എഴുതിയിട്ടുണ്ട് നോക്കി. അപ്പൊ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഇവർ പ്രൊജക്ട് മാനേജ്മെന്റിനെ കുറിച്ച് ഏകദേശം എത്രത്തോളം പേജസിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് 12,000-ഓളം കാണുന്നുണ്ട്. എനിക്ക് എക്സാക്ട്ലി ഉള്ളത് വേണം. എനിക്ക് ഇൻ URL പ്രൊജക്ട് മാനേജ്മെന്റിനെ കുറിച്ച് എത്രത്തോളം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ടൂൾസ് ഒന്ന് എടുക്കട്ടെ. അത് 1700-ഓളം പേജസിൽ അവര് പ്രൊജക്ട് മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എക്സാക്ട്ലി ഇൻ URL വേണ്ടിട്ട് ടൈറ്റിൽ കൊടുക്കട്ടെ. ഇത്ര പ്രശ്നം ടൈറ്റിൽ എത്രത്തോളം പേജിലെന്ന് വരട്ടെ. അപ്പൊ നോക്കിയപ്പോ എനിക്കിപ്പോ കറക്റ്റ് ആയിട്ട് കിട്ടി. പ്രൊജക്ട് മാനേജ്മെന്റിനെ കുറിച്ച് 282 ആർട്ടിക്കിൾസ് ടൈറ്റിലില് പ്രൊജക്ട് മാനേജ്മെന്റ് വെച്ചിട്ടുള്ളതുണ്ട്. എന്ന് വിചാരിച്ചിട്ട് പ്രൊജക്ട് മാനേജ്മെന്റിനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ആർട്ടിക്കിൾസ് എഴുതി കാണാം. എക്സാക്ട്ലി പ്രൊജക്ട് മാനേജ്മെന്റ് ടൈറ്റിൽ ഇല്ല. നേരത്തെ PMO എന്ന് എഴുതിയിട്ടില്ലേ, അങ്ങനത്തെ വേറെ വരുമ്പോൾ പ്രൊജക്ട് മാനേജ്മെന്റ് റിലേറ്റഡ് ആണ്. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് റിസർച്ച് നടത്തുന്നത്. ഏകദേശം മനസ്സിലായോ? പ്രൊജക്ട് മാനേജ്മെന്റ് എന്നുള്ളത് എക്സാക്ട്ലി ടൈറ്റിലുള്ള ഏകദേശം ഇത്രത്തോളം ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. എനിക്ക് ഇനി കയറിയിട്ട് ഇവരെക്കാൾ അതോറിറ്റി ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്യേണ്ടത് ഇത് മുകളിലാണ്. പിന്നെ 252 ആയിരിക്കില്ല, വേറെയും കുറെ ഉണ്ടാവും. അപ്പൊ ഞാൻ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യും, പ്രൊജക്ട് എന്നുള്ളത് വെച്ച് മാത്രമായിട്ട് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. 807 മനസ്സിലായില്ലേ? ഇങ്ങനെ പല രീതിയിലും അനലൈസ് ചെയ്ത് നമുക്ക് ഓരോ സൈറ്റിലും ഏകദേശം അവർ എത്രത്തോളം ഇത്. അപ്പൊ ഞാൻ ഇവിടെ കാണിച്ചത് ഈ monday.com എന്ന സൈറ്റ് ഈ പ്രൊജക്ട് മാനേജ്മെന്റ് എന്നുള്ളതിന് എങ്ങനെയാണ് അവര് ഒരു ക്ലസ്റ്റർ രൂപീകരിച്ച് ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് പറ്റിപ്പോയത്? എന്തോ പ്രശ്നം പറ്റിയത്. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നൈസായിട്ട് അത് നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. ഓരോരുത്തർ ഇവരെങ്ങനെയാണ് ഇവരിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമം ഉണ്ടോ എന്നുള്ളത് ഞാനൊന്നും നോക്കിയിട്ടില്ല. നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവരുടെ നോക്കി കണ്ടോ, ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് തന്നെ സൈനപ്പ് ബട്ടൺ ആണിത്. സൈനപ്പ് ബട്ടൺ ഇവര് ഇടക്കിടക്കിടക്ക് ഇവരിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവരിലേക്ക് ആക്കാനുള്ളതാണ്. ഇതൊക്കെ നല്ല നല്ല ഇന്റേണൽ ലിങ്കിങ് ടൂളുകളാണ്. ടൂളുകളല്ല, ലിങ്കുകളാണ്. അതെ, ഇവിടെ ഇടയിൽ ഇടുന്നുണ്ട്. നൈസായിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഘട്ടങ്ങളിലും ആൾക്കാർ വിട്ടുപോകാൻ സാധ്യതയുള്ളിടത്തൊക്കെ ഇവര് ബട്ടൺസ് ഇട്ടിട്ടുണ്ട്. എന്താ എനിക്കറിയേണ്ടത്, ഇവര് താഴെ എത്രത്തോളം ഇതായിട്ടിട്ടുണ്ടെന്ന് നോക്കട്ടെ. താഴെ ഇവര് ഇത് തന്നെയാട്ടെ, ഇവരുടെ പരിപാടി വേറെ ഒന്നുമില്ല. ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടൺ ഇട്ടിട്ട് ഓരോ ഘട്ടങ്ങളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തന്നെ അപ്പോ കണ്ടില്ലേ, നിങ്ങൾ നോക്കിയാലും മനസ്സിലാവും അതൊരു ഇന്റർനാഷണൽ കമ്പനി എത്ര ഭംഗിയായിട്ട് ഇട്ടിരിക്കുന്ന സംഭവം. ഒരു ബ്ലോഗ് പോസ്റ്റ് അല്ലേ. പക്ഷെ നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ ഇങ്ങനെ
ബ്ലോഗുകൾ പോസ്റ്റിൽ നിന്ന് നമ്മളുടെ മറ്റേ പേജിലേക്ക് ലിങ്ക് കൊടുക്കുക മാത്രമല്ല കൺവേർട്ട് ചെയ്യാൻ കൂടി ശ്രമിക്കുന്ന രീതിയിലാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, നല്ല ഇതുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചു തന്നാണ് ഒരു സൈറ്റ്, ഈ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് പ്രൊജക്ട് മാനേജ്മെന്റ് എന്നുള്ള ഒരു ഇതിനകത്ത് അവരെ ഒരു ക്ലസ്റ്റർ രൂപീകരിച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്ന സംഭവം ഇതാണ്. ഇതൊക്കെ ക്ലോസ് ചെയ്തേക്കട്ടെ. ഓക്കെ, ഓക്കെ, ഇതാണ് സംഭവം. അതിന് മുമ്പ് ഒരു ഡയഗ്രാം വെറുതെ ചുമ്മാ ഒരു ഇതിന് ആ ഡയഗ്രാം ഞാൻ ഇവിടെ കണ്ടു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ. ഓക്കെ, ഇത് ഇങ്ങനെ ഇരിക്കും. ഈ കാണിക്കുന്ന പോലെ ഇരിക്കും ഈ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. കണ്ടോ, ഇത് ഒരു വെബ്സൈറ്റ്. ഈ കാണുന്ന ഓരോ റെഡും ഓരോ നമ്മളുടെ ഓരോ പില്ലർ, അതായത് ഇത് ഈ ഒരു പില്ലർ പേജും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ കാണുന്ന ബ്ലൂ ഇതെല്ലാം ക്ലസ്റ്റേഴ്സ്, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ടോപ്പിക്. അപ്പൊ ഈ ഒരു പില്ലർ പേജും ഈ അതിന് ചുറ്റുള്ള ഈ സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു ടോപ്പിക്. ഈ റെഡിൽ ഇവിടെ കാണുന്ന ഒരു പില്ലർ പേജും അതിന് ചുറ്റുള്ളത് മറ്റൊരു ടോപ്പിക്. ഈ ഒരു പില്ലർ പേജ് അതിന് ചുറ്റുള്ളത് മറ്റൊരു ടോപ്പിക്. ഈ ഒരു പില്ലറും അതിന്, ഇങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റ് എപ്പോഴും പ്ലാൻ ചെയ്യേണ്ടത്. നമ്മുടെ ഈ പില്ലർ പേജസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു, മെയിൻ ടോപ്പിക്കുകൾ അതിൽ നിന്ന് കിട്ടുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അതിനെ ചുറ്റിപ്പറ്റിയുള്ള നമുക്ക് മറ്റു ടോപ്പിക്കുകളോട് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ക്ലസ്റ്റർ രൂപപ്പെടുന്നു. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഇതൊരു സീം ബ്രഷിൽ നിന്ന് കിട്ടിയ ഒരു പടമാണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു പില്ലറും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ടോപ്പിക്കുകളും പ്ലാൻ ചെയ്തിട്ട് ഒരു ക്ലസ്റ്റർ ആയിട്ട് രൂപീകരിച്ച് അത് ഒരു രൂപീകരിക്കേണ്ടത്. നമുക്ക് ഇനി ജസ്റ്റ് ഇതിന്റെ പേറ്റന്റിലേക്ക് പോവാം, എന്നിട്ട് നിർത്താം. പേറ്റന്റ് എവിടെ പോയി? ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഈ ടൂളുകളൊക്കെ ഇതിനകത്ത് വന്നിട്ടില്ല. ഈ നിങ്ങൾക്ക് അറിയാവുന്ന ടൂളുകളായിരിക്കും. answerthepublic.com നേരത്തെ ആരോ ചോദിച്ചു. answerthepublic.com അതേപോലെ തന്നെ ഓൾസോ ആസ്ക്ഡ് എന്നൊക്കെ പറയുന്ന ഈ ടൂളുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ റിസർച്ച് നടത്താനായിട്ട് റിലേറ്റഡ് ആയിട്ട് റിസർച്ച്. ഇപ്പൊ ഇലക്ട്രിക് സ്കൂട്ടർ എന്നുള്ളത് എന്നൊരു ടോപ്പിക് ആകുമ്പോൾ എന്തൊക്കെയാണ്, എന്തിനെ കുറിച്ചൊക്കെയാണ് ഞാൻ എഴുതേണ്ടതെന്നൊക്കെ സംശയമൊക്കെ വന്നാലേ ആളുകൾ അന്വേഷിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്ന ഓൾസോ ആസ്ക്ഡ്. ഇലക്ട്രിക് സ്കൂട്ടർ എന്നുള്ള ഒരു സംഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഇലക്ട്രിക് സ്കൂട്ടർ ലീഗൽ ഇൻ UK, ഇതിപ്പോ UK യിലാണ്, ഞാൻ ഇന്ത്യ എന്നല്ല കൊടുത്തിരിക്കുന്നത്, UK യിലാണ്. അപ്പോ അതിനെ ചുറ്റിപ്പറ്റി ക്യാൻ യു റൈഡ് ഇലക്ട്രിക് സ്കൂട്ടർ എന്താണ് UK അവിടെ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടം പോലെ ഇത് കാണാൻ പറ്റും. ഇത് ഓരോ സ്ഥലത്തേക്കും കൊടുത്തു കഴിഞ്ഞാൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് കുറെ ടോപ്പിക്കുകളൊക്കെ കിട്ടും. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് റിസർച്ച് നടത്താം. ഓരോ ടോപ്പിക്കിനെ കുറിച്ച് ആൾക്കാരൊക്കെ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നു, അപ്പൊ നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങളുടെ ആ അതോറിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കിട്ടുന്നുള്ളത്. അപ്പൊ ഇതൊന്ന് മൈൻഡിൽ ഇട്ടേക്കുക. ഓൾസോ ആസ്ക്ഡ് അതേപോലെ തന്നെ ആൻസർ ദ പബ്ലിക്കും. ഓക്കെ അല്ലേ? ഈ പറഞ്ഞ അത്ര കാര്യങ്ങളിലും ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് പോവാം. ജസ്റ്റ് ഇത് താല്പര്യമുള്ളവർ ഇൻഡെപ്ത് ആയിട്ട് വായിക്കാം. ഞാൻ പൊതുവെ ഇതിന്റെ ഒരാളാണ്, പക്ഷെ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവണമെന്നില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല, മടുപ്പ് വരാം. ഈ പേറ്റന്റുകൾ വായിക്കാനാണ് ഞാൻ എപ്പോഴും പറയാം. പേറ്റന്റുകൾ ഇങ്ങനെ കുറെ വായിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പൊ എന്നാലും ഈ പേറ്റന്റുകളിലേ നമുക്ക് ഒളിഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് എളുപ്പം കിട്ടും. ഞാനപ്പോ ജസ്റ്റ് ഈ ഡയഗ്രം വെച്ചിട്ടൊന്ന് ഓടിച്ചു പറയാം. ഈ കാണുന്ന പേറ്റന്റ് ആണ് സിസ്റ്റം ആൻഡ് മെത്തേഡ് ഓഫ് ഡിറ്റർമിനിങ് ടോപ്പിക് അതോറിറ്റി. ഒരു ടോപ്പിക്കിൽ നമ്മൾ ഈ പറയുന്ന അതോറിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഇവന്റ് ഗൂഗിളിന്റെ പേറ്റന്റ് ആണ് കാണുന്നത്. 2012 എടുത്ത പേറ്റന്റ്, ഗൂഗിളിന്റെ പേരിൽ അസൈൻ ചെയ്തിരിക്കുന്ന പേറ്റന്റ്. അവൻ പുതുക്കിയിട്ടുണ്ട്, അത് കണ്ടോ, പുതുക്കിയിട്ടുണ്ട്. അതിന്റെ ഇത് ആന്റിസിപ്പേറ്റഡ് 2032. എന്തായാലും 32 അവൻ ഇതാകാനുള്ളൂ പേറ്റന്റ്. അതായത് അവൻ ഹൈലി യൂസ് ചെയ്യുന്നു എന്നർത്ഥം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ എത്രത്തോളം പുതുക്കി പോകില്ല. അപ്പൊ അതിന്റെ ഏകദേശം ഒരു ഫ്ലോ ഞാനൊന്ന് ഓടിച്ച് പറയാം. കാരണം ഈ പേറ്റന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സമയം എടുക്കും, കുറെ കൺഫ്യൂഷൻസ് വരും. അപ്പൊ എന്നെ കൊണ്ടാവും പോലെ ഞാൻ ഓടിച്ച് പറയാം ഈ പേറ്റന്റ് എന്താണെന്നുള്ളത്. അതായത് റിസീവ് ഡോക്യുമെന്റ് സിഗ്നേച്ചർ എന്നുള്ളത് തൽക്കാലം ഇങ്ങനെ വിചാരിക്കുക, അതിനകത്തുള്ള ഡീറ്റെയിൽ കിട്ടിയെന്ന് വിചാരിക്കുക. ആക്ച്വലി സിഗ്നേച്ചറൊക്കെ വേറെയാണ്. നിങ്ങൾ അത്രയും ഇതായിട്ട് മനസ്സിലാക്കണ്ട. ആ ഒരു റിസീവ് ഡോക്യുമെന്റ് സിഗ്നേച്ചർ എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കുക, ആ ഒരു ഡോക്യുമെന്റിലെ ഡീറ്റെയിൽ കിട്ടി. ഡീറ്റെയിൽ എന്തൊക്കെയാണ് കിട്ടിയത് ഗൂഗിളിന്? ടോപ്പിക്സ് ആൻഡ് വെയ്റ്റ്സ് എന്ന് ഓർത്ത് വെച്ചോട്ടോ. ടോപ്പിക്സ് അതായത് ഒരു ഡോക്യുമെന്റില് ആ ഡോക്യുമെന്റിൽ എന്തെല്ലാം ടോപ്പിക്സ് ഉണ്ടെന്നും ആ ടോപ്പിക്സിന് എത്രത്തോളം വെയ്റ്റ്സ് ഉണ്ടെന്നുമാണ് ഇതാണ്. വെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആർട്ടിക്കിൾ എഴുതിയാൽ പോലും ആ ആർട്ടിക്കിളിൽ പലപ്പോഴും മൾട്ടിപ്പിൾ ടോപ്പിക്സ് കടന്നു വരും.
അപ്പൊ ഓരോ ആർട്ടിക്കിളിലും ഓരോ ടോപ്പിക്ക് എത്രത്തോളം വെയിറ്റേജിൽ എഴുതിയിരിക്കുന്നു. ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ ടോപ്പിക് എ എത്ര ശതമാനം എഴുതിയിരിക്കുന്നു, ടോപ്പിക് ബിനെ കുറിച്ച് എത്ര ശതമാനം എഴുതിയിരിക്കുന്നു, ടോപ്പിക് സിനെ കുറിച്ച് എത്ര ശതമാനം എഴുതിയിരിക്കുന്നു. അതാണ് ഗൂഗിളിന് ആദ്യം കിട്ടുന്നത്. അത്രമാത്രം മനസ്സിലാക്കുക. അപ്പൊ ഒരു ഡോക്യുമെന്റിൽ ആ ഡോക്യുമെന്റിൽ എന്തെല്ലാം ടോപ്പിക്സ് ഉണ്ടെന്നും ആ ഓരോ ടോപ്പിക്സിനെ കുറിച്ച് എത്ര ശതമാനം എത്രത്തോളം വെയിറ്റേജിൽ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് ആദ്യം കിട്ടുന്നത്. രണ്ടാമത് ഓതർഷിപ്പ് ഇൻഫോർമേഷൻ ഫോർ യൂസർ ആൻഡ് ഡോക്യുമെന്റ്. ഈ ഡോക്യുമെന്റിന്റെ യൂസർ ആരാണ് ഇത് എഴുതിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓതർ. കാരണം ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ടോപ്പിക്കൽ അതോറിറ്റി പറഞ്ഞു. ഈ ടോപ്പിക്കൽ അതോറിറ്റി ഗൂഗിൾ അസൈൻ ചെയ്യുന്നത് ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ വെബ്സൈറ്റിന് മാത്രമല്ല, ആ വെബ്സൈറ്റിൽ എഴുതിയിരിക്കുന്ന ആൾക്ക്, ആ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന അതിന്റെ കമ്പനിക്ക്, ഇവർക്കൊക്കെ ആ ഒരു അതോറിറ്റി പോകും. കാരണം അവരൊക്കെ ആ ഒരാൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ അയാൾ ആ പർട്ടിക്കുലർ ടോപ്പിക്കിൽ അതോറിറ്റിയാണ്. ഒരു വെബ്സൈറ്റ് പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് കുറെ എഴുതുകയാണെങ്കിൽ ആ വെബ്സൈറ്റ് അതോറിറ്റിയാണ്, ആ ടോപ്പിക്കിൽ അതോറിറ്റിയാണ്. അപ്പൊ ഒരു വ്യക്തിയുടെ അതോറിറ്റിയും ടോപ്പിക്കിന്റെ അതോറിറ്റിയും തമ്മിൽ, ഒരു വെബ്സൈറ്റിന്റെ അതോറിറ്റിയും ഒരു വ്യക്തിയുടെ അതോറിറ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല്, ഒരു വെബ്സൈറ്റിന്റെ ടോപ്പിക്കൽ അതോറിറ്റി ആ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന കണ്ടന്റ്സ് മാത്രമാണ്. ആ വെബ്സൈറ്റിൽ ചിലപ്പോ ഒന്നിലധികം ആൾക്കാർ ചേർന്നായിരിക്കും എഴുതിയിരിക്കുന്നത് ആ ടോപ്പിക്കിനെ കുറിച്ച്. പക്ഷെ ആരൊക്കെ എഴുതിയാലും അവരെല്ലാവരും ചേർന്നിടുന്ന അതോറിറ്റി ആ വെബ്സൈറ്റിന് സ്വന്തം. ഓക്കെ. പക്ഷെ ഒരു വ്യക്തിയുടെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതൊരു വെബ്സൈറ്റിൽ നിന്ന് മാത്രമല്ല, അയാൾക്ക് ഈ ലോകത്തിലുള്ള ഏതൊരു സൈറ്റിൽ എഴുതിയാലും, ഇപ്പൊ ലിങ്ക്ഡിനിൽ പോയി ഒരു ടോപ്പിക്കിനെ കുറിച്ച് എഴുതി, മീഡിയത്തിൽ പോയി ഒരു ടോപ്പിക്കിനെ കുറിച്ച് എഴുതി, വേറൊരു വെബ്സൈറ്റിൽ പോയി ടോപ്പിക്കിനെ കുറിച്ച് എഴുതി, മറ്റൊരു വെബ്സൈറ്റിൽ പോയി ടോപ്പിക്കിനെ കുറിച്ച് എഴുതി, ഇങ്ങനെ ലോകത്തുള്ള പല സ്ഥലത്തൊക്കെ പലതരം കുറിച്ച് എഴുതുന്ന ആ അതോറിറ്റികളെല്ലാം ചേരുന്നതാണ് ഒരു വ്യക്തിയുടെ അതോറിറ്റി, ടോപ്പിക്കൽ അതോറിറ്റി. ഞാൻ ആ പറഞ്ഞത് രണ്ടും ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഒരു വെബ്സൈറ്റിന്റെ ആ ടോപ്പിക്കൽ അതോറിറ്റിയും ഒരു വ്യക്തിയുടെ ടോപ്പിക്കൽ അതോറിറ്റിയും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണ്, ക്ലിയർ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഇവിടെ രണ്ടാമത്, അപ്പൊ ആദ്യം ആ ഡോക്യുമെന്റിലുള്ള ടോപ്പിക്കിനും വെയിറ്റേജും കിട്ടുന്നു. രണ്ടാമത് ആ ഡോക്യുമെന്റിന്റെ ഓതർഷിപ്പ് പോലത്തെ കുറച്ച് ഇൻഫോർമേഷൻ ഗൂഗിളിന് കിട്ടുന്നു. മൂന്നാമത് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു അതോറിറ്റി സിഗ്നേച്ചർ ഉണ്ടാക്കുന്നു. സിഗ്നേച്ചർ എന്നുള്ള വാക്കിട്ട് പേടിക്കേണ്ട. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു അതോറിറ്റിയുടെ സ്കോർ എന്ന് പറയുന്നില്ല ഞാൻ, അതോറിറ്റിയുടെ ഒരു വെയിറ്റേജ് എത്രത്തോളം ഒരു മാർക്ക് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ഇനി ഇതെടുത്ത് കാണിച്ചു തരാം. ഇത് ഫുള്ളായിട്ട് പറയുന്നില്ല കേട്ടോ, ഞാനത് ഫുള്ളായിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാല് ഇഷ്ടംപോലെ സമയം പോകും ഈ ഇതിന്റെ. അപ്പൊ ഒരു ഡോക്യുമെന്റ് 1, അതായത് ഒരു ഡോക്യുമെന്റ് നമ്മുടെ ഒരു ബ്ലോഗ് പോസ്റ്റിന് കൂട്ടുക, അതിന്റെ സിഗ്നേച്ചർ ആണ് ഇത്. അതിനകത്ത് എന്തെല്ലാം ടോപ്പിക് ഉണ്ട്, അതിന്റെ എത്ര വെയിറ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഡോക്യുമെന്റിൽ ടോപ്പിക് എനെ കുറിച്ച് 70%, ടോപ്പിക് ബിനെ കുറിച്ച് 30% പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതാണ് 0.7, 0.3. മനസ്സിലായോ? ഒരു ടോപ്പിക്കിന്റെ വെയിറ്റേജ് പെർസെന്റേജിൽ, ആ പെർസെന്റേജ് എന്നുള്ളതാണ് ഈ 0.7, 0.3. അപ്പൊ ഇതിനകത്ത് ടോപ്പിക് എനെ കുറിച്ച് ഇത്ര പറഞ്ഞിരിക്കുന്നു, ടോപ്പിക് ബിനെ കുറിച്ച് എത്ര പറഞ്ഞിരിക്കുന്നു. ഓക്കെ. മറ്റൊരു ഡോക്യുമെന്റ് ടോപ്പിക് എനെ കുറിച്ച് അതിനകത്ത് 0.5 പറഞ്ഞിരിക്കുന്നു, ടോപ്പിക് സിനെ കുറിച്ച് ഇതിനകത്ത് 0.95 പറഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് 95% ടോപ്പിക് സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, എനെ കുറിച്ച് കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയാണ് ഓരോ ഡോക്യുമെന്റുകളുടെയും ടോപ്പിക്കൽ വെയിറ്റേജ് ഗൂഗിൾ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഒരു കാര്യം മനസ്സിലാവും, ഡോക്യുമെന്റ് വൈസ് വെയിറ്റേജ് മാത്രമേ ഉള്ളൂ, ടോപ്പിക്കൽ അതോറിറ്റി സ്കോർ ഗൂഗിൾ കണക്കൂട്ടുന്നില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടോപ്പിക്കൽ അതോറിറ്റി സ്കോർ ഒരു ഡോക്യുമെന്റ് വൈസ് ഗൂഗിൾ എവിടെയും കണക്കൂട്ടുന്നില്ല. അത് എൻ്റെയർ ആയിട്ടുള്ള കണക്കൂട്ടലേ വരുള്ളൂ. പക്ഷെ ടോപ്പിക്കൽ വെയിറ്റേജ് ഗൂഗിൾ കണക്കൂട്ടുന്നുണ്ട്. ഗൂഗിളിന് അറിയാം ഈ ഡോക്യുമെന്റിൽ ടോപ്പിക് എയുടെ വെയിറ്റേജ് 0.5 ഉണ്ടെന്ന് അറിയാം. ടോപ്പിക്കൽ വെയിറ്റേജ്, ടോപ്പിക്കൽ അതോറിറ്റി അല്ല. ഓക്കെ. അപ്പോ ഇതാണ് ഒരു ഡാറ്റ ഗൂഗിൾ എടുത്തുകൊണ്ട് പോകുന്നത്. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് രണ്ടാമത് ഗൂഗിൾ എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ നേരത്തെ കാണിച്ചു. ആദ്യം ഗൂഗിൾ എടുത്തുകൊണ്ട് പോകുന്ന ഡാറ്റ ഇതാണ്, ടോപ്പിക്കൽ വൈസ് എത്ര വെയിറ്റേജ് ഉണ്ട്, ഏതൊക്കെ ടോപ്പിക്കുകൾ ഉണ്ടെന്നാണ്. രണ്ടാമത് ഗൂഗിൾ കൊണ്ടുപോകുന്നത് ഇതാണ് രണ്ടാമത് ഗൂഗിൾ കൊണ്ടുപോകുന്നത് ഓതർ വൈസ്. ഈ ടോപ്പിക് എനെ കുറിച്ച് ഈ ഡോക്യുമെന്റ് 1 ടോപ്പിക് എനെ കുറിച്ച് യൂസർ എക്സും യൂസർ വൈയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും. നമ്മുടെ ഡിസ്കഷൻ ഫോറം ആലോചിച്ച് നോക്ക്, ക്വസ്റ്റ്യൻ ആൻസർ ഫോറം ആലോചിച്ച് നോക്ക്, കോറ പോലത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഫോറം ആലോചിച്ച് നോക്ക്. പല സൈറ്റുകളിലും ഒന്നിലധികം ഓതേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കാം. ചിലപ്പോൾ ഒരു ഓതർ തന്നെയായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, പറയാൻ പറ്റില്ല. അപ്പോ
ആ ഒരു ആംഗിളിൽ നിന്നാണ് പറയുന്നത് ഈ ഒരു ടോപ്പിക്കിൽ യൂസർ എക്സ് എന്നുള്ള ആളുടെ കോൺട്രിബ്യൂഷൻ 80%, യൂസർ വൈയുടെ കോൺട്രിബ്യൂഷൻ 20%, ബി എന്ന ടോപ്പിക്കിൽ യൂസർ ഇസറ്റിന്റെ കോൺട്രിബ്യൂഷൻ 100%. ഇങ്ങനെയാണ് ഗൂഗിളിന്റെ രണ്ടാമത്തെ കണക്കൂട്ടൽ വരുന്നത്. ഓരോ ടോപ്പിക്കിലും ഏതെല്ലാം യൂസേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നും ആ യൂസേഴ്സ് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുമാണ് ഗൂഗിൾ കണക്കൂട്ടുന്നത്. ഈ രണ്ട് ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഗൂഗിൾ കൊണ്ടുപോകുന്ന ഈ രണ്ട് കണക്കൂട്ടലുകളും എക്സാക്ട് ഒന്നും മനസ്സിലായാലും ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലായെന്ന് പറഞ്ഞോട്ടെ. എന്താണ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലായതെന്ന് പറഞ്ഞോട്ടെ. അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സാറിന് തിരുത്താലോ. സാർ ഒരു ന്യൂസ് പോർട്ടൽ, അപ്പൊ ന്യൂസ് പോർട്ടലിൽ കുറെ ഓതേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോ ന്യൂസിൽ എഴുതുന്ന ചിലപ്പം ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉള്ള വെബ്സൈറ്റുകളിൽ എഴുതിയ ആളും കാണും, വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരാള് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓതർ കാണും. അപ്പം ഈ ഓതർ പിന്നെ രണ്ട് ഓതർ ഉള്ള ഒരു വെബ്സൈറ്റ് ഇപ്പോൾ ന്യൂസ് പോർട്ടൽ ആണെങ്കിൽ ആ വെബ്സൈറ്റിൽ കുറെ ആർട്ടിക്കിൾ എക്സ് എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയിട്ടുണ്ടായിരിക്കും, കുറെ ആർട്ടിക്കിൾ വൈ എന്ന് പറഞ്ഞ ആൾ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പം അപ്പൊ ഇതാണോ? അതായത് ഞാൻ അങ്ങനെ ഇങ്ങനെയാണ് പല രീതിയിലും വരും. അതായത് ഒരു പർട്ടിക്കുലർ കണ്ടന്റിൽ ആരൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നോക്കും, അതിനനുസരിച്ച് വെയിറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ പറഞ്ഞത് എക്സാക്ട് നല്ലൊരു എക്സാമ്പിൾ ആണ്. അതുകൂടാതെ ഡിസ്കഷൻ ഫോറം വരില്ല. ഇപ്പൊ കോറയില് ഒരു ക്വസ്റ്റിന് 10 ആൾക്കാരെ ആൻസർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഒരു ക്വസ്റ്റിന് 10 ആൾക്കാരെ ആൻസർ ഉണ്ടാവും. അപ്പൊ ശരിക്കും ആ ഒരു പേജിൽ 10 യൂസേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, മനസ്സിലായല്ലോ. 10 ഈ യൂസേഴ്സിന്റെ 10 തന്നെ കോൺട്രിബ്യൂഷനിൽ വ്യത്യാസം ഉണ്ടാവും. ചിലവന്റെ കോൺട്രിബ്യൂഷൻ കൂടുതലായിരിക്കും, ചിലവന്റെ കോൺട്രിബ്യൂഷൻ കുറവായിരിക്കും. അങ്ങനെയായിരിക്കും അനലൈസ് ചെയ്യുന്നത്, മനസ്സിലായി. അപ്പോൾ ഡിസ്കഷൻ ഫോറത്തിൽ വരും. ചില പേജുകളിൽ നമ്മുടെ ബ്ലോഗ് പോസ്റ്റുകളിൽ പതിയെ മിക്കതിലും നമ്മൾക്കായിരിക്കും 100%. അത് നമ്മുടെ ഇവിടെ സാധാരണ ബ്ലോഗുകൾ ഇടുന്ന ആ ബ്ലോഗ് പോസ്റ്റുകൾ ചിലപ്പോൾ അതിന് 100% ഒരാൾക്കായിരിക്കും വരിക. അപ്പൊ അങ്ങനെയാണ് കറക്റ്റ് എക്സാമ്പിൾ ആണ്. പലയിടത്തും മൾട്ടിപ്പിൾ കോൺട്രിബ്യൂട്ടേഴ്സ് വരും. എന്തായാലും ആരൊക്കെ എഴുതി എത്ര പേരെ നമുക്ക് നോക്കാം, അതിനൊക്കെ ഒരു വെയിറ്റേജ് വെക്കും, ടോപ്പിക് വെച്ച് വെയിറ്റേജ് വെക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ 2 വെയിറ്റേജും ഗൂഗിളിന് കിട്ടും, ഓതർ വൈസ് ആൻഡ് ടോപ്പിക് വൈസ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇത്തിരി ഇടങ്ങേറായിട്ട് വരും. അടുത്തത് എന്താ, ഇവരുടെ ഈ ഇന്റർഫേസ് ഇപ്പോഴും ഒരു സുഖമില്ലാത്ത ഇന്റർഫേസ് ആണ്. നോക്കട്ടെ. ഇത് ആണ് ലാസ്റ്റത്തെ കണക്കൂട്ടലിലേക്ക് പോകുന്നത് ഗൂഗിള്. ഇനി നോക്കുന്നത് ഗൂഗിള് ടോപ്പിക് എയില് ഈ ടോപ്പിക് എയില് ടോപ്പിക് ബിയിലും ടോപ്പിക് ഡിയുടെയും ഓരോന്നിന്റെയും ഓരോ ഡോക്യുമെന്റ് വൈസ് വെയിറ്റേജ് ആണ് ഗൂഗിൾ എടുക്കുന്നത്. നോക്കുക, ഡോക്യുമെന്റ് 1 ടോപ്പിക് എയുടെ ഇതിന്റെ ഒരു സ്കോർ, ഡോക്യുമെന്റ് 2 ഒരു സ്കോർ, ഡോക്യുമെന്റ് 3 അതിനെ കുറിച്ചില്ല, ഡോക്യുമെന്റ് 4 അങ്ങനെ ഓവറോൾ ടോട്ടല് ഇതൊരു വെബ്സൈറ്റ് ആയിട്ടൊന്നും നമ്മൾ കണക്കൂട്ട്. അപ്പൊ ടോപ്പിക് എയിനെ കുറിച്ച് 1.1 ഇതാണ് അതിന്റെ ഒരു അതോറിറ്റി സ്കോർ എന്ന് വേണം കണക്കൂട്ട്. അങ്ങനെ വിചാരിക്കും 1.1 ആണ്. ടോപ്പിക് ബിക്ക് 0.11, ടോപ്പിക് ഡിക്ക് 0.08 എന്നുള്ള രീതി. അപ്പൊ ഓരോ ടോപ്പിക് വൈസ് ആ എൻറ്റയർ വെബ്സൈറ്റിലുള്ള ഒരു വെയിറ്റേജ് ഗൂഗിൾ കണക്കൂട്ടും. അതേപോലെ യൂസർ വൈസ് ഇത് യൂസറിന്റെ ഒരു കൂട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ ടോപ്പിക് വൈസ് യൂസറുടെ വെയിറ്റേജ് നോക്കും, ഡിഫറെന്റ് ടോപ്പിക്കുകളിലുള്ളത്. അപ്പോ നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ക്ലബ് ചെയ്തൊന്ന് ആലോചിക്കുക. അതായത് ഒരു വെബ്സൈറ്റിന്റെ ഇനീഷ്യലി ആ ടോപ്പിക് വൈസും വെയിറ്റേജും പോകും. അതിൽ നിന്ന് ഗൂഗിളിനെ ഒരു ടോപ്പിക് വൈസ് വെയിറ്റേജ് ആ വെബ്സൈറ്റിനെ അസൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ രണ്ടാമത് പോകുന്ന സാധനം യൂസർ വൈസ് കോൺട്രിബ്യൂഷൻ പെർ ടോപ്പിക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഈ യൂസർ വൈസ് കോൺട്രിബ്യൂഷനും പേജ് വൈസ് ഉള്ള ഇതിന്റെയും വെച്ചിട്ട് ഗൂഗിൾ ഒരു വെബ്സൈറ്റിനുള്ള എന്റെ ടോപ്പിക്കൽ അതോറിറ്റിയും അതേപോലെ ഒരു യൂസർക്കുള്ള ആ ടോപ്പിക്കിലുള്ള അതോറിറ്റിയും ഗൂഗിൾ കണക്കൂട്ടുന്നുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്ന കാണാൻ പറ്റും. ഈറ്റിലേക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതിനകത്ത് കിടക്കുന്ന ഏതെങ്കിലും വാക്ക് വെച്ചിട്ട് ഈ പേറ്റന്റിൽ നിന്ന് ആർക്കെങ്കിലും പറയാമോ? ഈറ്റിലുള്ള ഏതെങ്കിലും ഒരു സാധനം കിടക്കുന്നുണ്ടോ അതിനകത്തോട്ട്? എക്സ്പെർട്ടൈസ്, എക്സ്പീരിയൻസ് അല്ല, എക്സ്പെർട്ടൈസ്. ഒന്ന് ഓർത്തു വെച്ചോ, ഞാൻ ഈറ്റിനെ കുറിച്ച് പറയുമ്പോൾ പറയാം. എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞ ഈറ്റിലെ സാധനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, ഇത് അതായത് പറഞ്ഞ ഈ പേറ്റന്റുകളിൽ നമ്മൾ വായിച്ചു പോയി കഴിഞ്ഞാൽ ഗൂഗിളിന്റെ വാക്കുകൾ സ്ഥിരതയുള്ളതാണ്. അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ അവര് എക്സ്പെർട്ടൈസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈറ്റിൽ കണക്കൂട്ടുമ്പോൾ ഈറ്റിലെ ഈ എക്സ്പെർട്ടൈസ് എവിടെ നിന്ന് വരുന്നു എന്ന് വെച്ചാൽ അത് ഇവിടെ നിന്ന് വരുന്നു. ഇവിടെ നിന്നാണ് ഗൂഗിൾ നന്നായിട്ട് അത് പിടിക്കുന്നത്. എക്സ്പെർട്ടൈസ് ഈറ്റിനെ കുറിച്ച് പറയുന്നത് ഇതാക്കാം. അപ്പൊ ഇതിനെ കുറിച്ച് അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഞാൻ ഈ പേറ്റന്റിന്റെ ലിങ്ക്
ഗൂഗിളിലിടാം, ഗൂഗിളിലല്ല സോറി, ഗ്രൂപ്പിലിടാം പേറ്റന്റിന്റെ ലിങ്ക്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് നിങ്ങൾക്ക് ഡെപ്തായിട്ട് വായിച്ചു പോകട്ടെ, കുറച്ചുകൂടി വിശദമായിട്ട് വായിച്ചു പോകാം. ഞാൻ ആ പേറ്റന്റിന് ഏകദേശം ആ പേറ്റന്റ് കാണിച്ചു തന്നത് എനിക്ക് ഇത്രയും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. ഒന്ന്, മൾട്ടിപ്പിൾ ടോപ്പിക്സ് ഒരു പേജിൽ ഉണ്ടാകും എന്നുള്ളത് ഗൂഗിളിനും അറിയാം. ഇനി നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട, ഒരു ടോപ്പിക്ക് മാത്രമല്ലേ വരാൻ പോകുന്നത്, മറ്റു ടോപ്പിക് ഇട്ടാൽ പോയില്ലേ എന്നല്ല. ഗൂഗിൾ ഒരു പേജിൽ എത്ര ടോപ്പിക് ഉണ്ടെന്ന് അവൻ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് വെയിറ്റേജ് കണക്കൂട്ടുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ആ ഒരു പർട്ടിക്കുലർ പേജില നമ്മളുടെ ടോപ്പിക്കിന്റെ വെയിറ്റേജ് കയ്യിൽ നിന്ന് പോകാതിരുന്നാൽ മതി. നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് അതിന് റെലവെന്റ് അല്ലാതെ മറ്റൊരു ടോപ്പിക്കിനെ കുറിച്ച് അധികം എഴുതി അവസാനം നമ്മുടെ മെയിൻ ടോപ്പിക്കിൽ നിന്ന് കയ്യിൽ നിന്ന് പോകരുത്. അതുകൊണ്ടാണ് ടോപ്പിക് വെച്ച് വെയിറ്റേജ് പെർ പേജ് പോകുന്നുണ്ട്, അത് മൈൻഡിൽ ഇടുക. അതേപോലെ തന്നെ യൂസർ വൈസ് മൾട്ടിപ്പിൾ ടോപ്പിക്കിലാണെങ്കിലും എല്ലാം അതിനകത്ത് കൂടെ കണക്കൂട്ടുന്നുണ്ട്. അപ്പോ നമ്മളുടെ ഒരു വെബ്സൈറ്റ് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് അത് ക്വാളിറ്റിയോടുകൂടി കൂടുതൽ ഡോക്യുമെന്റ്സ് എഴുതുന്നതോറും ടോപ്പിക്കൽ അതോറിറ്റി വർദ്ധിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ഒരു യൂസർ വൈസ് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ, നെറ്റിലുള്ള മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ നിങ്ങളൊരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുന്നതോറും നിങ്ങളുടെ ഈറ്റിലെ എക്സ്പെർട്ടൈസ് വർദ്ധിക്കും. ക്ലിയർ ആണോ? എക്സ്പെർട്ടൈസും ഈറ്റിലേക്ക് കുറെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഈ മാത്രമല്ല, അത് ഞാൻ ഈറ്റ് പറയുമ്പോ പറയാം. അയ്യോ എനിക്ക് ഹലോ, ബേസിൽ പറഞ്ഞ എന്താന്ന് ക്ലിയർ ആയില്ല, എന്തോ ഇതുപോലെ കേട്ടത്. ഓക്കെ, ആ ടോപ്പിക്കിന്റെ വെയിറ്റേജ് പറഞ്ഞായിരുന്നല്ലോ. ഇപ്പൊ അത് നമുക്ക് മറ്റേ അന്ന് കാണിച്ചു തന്ന നാച്ചുറൽ ലാംഗ്വേജ് cloud.google.com/natural language അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റുമല്ലോ അല്ലേ? ടോപ്പിക്കിൽ വെയിറ്റേജ് അതിനകത്ത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. എക്സാക്ട്ലി ഇതേപോലെ കണക്കൂട്ടി തരുമൊന്നുമില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെ കണക്കൂട്ടി തരൂല. പക്ഷെ അതിനകത്ത് ആ നാച്ചുറൽ ലാംഗ്വേജ് അതിനകത്ത് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നില്ല ഓരോ ടോപ്പിക്. അതിനകത്ത് കാണിക്കുന്ന ടോപ്പിക്കുകൾ ഒരു 3-4 ടോപ്പിക്കായിട്ടായിരിക്കും കാണിക്കുന്നത്. പക്ഷെ അത് ബ്രോഡ് ടോപ്പിക്കാണ്. ബേസിൽ ഉദ്ദേശിക്കുന്നത് അറിയാം, അതിനകത്ത് കാണിക്കുന്ന ഇലക്ട്രോണിക്സ് കാറ്റഗറി അങ്ങനത്തെ ബ്രോഡ് ടോപ്പിക് ആയിരിക്കും അതിനകത്ത് വരിക. നമ്മളിതിനകത്ത് എഴുതിയിരിക്കുന്ന നമ്മുടെ കുറച്ചും കൂടി ഇന്റൻഡഡ് ആയിട്ടുള്ള അത്രയും ടോപ്പിക്കിലേക്ക് NLP കാണിച്ചു തരില്ല, അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു തരില്ല. അതിനകത്ത് നമ്മൾ കോമൺ സെൻസ് തന്നെ ഉപയോഗിക്കാം. നമ്മൾ എഴുതി വരുമ്പോ ലെമൺ, ഇപ്പൊ മാംഗോ പിക്കിളിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ മാംഗോ പിക്കിളിനെ കുറിച്ച് തന്നെ കൂടുതൽ പറയാം. അതിനകത്ത് ലെമണിനെ കുറിച്ച് വളരെ കൂടുതൽ പറഞ്ഞാൽ പോയി, അത് ലെമൺ അച്ചാറായി മാറും. ആ രീതിയിൽ ആലോചിച്ചാണ്. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഞാൻ ഇതിന്റെ ഒരു മെറ്റീരിയല് പറഞ്ഞല്ലോ, എനിക്ക് പറ്റിയില്ല എന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ ഇതിന്റെ ഒരു മെറ്റീരിയൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ട് ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കും. കുറച്ച് ലെങ്തി ആയി പോയല്ലോ ഇന്നത്തെ. സാർ അതെ, ബ്ലോഗ് റൈറ്റ് ചെയ്യുമ്പോ ഡെയിലി റൈറ്റ് ചെയ്ത് ഇടണാണോ അതോ വീക്കെൻഡിൽ ഇടണാണോ, അത് നല്ലതായിരിക്കുക? അതിനൊന്നും അങ്ങനെ ഒരു ഉത്തരവൊന്നുമില്ല ആനന്ദേ. അതിന് നമ്മളെ ഡിമാൻഡ് ചെയ്യുന്ന, നമ്മുടെ സൈറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി നമ്മൾ അതിന് സെറ്റ് ചെയ്യണം. നമ്മുടെ വെബ്സൈറ്റ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില വെബ്സൈറ്റിന് മാസം 20, 30, 40, 100 ബ്ലോഗ് പോസ്റ്റുകളായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. ചിലവര് 2 ആഴ്ച കൂടുമ്പോഴായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. ചിലവര് ആഴ്ചയിലോ ഒരെണ്ണം ആയിരിക്കും നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അത് ഒന്ന് നമ്മളുടെ നീഷ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ ക്ലയന്റിന്റെ പോക്കറ്റും കൂടി അതിന് മാച്ച് ആവണം. ക്ലയന്റിനും പറ്റണമല്ലോ അത്ര മന്ത്ലി ഇതാക്കാൻ. ഇത് രണ്ടും ചേർന്നിട്ട് നമ്മൾ ആഴ്ചയിലോ മാസത്തിലോ നമ്മളൊരു ഫ്രീക്വൻസി സെറ്റ് ചെയ്യും. അത് നമ്പർ 1. പിന്നെ ഇതെപ്പോ പബ്ലിഷ് ചെയ്യണം എന്നുള്ളതിന് അങ്ങനെ ഇന്ന ദിവസം അങ്ങനെയൊന്നുമില്ല. സോഷ്യൽ മീഡിയയിലെ പോലെ ഇന്നത്തെ ദിവസം ഇട്ട് കഴിഞ്ഞാൽ ഈ ടൈമിൽ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ എൻഗേജ്മെന്റ് അങ്ങനെയൊന്നുമില്ല. നമ്മൾക്കത് ഇടില്ല. പിന്നെ അവിടെ വേണമെങ്കിൽ എനിക്കൊരു ടിപ്പ് പറഞ്ഞു തരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഫിക്സഡ് ആയിട്ട് ഒരൊറ്റ ഫ്രീക്വൻസി നോക്കാതെ കുറച്ച് റാൻഡമൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് എല്ലാ മൺഡേയും 10 മണിക്ക് പബ്ലിഷ് ചെയ്യുന്നതിനെക്കാളും ഞാൻ പ്രിഫർ ചെയ്യുക ഒരു ദിവസം മൺഡേ 10 മണിക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ചൊവ്വാഴ്ച 8 മണിക്ക് പബ്ലിഷ് ചെയ്യാം. വേറെ ദിവസം ബുധനാഴ്ച വേണമെങ്കിൽ അങ്ങനെ ഒരു ഇത്തിരി ഇറഗുലാരിറ്റി നല്ലതാണ്. ഗൂഗിളിന് അങ്ങനെ എക്സാക്ട്ലി നമ്മളുടെ ഒരു പാറ്റേൺ ഒട്ടിക്കണ്ടെന്ന് തന്നെ വിചാരിച്ചോ, നല്ലതായിരിക്കും. എന്താണ് പ്ലാഗരിസം ചെക്ക് ചെയ്തിട്ട്? അയ്യോ അതൊക്കെ മസ്റ്റാണ്. കണ്ടന്റിന്റെ ഞാൻ ആ ഭാഗത്തേക്കൊന്നും പറഞ്ഞില്ല. കണ്ടന്റിന്റെ ക്വാളിറ്റി അത് പ്രൈമറിയാണ്. കണ്ടന്റിന്റെ ക്വാളിറ്റി നമ്പർ 1 ആയിരിക്കണം. നിങ്ങൾ പ്ലാഗരിസം മറ്റൊക്കെ ചെക്ക് ചെയ്യുന്നതിനേക്കാളും വളരെ ബെറ്റർ ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് നേരെ ChatGPT-യിലേക്ക് അല്ലെങ്കിൽ അതേപോലത്തെ AI ബേസ്ഡ് കണ്ടന്റ് റൈറ്റേഴ്സിനെ യൂസ് ചെയ്യൂ. AI അടിപൊളിയായിട്ട് കണ്ടന്റ് എഴുതി തരും. പക്ഷെ അവനെ കൊണ്ട് നന്നായിട്ട് എഴുതിക്കണം, അത്രേ ഉള്ളൂ.
യെസ് ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ AI വേഴ്സസ് ഹ്യൂമൻ റൈറ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഉം. ഹലോ. അപ്പൊ അതിന്റെ ആ. അകത്ത് ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ഒരു ടൂൾ യൂസ് ചെയ്ത് തുടങ്ങിയായിരുന്നു, SEOBOTAI.com എന്ന് പറഞ്ഞിട്ട്. പ്രീമിയം ആണ്, മീൻസ് പ്രൈസ്ഡ് ടൂൾ ആണ്. അപ്പോ ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും അതിന്റെ അകത്ത് വന്നിരിക്കുന്ന കണ്ടന്റ്സ് ഒക്കെ ഇൻഡെപ്ത് ആണ്. സോഴ്സസ് അവർ എടുത്തിട്ടുണ്ട്. AI കണ്ടന്റിന് ഡിറ്റക്ഷൻ വരുന്നില്ല. ഞാൻ മറ്റേ അൺഡിറ്റക്റ്റബിൾ എന്ന് പറഞ്ഞ ടൂൾ വെച്ചിട്ടാണ് ചെക്ക് ചെയ്തത്. ആൻഡ് 1-2 ബ്ലോഗ് പോസ്റ്റ് പബ്ലിഷ് ചെയ്ത് നോക്കിയപ്പോഴേക്കും അതെല്ലാത്തിനും ഇംപ്രഷൻസും കയറുന്നുണ്ട്. അപ്പോ അത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഉറപ്പായിട്ടും ഞാനിപ്പോ യൂസ് ചെയ്യുന്നതിൽ നല്ല ശതമാനം AI കണ്ടന്റ് ആണ്. 100% AI കണ്ടന്റ് ആണ് ഞാൻ ചെയ്യുന്നത്. അസാമാന്യ റിസൾട്ടാണ് കിട്ടുന്നത്. ഇടുന്ന പിറ്റേ ദിവസം തന്നെ ഫസ്റ്റ് പൊസിഷനൊക്കെ തന്നെ പിടിക്കുന്നു. 100% AI കണ്ടന്റ് ആണ് എഴുതിക്കുന്നത് ഞാൻ. അപ്പൊ നമുക്ക് വേറെ ഒരു ഇതും കൂടെ ഉണ്ടല്ലോ, മീൻസ് നമ്മളുടെ ആ ഒരു കണ്ടന്റ് റൈറ്റിംഗ് സ്റ്റൈലൊക്കെ ഗൂഗിൾ നോക്കും എന്നുള്ള രീതി പറഞ്ഞിട്ടില്ലായിരുന്നേ. യെസ്. സോ അപ്പൊ നമ്മളിപ്പോ സഡൻലി നമ്മൾ അത്രയും നാൾ കണ്ടന്റ് എഴുതിക്കൊണ്ടിരുന്നിട്ട് സഡൻലി ചേഞ്ച് ടു AI, അപ്പൊ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലേ? അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ആ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ല. കാരണം ഇനിയുള്ള കാലത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞാല് ഗൂഗിളിനും അറിയാം ആളുകളുടെ വർക്കുകളും, ആളുകളുടെ എഴുത്താണെങ്കിലും ശരി, ആളുകളുടെ സെർച്ച് ആണെങ്കിലും ശരി, ആളുകൾ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്ന, വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത് അൾട്ടിമേറ്റ്ലി എല്ലാം AI വെച്ചിട്ടായിരിക്കും. അപ്പോ അൾട്ടിമേറ്റ്ലി റിസൾട്ടിന്റെ ഔട്ട്, അതായത് എൻഡ് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി എവിടെ നിന്ന് എന്ത് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ എൻഡ് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് AI ആണ്. അതായത് ഇതിന്റെ ഇടയിൽ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് മാത്രമായിട്ട് മാറും മനുഷ്യൻ. അതിന് ഇതുവരെയുള്ള ഗൂഗിളിന്റെ പല കാൽക്കുലേഷൻ അവിടെ വർക്കൗട്ട് ആവില്ല. അതെനിക്ക് ഉറപ്പാണ്. അവിടെ ഞാൻ പറഞ്ഞത് വ്യക്തമായ ഉത്തരവില്ല, നമുക്ക് സംഭവം ഇനി കണ്ടറിയണം. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇനി കണ്ടന്റിന്റെ എഴുത്തിന്റെ രീതി നോക്കി ഇത് അവനാണോ എഴുതിയത്, ഇവനാണോ എഴുതിയത്, ഇത് AI ആണോ എഴുതിയത്, ഇവനെ AI കൊണ്ട് എഴുതിച്ചതാണോ എന്നുള്ള രീതിയിലേക്ക് ഗൂഗിളിന് അവിടെ ഒരു റെലവൻസ് ഇല്ലാതാവും. കാരണം ആൾക്കാർ AI കൊണ്ട് എഴുതിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ എല്ലാവരും ക്യാൻവയിലാണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇതായിരിക്കും ഉണ്ടാക്കുക. കുറെ കഴിഞ്ഞാൽ കോഡിങ്ങുകള്, കുറെ കഴിഞ്ഞല്ലേ ഇപ്പൊ തന്നെ നമ്മൾ കോഡിങ്ങുകള് AI കൊണ്ട് എഴുതിക്കുന്നു. അപ്പൊ ജസ്റ്റ് ബാക്കിൽ ചെയ്യിക്കുക എന്നുള്ളതിലേക്ക് ഒരാൾ മാറുകയാണ്. എഴുതുന്നതിൽ നിന്ന് എഴുതിക്കുക എന്നുള്ളതിലേക്ക് മാറുകയാണ്. അത് എഴുതിക്കുക എന്നുള്ളതിന് വരുമ്പോ ഇയാളുടെ ഇതുവരെയുള്ള ബേസിൽ പറഞ്ഞ പോലെ ഇതുവരെയുള്ള ഇയാളുടെ ഒരു എഴുത്തിന്റെ സ്റ്റൈലോ ടൂണോ ലാംഗ്വേജോ അല്ല. ഇയാൾക്ക് കുറെയൊക്കെ ട്രെയിൻ ചെയ്യിക്കാം, ഇയാളെ പോലെ കുറെയൊക്കെ ട്രെയിൻ ചെയ്യിക്കാം. അതിന് ഇയാൾ എഴുതിയേക്കുന്ന ഒരു 10-15 ആർട്ടിക്കിള് ChatGPT ഇട്ട് കൊടുക്കണം. ഇതൊക്കെ വായിച്ചു മനസ്സിലാക്കൂ, ഇതാണ് എന്റെ എഴുത്ത്, ഇനി ഇതേപോലെ എഴുതണം എന്ന് പറഞ്ഞാൽ അവൻ എഴുതും. അവൻ പഠിക്കും അതിനാണ് ട്രെയിനിങ് കൊടുക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളെ പോലെ ആക്കാനൊക്കെ പറ്റും ഈസി ആയിട്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വ്യത്യാസമുണ്ടോ? എക്സാക്ട്ലി അതേപോലെ വരില്ല. എന്തൊക്കെ പറഞ്ഞാലും വ്യത്യാസമുണ്ടോ? പക്ഷെ അത് എന്റെ അറിവിൽ ഗൂഗിള് ഇനി അതിനെ കണക്കാക്കാൻ പോകുന്നില്ല, കൺസിഡർ ചെയ്യാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. കാരണം എങ്ങനെ കൺസിഡർ ചെയ്യും? എല്ലാവരും ഇത് വെച്ചിട്ടല്ലേ എഴുതുന്നത്. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. എന്തായാലും ബേസിൽ എന്ത് തോന്നുന്നു? കണ്ടന്റുകള് നല്ല രീതിയിൽ റാങ്ക് ചെയ്യുന്നില്ലേ കമ്പാരിറ്റീവ്ലി? നന്നായിട്ട് ചെയ്യണോട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു കാര്യമില്ലാത്ത കണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാട്ടിപ്പോകും. ഒരു വിധത്തിൽ റാങ്ക് ചെയ്തെന്നല്ല ഗൂഗിളിന് നമ്മുടെ അടുത്ത സൈറ്റിനോടുള്ള താല്പര്യം കൂടിയും പോകും. പക്ഷേ എനിക്ക് ഇവിടെ ദുബായിൽ ഞാൻ ഒരു പ്രൊജക്ട് വെബ്സൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഐലോൺ ദുബായ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ അകത്ത് ഞാൻ ഇവിടെ ഇന്റേൺസിനെ വെച്ചിട്ടാണ് കണ്ടന്റ് എഴുതിച്ചത്. ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് പുഷ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഇന്റേൺ എഴുതിയ കണ്ടന്റ് ഫുൾ 100% AI റിട്ടേൺ ആണ്. പക്ഷെ ആ സാധനമാണ് ഏറ്റവും കൂടുതൽ റാങ്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ വേറെ ഉള്ളതൊന്നും പിടിച്ചിട്ടുമില്ല. ഔട്ട് ഓഫ് അറൌണ്ട് 80 പേജസ് ക്രിയേറ്റ് ചെയ്തതില് കുറച്ച് 3-4 പേജസ് മാത്രമേ ഇവൻ AI കണ്ടന്റ് ആയിട്ടും ഇംപ്രഷൻസ് കൗണ്ട് കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ള പേജസിനൊക്കെ പയ്യെ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിന്റെ അകത്ത് ഒരു എക്സാക്ട് എന്താണെന്നുള്ളത് പറയാൻ പറ്റുന്നില്ല. അതെന്നൊക്കെ കണ്ടന്റ് റാങ്ക് ചെയ്യുമെന്ന് ഞാൻ പറയാൻ കാരണം റാങ്ക് ചെയ്യും 100%. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ കാണിച്ചുതരാം. ഇന്നലെ ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന പറയാനൊക്കെ 100% കണ്ടന്റ്. അത് എന്താന്ന് വെച്ചാൽ ഇതിനെ പ്രോസസ് ചെയ്യുന്നത് ആരാ? NLP ആ അല്ലെ? ഈ കണ്ടന്റിനെ പ്രോസസ് ചെയ്യുന്നത് NLP അല്ലേ? കണ്ടന്റ് ഒരു കണ്ടന്റിനെ പ്രോസസ് ചെയ്യുന്ന NLP അല്ലേ? NLPക്ക് ഏറ്റവും നന്നായിട്ട് വായിക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ഒരു NLP എഴുതിയത് തന്നെയാണ്. കാരണം അവന്റെ ലാംഗ്വേജ് അവനല്ലാതെ വേറെ ആയിരിക്കും അത്ര നന്നായിട്ട് എഴുതുക.
അപ്പൊ അവൻ നന്നായിട്ട് നല്ല കണ്ടന്റ് എന്ന് വിശ്വസിക്കുന്നത് ഏതൊരാളും അവന്റെ സ്വന്തം കണ്ടന്റ് ആയിരിക്കും. NLPക്ക് ഏറ്റവും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാനും ഇന്റർപ്രറ്റ് ചെയ്യാനും സിമാന്റിക്കലി കണക്ഷൻസും എന്റിറ്റി വൈസ് കണക്ഷൻസ് തുടങ്ങിയ എല്ലാം ക്രിയേറ്റ് ചെയ്ത് കറക്റ്റ് ആക്കാനും പറ്റുന്നത് ഈ ലോകത്തിൽ ഞാൻ പറയണത് മനുഷ്യനല്ല, NLPക്കാണ്. അത് മനുഷ്യന് പറ്റൂലെന്നല്ല ഞാൻ പറഞ്ഞ, നമ്മൾ എടുക്കണതിന് 100 മടങ്ങ് സമയം കുറവ് മതി അവന് എടുക്കാനായിട്ട്. അത്രയും കൂടി വേണ്ട. നമ്മൾ ഇതിന്റെ എത്ര എഫർട്ട് എടുക്കണം. നമ്മൾ SEO പരമായിട്ട് നമ്മളൊരു എന്താണോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് ഇവനെ ഫീഡ് ചെയ്യുക. നമ്മൾ വേണ്ട SEO കംപ്ലീറ്റ് കാര്യങ്ങളും ഇതിനെ ഫീഡ് ചെയ്യുക. അപ്പൊ ഇവനതനുസരിച്ച് ഇവന് കണ്ടന്റ് റെഡിയാക്കി ഇവൻ തരും. നമ്മളുടെ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കണ്ടന്റ് റൈറ്റർ ഇപ്പൊ എന്താ ചെയ്യുന്നത്? സാധാരണ രീതി ചെയ്യുന്നതിന്റെ പകുതി ജോലിയല്ലേ അവൻ ചെയ്യുന്നുള്ളൂ. അവനെന്ത് ചെയ്യും? അവനൊരു ടോപ്പിക് കൊടുത്താൽ അവൻ നിലവിലുള്ള ഒരു 10 വെബ്സൈറ്റ് എടുത്ത് അത്രയും വായിക്കുന്നുണ്ടാവും എനിക്ക് സംശയമാണ്. എന്നാലും അവൻ പോയി 4-5 വെബ്സൈറ്റ് നോക്കും. 4-5 വെബ്സൈറ്റ് നോക്കിയിട്ട് അവൻ അതിനെ വായിച്ച് മനസ്സിലാക്കും. എത്രത്തോളം ഇൻഡെപ്തായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ആൾക്കാർ മെനക്കെടാറുണ്ട്, വളരെ കുറവാണ്. അവൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് അവൻ എന്ത് ചെയ്യും? അവന്റെ ലാംഗ്വേജിൽ എഴുതും. അതായത് അവനൊരു 5 വെബ്സൈറ്റ് വായിച്ചിട്ട് 5 വെബ്സൈറ്റിലെ കണ്ടന്റ് അവൻ വായിച്ച് മനസ്സിലാക്കിയാണ് അവന്റെ ലാംഗ്വേജിൽ എഴുതുന്നത്. എന്താ ചെയ്യുന്നത്? ഈ 5 അല്ല, അവൻ 10, 100, 500ഓളം സൈറ്റുകൾ വായിച്ച് മനസ്സിലാക്കി അതിനെ കുറച്ചും കൂടി റിസർച്ച് നടത്തി അവന്റെ ലാംഗ്വേജിൽ എഴുതുന്നു. അത്രയല്ലേ വ്യത്യാസം. ലാംഗ്വേജിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഒരെണ്ണം ഒരു മനുഷ്യന് 5 വെബ്സൈറ്റ് വായിച്ചിട്ട് അവന്റെ ലാംഗ്വേജിൽ എഴുതി. മറ്റേത് ഒരു 100 കണക്കിന് സൈറ്റുകൾ വായിച്ചിട്ട് അവന്റെ ലാംഗ്വേജിൽ എഴുതി. ഈ ലാംഗ്വേജിൽ പ്രോസസ് ചെയ്യാൻ എളുപ്പം എഴുതിയ കണ്ടന്റാണ്. കാരണം അത് എഴുതിയത് ഒരു NLP ആണ്. NLP ആയതുകൊണ്ട് NLPക്ക് പ്രോസസ് ചെയ്യാൻ എളുപ്പം. അത്രേ ഉള്ളൂ. അപ്പൊ അവിടേക്ക് നമ്മൾ SEO എലമെന്റിനെ കൂടി കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അസാമാന്യ റിസൾട്ട് കിട്ടും. ഓക്കെ, ഇനി സാറ് ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇല്ല, ഞാൻ ഈ തുടക്കക്കാരനാണ്. അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് ചിലപ്പോൾ ഒരു സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. നമുക്കൊരു ക്ലയന്റിനെ കിട്ടി. അപ്പോൾ അവര് നമുക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ആ മേഖലയിൽ കൂടുതൽ എഴുതുന്ന ആൾക്കാരെ കണ്ടന്റ് റൈറ്റ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കാറുണ്ടോ? അതെ നമുക്ക് നോർമലി അതിനെപ്പറ്റി പഠിച്ചിട്ട് നമ്മൾ തന്നെ എഴുതിയാൽ മതിയാവും? എന്താണ് സാറിന്? ഇല്ല, എപ്പോഴും നല്ലത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടുകളുടെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ, അതായത് സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ നീഷിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന, അതിനെക്കുറിച്ച് നന്നായിട്ട് എഴുതാവുന്ന, അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാവുന്ന കണ്ടന്റ് റൈറ്റേഴ്സോ അല്ലെങ്കിൽ കണ്ടന്റ് റൈറ്റിംഗ് സഹായിക്കുന്ന ആളുകളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ സേവനം കൊടുക്കണം. ഉറപ്പായിട്ടും, ഒരു സംശയം വേണ്ട. നമുക്ക് അറിയാത്ത കാര്യമുണ്ട്. നമ്മൾ ആദ്യം അതിനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, പലപ്പോഴും നമ്മൾ ആ ഒരു ബിസിനസ്സുകാരെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എന്താണ് ആ പ്രൊഡക്റ്റ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, എന്താണ് ഇതിന്റെ പ്രശ്നം, എന്താണ് ഇത്, ആൾക്കാർ എന്താണ് ഇതിനെ കുറിച്ച് അന്വേഷിക്കുന്നത്, ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരാൻ ഒരാൾ വേണം. ഒന്നിലെ കമ്പനിക്ക് അകത്ത് വേണം, അല്ല കമ്പനിയിൽ നിന്ന് നമ്മൾ സഹായിക്കാൻ പുറത്തൊരാൾ മതി. അയാൾ കണ്ടന്റ് കൂടി എഴുതി തരുന്നുണ്ടെങ്കിൽ നമുക്ക് ജോറായി. മനസ്സിലായോ? ഉറപ്പാണ്. കണ്ടന്റ് ഒരു സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടിന്റെ ഫീഡിങ് നമുക്ക് കിട്ടിയാൽ നമുക്ക് ഏനെ കൊണ്ട് എഴുതിക്കണ പോലും നമ്മൾക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ച് നോളജ് വേണം. ചുമ്മാ നമ്മൾ വെറുതെ 100% ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏനെ കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ റാങ്ക് ചെയ്യുന്ന കണ്ടന്റുകൾ എഴുതിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ച് നോളജ് നമുക്കും വേണം. അതുകൊണ്ട് അതൊരു എസ്പെഷ്യലി YMYL കണ്ടന്റ് ആകുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടുകളുടെ സഹായം വേണം അങ്ങനത്തെ ടോപ്പിക്കുകൾ. മറ്റുള്ളവര് പിന്നെയും വലിയ ബുദ്ധിമുട്ടില്ല, ഇല്ലെങ്കിലും വലിയ വിഷയം ഉണ്ടാവില്ല. സാർ ഇപ്പോ പറഞ്ഞ ഈ സ്കോർ പറഞ്ഞില്ലേ? സാർ പറഞ്ഞ ഇപ്പൊ നമ്മുടെ ഒരു ബ്ലോഗ് എഴുതുമ്പോൾ നമുക്ക് അതോറിറ്റി സ്കോറും, അപ്പോ ഈ ബ്ലോഗ് എന്ന് മാത്രമല്ല വെബ്സൈറ്റ് വെബിലുള്ള എല്ലാ ഒരു വെബ്സൈറ്റിനായിരുന്നാൽ പോലും അതിനൊരു ബ്ലോഗ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി അല്ലെങ്കിൽ പോലും ഗൂഗിൾ അതിനെ ഒരു സ്കോർ കാൽക്കുലേറ്റ് ചെയ്യണുണ്ട്. ഇൻഡിവിജ്വൽ പേജിനും ഓരോ പേജിനും ഓരോ ഇത് ഇതാക്കുന്നുണ്ട്. നമ്മുടെ ഹോം പേജ് അടക്കം, ഹോം പേജിനും എബൌട്ട് പേജിനും നമ്മുടെ ഓരോ സർവീസ് പേജിനും അതിനൊക്കെ ഉള്ള ടോപ്പിക്കുകളിലൊക്കെ കണക്കൂട്ടി പോകും. ഇതിനകത്ത് എവിടെയും എല്ലായിടത്തും എഴുതിയത് ആരാണെന്ന് പറയേണ്ടത് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അതൊരു ബെസ്റ്റ് പ്രാക്ടീസ് ആണ്. ഇപ്പൊ ഓതർ കിടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതായത് ഇപ്പൊ നമ്മുടെ ഹോം പേജിലോ എബൌട്ട് പേജിലോ നമ്മുടെ ഓതറിനെ കൊടുക്കാറില്ലല്ലോ. നമ്മുടെ സൈറ്റിൽ എവിടെയും നമ്മൾ ആരാ എഴുതിയെന്ന് കൊടുക്കാറുണ്ടോ? നമ്മുടെ സൈറ്റിന്റെ കോൺടാക്ട് പേജിലും എബൌട്ട് പേജിലും ഹോം പേജിലും ഇല്ല. അപ്പൊ ആർക്ക് സ്വന്തം? ആ പേജിലെ കണ്ടന്റ് ആർക്ക് സ്വന്തം? അത് ആ വെബ്സൈറ്റിനും ആ വെബ്സൈറ്റിന്റെ ഓർഗനൈസേഷനും സ്വന്തം. അവന് പോയി ചേരും ആ സ്കോറിൽ. ബ്ലോഗ് പോസ്റ്റിൽ എത്തുമ്പോൾ പലപ്പോഴും അത് ആരാണ് എഴുതേണ്ടതെന്ന് ഒരു മാന്യതയാണ്. അത് പറയണം, ആൾക്കാർ വായിക്കുന്നവനും അത് അറിഞ്ഞിരിക്കണം. അത് നല്ല പ്രാക്ടീസാണ്. അപ്പൊ അതിന്റെ അതോറിറ്റി സ്കോർ എഗെയിൻ ആ വെബ്സൈറ്റിനും ആ ഓർഗനൈസേഷനും അത് എഴുതിയ ആൾക്കും സ്വന്തം. അങ്ങനെ ഇന്റർനെറ്റിൽ കിടക്കുന്ന ഡോക്യുമെന്റ് എന്ന് ഞാൻ പറയാൻ കാരണം വെബ്സൈറ്റ് പേജസ് മാത്രമല്ല, ഈവൻ ഓരോ PDF ഫയലുകൾ, ഓരോ വീഡിയോ, PPT തുടങ്ങി ഇന്റർനെറ്റിലുള്ള ഓരോ ഡോക്യുമെന്റും അതെല്ലാം അതോറിറ്റി സ്കോറിൽ കൺസിഡർ ചെയ്യും.
ഈ സാർ ഇപ്പൊ നേരത്തെ കാണിച്ച ആ പേറ്റന്റ് എടുത്തിട്ട് സാർ കാണിച്ചില്ലേ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ വീഡിയോസോ എന്തെങ്കിലും, അത് എന്താ നമ്മൾ സെർച്ച് ചെയ്യണം കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എന്താ നമ്മൾ ഗൂഗിൾ ചെയ്യണ്ടേ? അങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, സെർച്ച് ചെയ്തിട്ടില്ല. ഞാൻ പൊതുവെ പേറ്റന്റുകളിൽ നേരെ കയറി പേറ്റന്റ് വായിക്കുക ചെയ്യാറ്. എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പേറ്റന്റ് എന്നല്ല, വീഡിയോ തപ്പി നോക്കണം. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആ പേറ്റന്റിന് ലിങ്ക് ഇടാം, ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പോൾ അതിനകത്തൊരു പേറ്റന്റ് നമ്പർ ഉണ്ടാവും. ഓരോ പേറ്റന്റിനും ഒരു USP 846 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നമ്പർ ഒക്കെ ഉണ്ടാവും. ആ നമ്പർ വെച്ചിട്ടൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ അതോറിറ്റി ബ്ലോഗ് പോസ്റ്റുകൾ അധികം വായിക്കരുത് കേട്ടോ. ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ അധികം ഈ സെർച്ച് എഞ്ചിൻ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കൊടുത്തിട്ടൊന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുന്ന രീതിയിലാക്കി തരാൻ പറഞ്ഞു. ഈ ലിങ്ക് നേരെ നിങ്ങൾ ChatGPTയിലോ കൊടുത്തിട്ട് എനിക്ക് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറഞ്ഞുതരാൻ അവൻ പറഞ്ഞുതരും കേട്ടോ. സമ്മറൈസ് ചെയ്ത് തരും, ChatGPTയില് സമ്മറൈസ് ചെയ്ത് തരും. അതായത് പേറ്റന്റിന്റെ ലിങ്ക് കൊടുക്കുക, എനിക്ക് ഈ പേറ്റന്റിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എനിക്കൊന്ന് സമ്മറൈസ് ചെയ്ത് തരാമോ എന്ന് പറഞ്ഞാൽ അവൻ തന്നെ വായിച്ച് നമുക്ക് വേണ്ട രീതിയിലാക്കി തരും.